എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായന എന്നത് മനുഷ്യനെ പുതിയ ലോകങ്ങളിലേക്ക് നയിക്കുന്ന ഒരു അതുല്യ അനുഭവമാണ്. പുസ്തകങ്ങളിലൂടെ നമ്മൾ അനവധി ജീവിതങ്ങൾ അനുഭവിക്കുകയും പല കാഴ്ചപ്പാടുകളും മൂല്യങ്ങളും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഓരോ കഥയും നമ്മെ കൂടുതൽ മനുഷ്യത്വമുള്ളവരാക്കുകയും ചിന്തകളെ ആഴപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയും അവയെക്കുറിച്ച് ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന ഈ പരിപാടിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ പുസ്തക നിരൂപണത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശരത് കൃഷ്ണൻ എം രചിച്ച അമ്മയോടൊപ്പമുള്ള യാത്രകൾ എന്ന പുസ്തകമാണ്. ആദ്യമായി സ്വാഗത പ്രസംഗത്തിനായി 1ാം വർഷ BEd നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥിനി ദേവിക ടി-നെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വായനയുടെ സ്വാധീനം കൊണ്ട് എഴുതാനും ചിന്തിക്കാനും യുക്തിപരമായി സർഗശേഷി ഉണ്ടാക്കുന്നതിനും അവസരം സൃഷ്ടിക്കുന്ന ഒരു കൂടിയിരുപ്പാണ് നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടി. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ ദൗത്യം. ആദ്യമായി SNM ട്രെയിനിങ് കോളേജിലെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മാമിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാഴാഴ്ച വായനാഴ്ച എന്ന ഈ പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സായ ഡോക്ടർ KS കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര KS മാമിനെയും ഒപ്പം നമ്മുടെ കോളേജ് ലൈബ്രറിയൻ മോനിക മാമിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിരൂപണം ചെയ്യുന്ന അമ്മയോടൊപ്പമുള്ള യാത്രകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശരത് കൃഷ്ണൻ സാറും ഒപ്പം അദ്ദേഹത്തിന്റെ അമ്മയും എന്നീ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പുസ്തക നിരൂപണം നടത്തുന്നത് നമ്മുടെ കോളേജിലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ സുനീതി മാം ആണ്. മാമിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടി ശ്രവിക്കുവാനും ആസ്വദിക്കുവാനും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പുസ്തക പ്രേമികളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ദേവിക. അടുത്തതായി പുസ്തക നിരൂപണത്തിനായി SNM ട്രെയിനിങ് കോളേജിലെ നാച്ചുറൽ സയൻസ് വിഭാഗം അധ്യാപികയായ ഡോക്ടർ സുനിധി AS മാമിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സുസ്മിത ടീച്ചർ, ഇന്നത്തെ മുഖ്യ അതിഥികൾ ശ്രീ ശരത് കൃഷ്ണൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ ഗീത രാമചന്ദ്രൻ, ഈ പരിപാടിയുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള കൃഷ്ണകുമാർ സർ, ഹീര മിസ്, മോണിക്ക, സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ്, ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സഹൃദയരെ, സഹപ്രവർത്തകരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് അവതരിപ്പിക്കുന്ന പുസ്തകത്തിന്റെ പേര് ആ അമ്മയോടൊപ്പമുള്ള യാത്രകൾ. എഴുതിയിരിക്കുന്നത് ശ്രീ ശരത് കൃഷ്ണൻ MR. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾ എന്ന ഒരു ആളെന്ന നിലയിലാണ് ഈ പുസ്തകം അവതരിപ്പിക്കാനുള്ള ഒരു നിയോഗം എന്നിലേക്ക് എത്തുന്നത്. കുറെ നാളുകളായി പുസ്തകങ്ങൾ അവതരിപ്പിക്കണം എന്ന് ഇതിന്റെ കോർഡിനേറ്റേഴ്സ് കൃഷ്ണകുമാർ സാറും ഹീര മിസ്സും പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാറായിരുന്നു പതിവ്. എന്തായാലും ഈ ഒരു പുസ്തകം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ഞാൻ എസ് പറയുകയായിരുന്നു. ഒരു പുസ്തകം മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതുവരെയും വായിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കാൻ കൂടി വേണ്ടി ഒരു പുസ്തകം ഞാൻ വായിക്കുന്നത് ആദ്യമായിട്ടാണ്. ഓരോ പുസ്തകവും ഓരോ വായനക്കാരനും ഓരോ അനുഭവങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓരോരുത്തരും ആ പുസ്തകത്തെ വായിക്കുന്നതും ഉൾക്കൊള്ളുന്നതും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ വായനയെ ഇന്ററപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വായനാ അനുഭവം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ പുസ്തകം വായിച്ചതിന് ശേഷമുള്ള എൻ്റെ വായനാ അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഈ പുസ്തകം കറന്റ് ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ എഡിഷൻ പബ്ലിഷ് ചെയ്തത് ഏപ്രിൽ 2025-ലാണ്. എൻ്റെ കയ്യിൽ കിട്ടുന്ന പുസ്തകം സെക്കൻഡ് എഡിഷൻ ബുക്കാണ്. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജൂൺ 2025-ലാണ്.
അതായത് ഫസ്റ്റ് എഡിഷൻ ഇറങ്ങി 2 മാസത്തിനുള്ളിൽ സെക്കൻഡ് എഡിഷൻ വന്ന ഒരു പുസ്തകമാണിത്. അപ്പം എത്രത്തോളം വായനക്കാർ ഇത് വായിച്ചിട്ടുണ്ടാകും എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നമുക്ക് കവർ പേജിൽ നിന്നും തുടങ്ങാം. ഇതിന്റെ മുഖചിത്രം എന്ന് പറയുന്നത് മഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ അലസമായി എന്നാൽ മനോഹരമായി ഞൊറിഞ്ഞ് സാരിയുടുത്ത ഒരമ്മയുടെ, ഗീതാമ്മയുടെ കൈ പിടിച്ച് നടന്നു വരുന്ന ഗ്രന്ഥകാരനാണ്. ഈ ഒരു ചിത്രത്തിന്റെ പോസിറ്റിവിറ്റി ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ ചിത്രത്തോടൊപ്പം ഒരു ചെറിയ വിവരണം ആ പുസ്തകത്തിന്റെ മുഖചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ആ എന്നത് ഒരു ലിപി മാത്രമല്ല, നമ്മുടെ ഭാഷയുടെ, സംസ്കാരത്തിന്റെ, പൈതൃകത്തിന്റെ ശരീരവും പ്രകൃതിയുടെ, ആത്മീയതയുടെ, ഭക്തിയുടെ, സ്നേഹത്തിന്റെ, കരുണയുടെ മനസ്സുമുള്ള നമ്മുടെ ജീവന്റെ തുടിപ്പുകൾ ആദ്യമുണർന്നതിന്റെ മാതൃബിംബ ചിഹ്നങ്ങളാണ്. ഇതൊരു യാത്രാ വിവരണ പുസ്തകം എന്നതിനപ്പുറം ഒരു അമ്മയുടെയും മകന്റെയും ആത്മബന്ധത്തിന്റെ കഥയായി അവതരിപ്പിക്കുന്നതിനാണ് എനിക്കിഷ്ടം. ആകെ 207 പേജുകളാണ് ഈ പുസ്തകത്തിനുള്ളത്. അത് കൂടാതെ ഇവരുടെ യാത്രയുടെ മനോഹരമായ കുറച്ച് ചിത്രങ്ങൾ ഇതിന്റെ അനുബന്ധമായും ചേർത്തിട്ടുണ്ട്. 29 അധ്യായങ്ങളാണ് ഈ ഒരു പുസ്തകത്തിനുള്ളത്. ഇതിലെ ആദ്യ അധ്യായത്തിന്റെ പേര് അമ്മ എന്നാണ്. ആയിൽ തുടങ്ങുന്നു. അവസാന അധ്യായത്തിന്റെ പേര് അഹ എന്നാണ്. ഈ പുസ്തകത്തിന്റെ മുഖമൊഴിയിൽ പാടവരമ്പത്ത് നിന്ന് സൂര്യന്റെ യാത്രയെ നോക്കി അസൂയപ്പെട്ടിരുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ വരച്ചിട്ടിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ യാത്ര ചെയ്യാനുള്ള അഭിനിവേശം നമുക്ക് ഈ പുസ്തകത്തിലുടനീളം കാണാൻ കഴിയും. ഒരുപക്ഷെ ആ പെൺകുട്ടി നമ്മളുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് അമ്മമാരുടെ പ്രതിനിധികളുമാകാം. ആദ്യ അധ്യായത്തിന്റെ പേര് അമ്മ എന്നാണെന്ന് പറഞ്ഞു. അത് തുടങ്ങുന്നത് തന്നെ നിശാഗന്ധി പൂക്കുന്നത് കാത്തിരിക്കുന്ന കുട്ടിക്കാലത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ്. ഞാനും എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോവുകയുണ്ടായി. പണ്ട് ഇതുപോലെ നിശാഗന്ധി പൂർണ്ണമായും വിരിയുന്നത് കാണുന്നതിന് വേണ്ടിയിട്ട് ഉറക്കമുളച്ച് കാത്തിരുന്ന കുറെ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇതുപോലെയാണ് അമ്മമാർ കുട്ടികൾ സ്വപ്നം കണ്ട്, നല്ല സ്വപ്നങ്ങൾ കണ്ട് ചിരിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നത്, മക്കളുടെ സന്തോഷങ്ങൾ കാണാൻ കാത്തിരിക്കുന്നത് എന്നാണ് ഈ ഗ്രന്ഥകാരൻ പറയുന്നത്. ഗീതാമ്മയുടെ 3ാമത്തെ മകനായിട്ടാണ് ശ്രീ ശരത് കൃഷ്ണൻ ജനിക്കുന്നത്. പലരും 3ാമത്തെ കുട്ടിയായതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെക്കാം എന്ന് പറഞ്ഞെങ്കിലും ആ കുട്ടിയെ പ്രസവിക്കണമെന്ന ദൃഢനിശ്ചയം ഗീതാമ്മയ്ക്കുണ്ടായിരുന്നു. ജനനശേഷവും പല ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ അമ്മയുടെ ഒരു പൂർണ്ണമായും ഈ അമ്മയുടെ കൂടെയായിരുന്നു ഈ കുട്ടി എന്ന് പറയാം. ഇപ്പോഴും ഒരു കൂട്ടിരിപ്പുകാരിയായി ആ അമ്മ ആ മകന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. മക്കളുടെ വളർച്ചയിലും മക്കളുടെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ ഇരിക്കുന്നവരാണ് അമ്മമാർ. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്തായാലും അമ്മമാർ എപ്പോഴും മക്കളോടൊപ്പം കൂടെ ഉണ്ട്. പക്ഷെ മക്കൾ പലപ്പോഴും ലോകത്തിന്റെ നടുവിലേക്ക് ഇറങ്ങുമ്പോൾ, പുതിയ ചിറകുകൾ കിട്ടുമ്പോൾ അമ്മമാരിൽ നിന്നും അകന്നു പോകുന്നതായി കാണാം. അങ്ങനെ ഈ ലോകത്തിന്റെ നടുവിലേക്ക് ഇറങ്ങിയ എഴുത്തുകാരൻ വീണ്ടും അമ്മയുടെ ചിറകിനടിയിലെ സുരക്ഷിതത്വം തിരിച്ചറിയുന്നത് ഒരു ആക്സിഡന്റിന് ശേഷമാണ്. ആദ്യമൊക്കെ ചുറ്റുപാടും ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും അവസാനം അമ്മ മാത്രമാണ് തൻ്റെ കൂടെ ഉള്ളത് എന്ന് ഗ്രന്ഥകാരൻ തിരിച്ചറിയുകയാണ്. അവിടെ നിന്നാണ് ഞാൻ കണ്ടതെല്ലാം അമ്മയെയും കാണിക്കണം എന്ന തീരുമാനത്തിലേക്ക് ഈ എഴുത്തുകാരൻ എത്തുന്നത്. പക്ഷെ അതത്ര എളുപ്പമായിരുന്നില്ല. എല്ലാ ദിവസവും വടക്കുന്നാഥനെ കണ്ട് തൃപ്പുക തൊഴുത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ തോളിലേറ്റുന്ന അമ്മയ്ക്ക് ഓരോ യാത്രയ്ക്ക് ക്ഷണിക്കുമ്പോഴും ഒഴിവ് കഴിവുകൾ ഒരുപാടുണ്ടായിരുന്നു. തീന്മേശയിലിരുന്ന് മകനും കൂട്ടുകാരും പറയുന്ന യാത്രാ വിവരണങ്ങളിലൂടെ തൻ്റെ യാത്രാമോഹങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ അമ്മ. എങ്കിലും ഒരുപാട് നിർബന്ധങ്ങൾക്ക് ശേഷം ഒരു ബിസിനസ് സംബന്ധമായ യാത്രയ്ക്ക് മുംബൈയിലേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ സുഹൃത്ത് ജ്യോതിഷിന്റെയും മേഘ്നയുടെയും മകൻ കാശിയെ കാണാം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഈ അമ്മ
മുംബൈ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അതൊരു തുടക്കമായിരുന്നു. മുംബൈയിലെത്തി താജ് ഹോട്ടലിൽ ചെന്ന് അവിടെ താമസിക്കാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിച്ച മകനോട് അമ്മ പറഞ്ഞത്, ഇല്ലടാ, എനിക്ക് ചുമരുകളുടെ കെട്ടുപാടുകളില്ലാതെ യാത്ര ചെയ്യണം, സൂര്യനെ പോലെ എന്നായിരുന്നു. അങ്ങനെ 3 ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത മുംബൈ യാത്ര അവസാനിച്ചത് 10 ദിവസങ്ങൾ കഴിഞ്ഞാണ്. ആ യാത്രയിൽ അമ്മ പറഞ്ഞ ചില വാചകങ്ങൾ ഞാനിവിടെ പറയുകയാണ്. മോനെ ശരത്തെ, എൻ്റെ കുട്ടിക്കാലം ഞാനിപ്പോ കാണുന്നുണ്ട്. നമുക്ക് തിരിച്ചു പോകണ്ട ശരത്തെ, അമ്മയ്ക്ക് കണ്ടു മതി വന്നില്ലടാ. ഇനി എനിക്ക് യാത്ര പോകണം. നമുക്ക് സൂര്യനെ പോലെ ലോകം മുഴുവൻ കാണണം. അവിടെ നിന്നും യാത്ര പോകാൻ വിളിച്ചാൽ വരാനാകില്ല എന്നതിൽ നിന്നും എപ്പോൾ വിളിച്ചാലും പോകാമല്ലോ എന്ന് പറയുന്ന ഒരു ഗീതാമ്മയിലേക്കുള്ള പരിവർത്തനമായിരുന്നു. ഈ പുസ്തകത്തിലെ യാത്രകളുടെ വിവരണങ്ങൾ അതാത് സ്ഥലങ്ങളെ വളരെ മനോഹരമായി വായനക്കാരന്റെ മുന്നിൽ വരച്ചിടുന്നതാണ്. പൈതൃകവും സംസ്കാരവും ഇഴചേർന്ന അജന്തയും എല്ലോറയും, വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന ദുബായ്, ആത്മീയ സാന്നിധ്യം നൽകുന്ന ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളും വാരാണസിയും, മനസ്സിനെ കുളിരണിയിക്കുന്ന കുളു മണാലി ലേ, പുരാണങ്ങളിലേക്ക് കൈപിടിക്കുന്ന ശ്രീലങ്ക, സാഹസികത നിറഞ്ഞ റോത്താങ് പാസിലേക്കുള്ള ബൈക്ക് യാത്ര, ചരിത്രമുറങ്ങുന്ന ഡൽഹി, എല്ലാം കാഴ്ചകളുടെ മനോഹര അനുഭവങ്ങളാണ് വായനക്കാരന് നൽകുന്നത്. അത് ഓരോരുത്തരും വായിച്ചു തന്നെ അനുഭവിക്കണമെന്ന് ഞാൻ കരുതുന്നു. അത് വിശദീകരിച്ച് അതിൻ്റെ രസം കെടുത്താൻ ഞാൻ തയ്യാറാകുന്നില്ല. എല്ലാവരും ഈ പുസ്തകം വായിച്ചു തന്നെ അതിൻ്റെ മനോഹാരിത മനസ്സിലാക്കുക. അമ്മയെ കൂടാതെയുള്ള ഒരു യാത്ര മാത്രമാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. നാസിക്കിലെ കുംഭമേള കാണാനുള്ള യാത്ര. എന്തുകൊണ്ട് അമ്മയോടൊപ്പം ഇല്ലാത്ത ഒരു യാത്ര ഇവിടെ പറയുന്നു എന്ന് എനിക്ക് ആദ്യം സംശയം തോന്നി. പക്ഷേ വായിച്ചു വരുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഭൗതികമായി അല്ലെങ്കിലും അമ്മയെ കൈപിടിച്ചുള്ള ഒരു യാത്രയാണ് അതെന്ന് നമുക്ക് വായനയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഈ പുസ്തകം വായിച്ചപ്പോൾ ആ വായനയിൽ നിന്നുണ്ടായ ചില തോന്നലുകൾ ഞാനിവിടെ അവതരിപ്പിക്കാം. ഈ പുസ്തകം വായിക്കുന്ന എല്ലാ മക്കളിലും അമ്മയെയും കൊണ്ട് ഒരു യാത്ര പോകണം എന്ന ഒരാഗ്രഹം ഉണ്ടായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ ശരത് കൃഷ്ണൻ എഴുതിയ പുസ്തകമാണെങ്കിലും അതിൻ്റെ ഓരോ വരിയിലും അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്. ഇവരുടെ എല്ലാ യാത്രകളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും വടക്കുന്നാഥനിൽ നിന്നാണ്. അതുപോലെ തന്നെ ലോകത്തെവിടെ കാണുന്ന കാഴ്ചയെയും തൃശ്ശൂരിലെ ഏതെങ്കിലും ഒരു കാഴ്ചയുമായി ബന്ധിപ്പിക്കാൻ ഇവരെല്ലായ്പ്പോഴും ശ്രമിക്കുന്നതായും കാണാം. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അധികമൊന്നും പ്ലാൻ ചെയ്യാൻ നിൽക്കരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലും ഈ പുസ്തകം നൽകുന്നുണ്ട്. ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരുടെ മിക്ക യാത്രകളും പ്ലാനിൽ നിന്ന് വ്യതിചലിക്കുന്നതും അതുപോലെ തന്നെ മനസ്സ് പറയുന്നതിന് അനുസരിച്ചുള്ളതുമാണ് എന്ന്. ശരിക്കും ഈ പ്രോഗ്രാമിൽ ശ്രീ ശരത് കൃഷ്ണനും അതുപോലെ തന്നെ അമ്മയും പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ എനിക്കതിൽ സംശയമുണ്ടായിരുന്നു. മറ്റൊന്നും കണ്ടല്ല, ഈ പുസ്തകം വായിക്കുന്ന ആർക്കും സംശയം തോന്നും. കാര്യം എപ്പോഴാണ് ഇവർ യാത്ര പുറപ്പെടുക, എന്നാണ് ഇവരുടെ യാത്ര തീരുക എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അവരുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായതിനു ശേഷമുള്ള യാത്ര അതൊരിക്കലും സാധ്യമാവുകയില്ല. ഈ അമ്മയുടെയും മകന്റെയും ആദ്യ മുംബൈ യാത്ര ഒരു ബിസിനസ് സംബന്ധമായ യാത്ര കൂടിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കലും ഒരു സാധാരണക്കാരി എന്ന നിലയിൽ എനിക്ക് അംഗീകരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാനോ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ആ യാത്ര നടന്നത് എന്ന് പറയേണ്ടി വരും. കാരണം വീട് ജപ്തിയാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് തേടിയുള്ള ഒരു ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു ആ യാത്രയുടെ ഉദ്ദേശം. ആ മീറ്റിംഗ് അമ്പേ പരാജയമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ചിലപ്പോൾ തളർന്നു പോകാം. പക്ഷേ അമ്മയോടൊത്തുള്ള യാത്രയിൽ വിട്ടുവീഴ്ചയ്ക്ക് ശ്രീ ശരത് കൃഷ്ണൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോലെയുള്ള കുറെ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നും കുറച്ച് സമാധാനം കിട്ടുന്നതിന് വേണ്ടി മൊബൈൽ ഫോൺ പോലും ഉപേക്ഷിച്ച്
ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വിവരണവും ഈ പുസ്തകത്തിൽ കാണാം. നമ്മുടെ സങ്കടങ്ങളെ ശമിപ്പിക്കാനുള്ള, മുറിവുകളെ ഉണക്കാനുള്ള ഒരു ഉപാധി കൂടിയായി യാത്രയെ ഈ പുസ്തകം അവതരിപ്പിക്കുന്നുണ്ട്. ഈ യാത്രകൾ മകനേക്കാൾ കൂടുതൽ ആസ്വദിക്കുന്നത് അമ്മയാണോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇവരുടെ യാത്രകളുടെ റീലുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് കാണണം, കാണാൻ നല്ല ഭംഗിയുള്ള റീലുകളാണ്. ഈ അമ്മ മഞ്ഞുവാരി കളിക്കുന്നതും മഞ്ഞിൽ കാലിട്ടടിക്കുന്നതും ഈഫൽ ടവറിന്റെ മുകളിൽ നിന്ന് ചായ കുടിക്കുന്നതും അത് എത്ര മനോഹരമായിട്ടാണ് ആ അമ്മ ആസ്വദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊക്കെ യാത്ര പോകുമ്പോൾ നമ്മളുടെ അമ്മമാർ നമ്മളെയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ഇവിടെ പലപ്പോഴും ഈ മകന് അമ്മയെ നിയന്ത്രിക്കേണ്ടതായി വന്നു എന്ന് പലപ്പോഴും പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് തവണ ഈ പുസ്തകത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണ് അമ്മയ്ക്ക് ചായയോടും മകന് പാലിനോടുമുള്ള ഒരു പ്രിയം. പലയിടത്തും എഴുതി കാണുന്നുണ്ട്. അമ്മ എല്ലാ സ്ഥലത്തും, ഇവർ പോയ എല്ലാ സ്ഥലത്തും ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ടും പറയുന്നുണ്ട്, അമ്മ ഒരു ചായ കുടിച്ചു, ഞാൻ ഒരു പാല് കുടിച്ചു എന്ന്. അതിന്റെ ഒരു രഹസ്യം എന്താണ് എന്നുള്ളത് അവർ തന്നെ പറയുമെന്ന് വിശ്വസിക്കാം. അതുപോലെ വഴിയിൽ കാണുന്ന നായ്ക്കൾക്ക്, എവിടെ ചെന്നാലും വഴിയിൽ കാണുന്ന നായ്ക്കളോട് ഇവർ ഒരു പ്രത്യേക സ്നേഹം കാണിക്കുന്നുണ്ട്. എല്ലാ നായ്ക്കൾക്കും സുഡു എന്ന് പറയുന്ന ഒരു പേരാണ് ഇവരിടുന്നത്. കൂടാതെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരുടെ കരുതലുകൾ, യാത്രയിൽ സാരഥികളായും വഴികാട്ടുകളായും കൂടെ കൂടിയവർ, ഇവർക്കെല്ലാം ഒരു പ്രത്യേക സ്ഥാനം ഈ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. ഒരു അച്ഛനും മകനും കൂടിയോ അച്ഛനും മകളും കൂടിയോ യാത്ര ചെയ്യുന്നത് നമുക്കൊരു വലിയ സംഭവമായി തോന്നാറില്ല. പക്ഷെ പോയ വഴികളിലെല്ലാം ഈ അമ്മയെയും മകനെയും അത്ഭുതത്തോടെയും ആദരവോടെയും നോക്കുന്നവരെയും, ഇത്രയധികം യാത്ര ചെയ്തിട്ടും അമ്മയെ കൂടെ കൂട്ടാൻ കഴിയാത്ത സങ്കടം ഉള്ളിലൊതുക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. നമ്മള് പൗലോ കൊയ്ലോയുടെ ഒരു വാചകം എപ്പോഴും നമ്മൾ ആവർത്തിക്കുന്ന ഒരു വാചകമുണ്ട്. നമ്മൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് സാധ്യമാക്കാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെയും ഉണ്ടാകും. ഇതുപോലെ ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും ഈ ബുക്കിൽ കാണാനായിട്ട് കഴിയും. ഈ അമ്മയും മകനും എത്തുന്നിടത്തെല്ലാം ഏറ്റവും മനോഹരമായ സ്വീകരണങ്ങളാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദുബായിൽ എത്തുമ്പോൾ ഇവരുടെ സുഹൃത്തായ നൈല ഉഷ FM വഴി ആണ്, FM-ലൂടെയാണ് ഇവരെ സ്വീകരിക്കുന്നത്, ശരത് കൃഷ്ണനെയും അമ്മയെയും സ്വീകരിക്കുന്നത്. അതുപോലെ ഭീമാശങ്കർ ക്ഷേത്രം, അവിടെ ചെല്ലുമ്പോൾ അമ്മയുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഗുരുവായൂരപ്പന്റെ ചിത്രം കണ്ടതിന് ശേഷം ആ പൂജാരി അവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നതായും ഒക്കെ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ദുബായിൽ വെച്ച് മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആണ്. അച്ഛനോടൊപ്പം വർഷങ്ങൾക്ക് മുൻപ് ജോലി ആവശ്യത്തിനായി വന്ന സമയത്ത് ഈ അമ്മയും അച്ഛനും താമസിച്ചിരുന്ന ഷെയ്ഖ് കോളനിയിലെ ഫ്ലാറ്റിലേക്ക് അമ്മയെയും കൊണ്ടുപോകുന്ന ഒരു വിവരണമുണ്ട്. മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്ന ഒരു വിവരണമാണ്. അതുപോലെ തന്നെ ഈ പുസ്തകം വായിച്ചിട്ട് എനിക്ക് കാണണമെന്ന് അതിയായി ആഗ്രഹം തോന്നിയ ഒരു സ്ഥലം ശ്രീലങ്കയാണ്. പ്രത്യേകിച്ചും സിഗിരിയ എന്ന രാവണൻ കോട്ടയുടെ വിവരണം വളരെ മനോഹരമായി അത് വിവരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം ഞാൻ എൻ്റെ ലാപ്ടോപ്പ് തുറന്നപ്പോൾ വാൾപേപ്പറിൽ ഒരു മനോഹരമായ ചിത്രം കണ്ടു. ആ ചിത്രം എന്ന് പറയുന്നത് കുറെ പച്ചപ്പിന്റെ ഇടയിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാറ പൊങ്ങി നിൽക്കുന്നു എന്നുള്ള ആ രീതിയിലുള്ള ഒരു ചിത്രമാണ് കണ്ടത്. ഇപ്പൊ വാൾപേപ്പറിൽ ഏത് പുതിയ ചിത്രം കണ്ടാലും അതെന്താണ് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോ ഞാൻ അത് ചെക്ക് ചെയ്തപ്പോൾ അത് സിഗിരിയയുടെ ചിത്രമായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ട് എനിക്കത് തോന്നി. ഈ പുസ്തകം വായിച്ചിട്ട് നെക്സ്റ്റ് ഡേ തന്നെയാണ് ഞാനിത് കാണുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മലയാള മനോരമയുടെ ഒരു സപ്ലിമെന്റില് ഒരു ലേഖനം വായിച്ചിട്ടാണ് വാഗ അതിർത്തിയെ കുറിച്ചും അവിടെ നടത്തുന്ന ബീറ്റിംഗ് റിട്രീറ്റ് സെറമണിയെ കുറിച്ചുമൊക്കെ ഞാൻ ആദ്യമായി അറിയുന്നത്. അന്ന് ആ ലേഖനം വായിച്ചു തീർത്തപ്പോഴുണ്ടായ അതേ വികാരവും അവിടെ എത്തണമെന്നുള്ള അതേ ആഗ്രഹവും വീണ്ടും ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്കുണ്ടായി. നമ്മൾ ഈ പുസ്തകം കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു അമ്മയുടെയും മകന്റെയും യാത്രയാണ്. പക്ഷെ ഇത് അമ്മയുടെയും മകന്റെയും യാത്രയാണെങ്കിലും
അച്ഛന്റെ നിശബ്ദമായ ഒരു സാന്നിധ്യം പലപ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അച്ഛനെ അറിയുന്നവരെ യാദൃശ്ചികമായി കണ്ടുമുട്ടുന്ന അവസരങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളം അറിയപ്പെടുന്ന ഒരു യാത്രികനും എഴുത്തുകാരനുമായ ശ്രീ എം കെ രാമചന്ദ്രന്റെയും സൂര്യനെ പോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗീതയുടെയും മകൻ ഇതുപോലെ ഒരു യാത്രികനും എഴുത്തുകാരനുമായതിൽ അത്ഭുതപ്പെടാനില്ല. ഈ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായം അഹ എന്നാണ്. ഗീതാമ്മയുടെ ജ്യേഷ്ഠനായ ഡോക്ടർ ബാബു കൃഷ്ണകുമാറിന്റെയും അമ്മ കമലയുടെയും കഥയാണ് ഇതിൽ പറയുന്നത്. 12 വർഷം കിടപ്പിലായ അമ്മയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിച്ച ഒരു മകന്റെ കഥയാണത്. ഒരിക്കൽ അദ്ദേഹം ഗീതാമ്മയോട് പറയുന്നുണ്ട്, നീ ഭാഗ്യവതിയാണ്. അമ്മയുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം ഒരിക്കൽ പോലും എനിക്ക് ആസ്വദിക്കാനായിട്ടില്ല. നീ മകനോടൊപ്പം നടത്തുന്ന യാത്രയിൽ നിന്നിൽ ഉണ്ടാകുന്ന ആനന്ദം എത്ര വലുതാണെന്ന് ഞാനിപ്പോൾ അറിയുന്നുണ്ട്. ഇതിലും വലിയ ഒരു പുണ്യവും മകനെന്ന നിലയിൽ ശ്രീ ശരത് കൃഷ്ണന് ലഭിക്കാനില്ല. ഈ പുസ്തകം ഒരു അവസാനമില്ലാത്ത പുസ്തകമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ശേഷം എത്രയോ യാത്രകൾ അവർ ചെയ്തിട്ടുണ്ടാവാം. അതിൻ്റെ എല്ലാം പല റീൽസും വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ടാകാം. ഇവരുടെ യാത്രയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. എല്ലാ മക്കളെയും അവരുടെ അമ്മമാരെ കൊണ്ട് യാത്ര പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണിതെന്ന് ഞാൻ അത് പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ യാത്ര അനുസ്യൂതം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഇത്രയും നേരം കേട്ടതിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ടീച്ചറേ, നമ്മുടെ ശരത് കൃഷ്ണൻ വരും ഒരു 5 മിനിറ്റും കൂടി എന്ന് പറഞ്ഞിട്ട് SMS വന്നിട്ടുണ്ട്. വലിയ കോമഡിയാണ്. ഇദ്ദേഹം വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല, വേറെ അങ്ങനത്തെ സ്മാർട്ട് ഫോൺ പരിപാടികളൊന്നുമില്ല. നമ്മളാണ് അദ്ദേഹത്തിനെ സ്മാർട്ട് ഫോണിലൂടെ കാണുന്നെങ്കിലും അങ്ങനത്തെ പരിപാടികളൊന്നും അദ്ദേഹത്തിനില്ല. ഒരു 5 മിനിറ്റില് അദ്ദേഹം വരും. വന്നാലും ടീച്ചർ ഒന്ന് ഒരു ആഡ് ഓൺ പോലെ ഇതിനൊന്ന് ചുരുക്കി പറയാവുന്നതാണ് കേട്ടോ. അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, അദ്ദേഹം വരും. എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ കേട്ടവർക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. സുനിധി ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ. വളരെ മനോഹരായിരുന്നു. പറഞ്ഞ പോലെ കേട്ടിരുന്നു പോയി ടീച്ചർ ഇങ്ങനെ വിവരിക്കുന്നു. മാത്രല്ല യാത്രയോടൊക്കെ എത്ര അധികം സ്നേഹമുള്ള ഒരു വ്യക്തിയും കൂടിയാണല്ലോ. അതുകൊണ്ട് സൂപ്പറായിട്ട് അവതരിപ്പിച്ചു. വളരെ മനോഹരം എന്നേ പറയാനുള്ളൂ. പിന്നെ പുസ്തകം വായിക്കാത്തതിന്റെ ഒരു വിഷമമുണ്ട്. അടുത്ത ദിവസം തന്നെ കയ്യിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. വായിക്കണം എന്നുള്ളൊരാഗ്രഹവും യാത്രയോടുള്ള ഒരു ഇഷ്ടം കൂടി ഇതിൽ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്. കുട്ടികളെല്ലാവരും നമസ്കാരം. കുറച്ച് വൈകി പോയി സുനീതി കയറാനായിട്ട്. പനി പിടിച്ചു അതിന്റെ ക്ഷീണത്തില് സമയം പോയത് അറിഞ്ഞില്ല. കുറച്ച് അവസാനമായി കേട്ടുള്ളൂ സുനീതിയുടെ. നന്നായിരുന്നു കേട്ടോ. മുഴുവൻ കേൾക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നായിരുന്നു. കിടപ്പിലായിപ്പോയി. ഒരു യാത്ര കഴിഞ്ഞ് അതിന്റെ എന്താ പറയാ വയ്യാണ്ടായിപ്പോയി. വളരെ നന്നായിരുന്നു കേട്ടോ സുനീതി കുറെ കേട്ട ഭാഗങ്ങള്. യെസ്. അല്ലേ ടീച്ചർ, അതിനോട് ചേർത്ത് സംസാരിക്കാമോ? ശരത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ജസ്റ്റ് ഒന്ന് അവസാനിച്ചുള്ളൂ സുനീതി മിസ് പറഞ്ഞു. ഓക്കെ.
എന്തായാലും ഓൺ ടൈം അപ്പൊ കുഴപ്പമില്ല. പങ്കെടുത്തതിൽ വലിയ സന്തോഷം. സന്തോഷം സാറേ, സന്തോഷം സന്തോഷം സന്തോഷം. സുനീതി മിസ് ഒന്നും കൂടെ ഒന്ന് ചുരുക്കി പറയും മിസ്സേ. നമസ്കാരം സർ, ശരത് കൃഷ്ണൻ സർ. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യമേ പറയുകയായിരുന്നു, ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇത് അവതരിപ്പിക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഈ പുസ്തകം എന്റെ കയ്യിലേക്ക് തന്നത്. അത്ര അധികം ഒന്നും യാത്ര ചെയ്തിട്ടില്ല, കുറെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാനും അത്ര അധികം യാത്ര ചെയ്തിട്ടില്ല. ഇല്ല, അതിന്റെ ഒരു അംശം പോലും യാത്ര ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എന്തായാലും ഒരുപാട് പേർക്ക് മാതൃകയാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ. ഞാൻ പറയുകയായിരുന്നു, ഒരു അച്ഛനും മകളും യാത്ര ചെയ്യുന്നതോ അല്ലെങ്കിൽ അച്ഛനും മകനും ഒന്നിച്ച് യാത്ര ചെയ്യുന്നതോ ഒന്നും ഒരുപക്ഷെ ഒരു വലിയ സംഭവമായിരിക്കില്ല. പക്ഷെ ഒരു മകനും അമ്മയും, അത് മകൻ അമ്മയെയും കൊണ്ടുപോകുന്ന ഒരു യാത്ര, അതാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ എവിടേക്കാണോ എത്തിപ്പെട്ടിട്ടുള്ളത് ആ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വർണ്ണനകൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് അവിടെ ചെന്നതുപോലെയും അവിടെയുള്ള കാര്യങ്ങൾ കണ്ടതുപോലെയുമുള്ള ഒരു ഫീലിംഗ് കിട്ടും. അജന്ത, എല്ലോറ, അതുപോലെ ഞാൻ പറയുകയായിരുന്നു സിഗിരിയെ കുറിച്ചുള്ള വിവരണം കേട്ടപ്പോൾ എനിക്ക് അവിടെ എത്തണം, എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം തോന്നിയത് അവിടേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് തോന്നിയത് ഈ പുസ്തകം വായിച്ചതിന് ശേഷം. അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. പിന്നെ ഞാൻ ചോദിക്കുകയായിരുന്നു, ഇതിലെല്ലായിടത്തും അമ്മ ഒരു ചായ കുടിച്ചു, ഞാനൊരു പാല് കുടിച്ചു എന്ന് പലയിടത്തും റിപ്പീറ്റ് ചെയ്ത് കാണുന്നതായിട്ട് ഞാൻ പറഞ്ഞു. അതെന്താണ് അതിന്റെ ഒരു പിന്നിലുള്ള രഹസ്യം എന്തെന്ന് അറിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഈസി ഒരു ക്വസ്റ്റ്യനാ. കുറച്ചുകൂടി കട്ടിയുള്ള ചോദ്യം ചോദിക്കട്ടോ നമുക്ക് അടുത്ത്. അല്ല, അത് പലയിടത്തും റിപ്പീറ്റ് ചെയ്ത് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതെന്താ അറിയോ, ശരിക്കും പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, നമ്മളിപ്പോ വലിയ ആൾക്കാരുടെ എഴുത്തുകൾ കാണുമ്പോൾ നമ്മളൊരു കോപ്പി അടിക്കുമല്ലോ. ആക്ച്വലി നമ്മൾ പല ആൾക്കാരുടെയും എന്താ പറയാ, നമ്മൾ പറയില്ലേ, ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെ. എന്റെ ലൈഫിൽ എന്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് എന്റെ അച്ഛനാ. അച്ഛന്റെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം, അച്ഛൻ മിന്റിക്ക് ചായ കുടിക്കും. അപ്പൊ അതാ ഞാൻ അങ്ങനെ തന്നെ അഡാപ്റ്റ് ചെയ്ത. വേറെ അച്ഛന്റെ ഒരു, ഞാനിപ്പോ നേരത്തെ പറയുമ്പോ ഞാൻ പറയായിരുന്നു, ടീച്ചർ ഒന്നെങ്കിൽ ചിലപ്പോ MK രാമേന്ദ്രന്റെ ബുക്സ് വായിച്ച് കാണില്ല. കാരണം എന്റെ ഏറ്റവും വലിയൊരു കോംപ്ലക്സ്, ഒരു അപകർഷതാബോധം തന്നെ അച്ഛന്റെ ബുക്സിന്റെ ഒരു ലാംഗ്വേജോ സാൻസ്ക്രിറ്റോ സ്പിരിച്വാലിറ്റിയോ അതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടു എന്ന് പറഞ്ഞു. അത് ഞാൻ ഒരു 20 വർഷമായിട്ട് എന്നോട് പലരും പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാ. ഞാൻ അച്ഛന്റെ ബുക്സ് വായിച്ചപ്പോ ഹിമാലയത്തിൽ കൂടെ നടന്നു പോയ പോലെ തോന്നി, അച്ഛന്റെ ബുക്സ് വായിച്ചപ്പോ മഞ്ഞിനെ തൊട്ട പോലെ ഫീൽ ചെയ്തെന്ന്. പക്ഷെ എന്റെ ലാംഗ്വേജിൽ എവിടെയും അതില്ല. എന്റെ ലാംഗ്വേജ് ഒരു സാധാരണ ഒരു മോഡൽ ബോയ്സ് സ്കൂളിൽ പഠിച്ച ഞാൻ മനസ്സിലാക്കിയത്, എന്റെ ഈ എന്ന് പറയുന്ന ബുക്കിന് 2 സ്പെഷ്യാലിറ്റി ഉള്ളൂ. തുടക്കം മുതൽ അവസാനം വരെ അമ്മയുണ്ട്, ഫ്രം ദ ഫസ്റ്റ് പേജ് ടു ദ ലാസ്റ്റ് പേജ്. പിന്നെ വളരെ, അതായത് ഒരു സാധാരണ വലിയ വിദ്യാഭ്യാസവും വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇത്ര മലയാളം നോളേജ് ഉള്ള ഒരാൾക്കും ഒരു പുസ്തകം എഴുതാം. അതാണ് ഈ എന്ന് പറയുന്ന ബുക്കിന്റെ. അപ്പൊ ഞാൻ ഈ അടുത്ത് തൃശ്ശൂര് കേരള സംസ്ഥാനത്തില് മലയാളം എസ്സേ റൈറ്റിംഗില് ഫസ്റ്റ് വന്ന കുട്ടികളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ ഞാൻ ആലോചിക്കാം, അയ്യോ എന്നെക്കാളൊക്കെ എത്ര നന്നായി ലാംഗ്വേജിൽ എഴുതുന്ന കുട്ടികളാ. അവരൊന്നും ഇത് ടെക്സ്റ്റ് ആക്കിയില്ല, PDF ആക്കിയില്ല, അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്തില്ല. അവരിത് എഴുതി കഴിഞ്ഞു, കളഞ്ഞു. എന്നിട്ട് ഞാൻ ആ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ എടുത്തു വെക്കണം, ഇതൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ എന്താ പറയാ, ഒരു ബുക്ക് രൂപത്തിലേക്ക് ആക്കണം. കാരണം എന്നെ പോലെ ഒരു ഇത്രയും ബേസ് നോളേജ് ഉള്ള ഒരാൾക്ക് ഇത്രയും പറ്റിയെന്ന് പിന്നെ ഡെഫിനറ്റ്ലി അത്രയും എസ്സേ റൈറ്റിംഗിലൊക്കെ ഫസ്റ്റ് വന്ന കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് വലിയൊരു എന്താ പറയാ ഗ്രന്ഥം തന്നെ എഴുതാം ആക്ച്വലി. അപ്പം ഈ ചായകുടി പാലുകുടിയിലാണ് ചോദ്യമായിരുന്നത്. ഒറ്റ മിനിറ്റ്, അതിന്റെ ഇടയിൽ എന്റെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് എന്റെ അമ്മ. നമസ്കാരം. നല്ല ജലദോഷം. ദുബായ് യാത്ര കഴിഞ്ഞെത്തിയുള്ളൂ. ദുബായ് യാത്രയുടെ ഒരു ക്ലൈമറ്റ്, ആ ക്ലൈമറ്റിൽ നിന്ന് വന്ന് നേരെ ചൂടിലേക്ക് വന്നതിന്റെ ഒരു വ്യതിയാനം. ഇന്ന് രാവിലെ ചെന്ന് നെബുലൈസ് ചെയ്തൊക്കെ ചെയ്തു, ആന്റിബയോട്ടിക് പോകുന്നുണ്ട്. പക്ഷെ സാറ്
കൃഷ്ണകുമാർ സാറ് പറഞ്ഞിട്ടുള്ള ലൈവാന്ന് പറഞ്ഞ കാരണം ഒഴിവാക്കിയില്ല. അമ്മ പോയി ഗ്ലാമറായിട്ട് വന്നു അപ്പോഴേക്കും. എന്ത് ഗ്ലാമർ അവന്റെ കൂടെ പിടിച്ചു നിക്കണ്ടേ? അവൻ ഒരു സംസാരിച്ചു പറ്റിക്കും. കോളേജ് മൊത്തം ഇരിക്കുന്നുണ്ട് ഈ 4 പേരല്ല. ഞാൻ എന്തായാലും വെട്ടിത്തരെ പറയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ദുബായ് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? തൃശ്ശൂർ പൂരം ദുബായ് അടിപൊളി ഗംഭീര യാത്രയായിരുന്നു. ഒരു എന്താ പറയാ, ഞങ്ങള് രണ്ടാമത്തെ കൊല്ലം ഇപ്പൊ പോകുന്നത്. 6 കൊല്ലമായിട്ട് അവിടെ ദുബായിൽ തൃശ്ശൂർ പൂരം നടക്കുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു 3-4 എലമെന്റുകൾ അതും ഇതും, മടത്തിൽ വരവ്, കുടമാറ്റം ത്തിന്റെ ചെറുത്, പിന്നെ എന്താ പറയാ, എലഞ്ഞിത്ര മേളത്തിന്റെ ഒരു ചെറിയ, അങ്ങനെ കുറച്ച് കോമ്പോണൻസ് കൂട്ടിയിട്ട് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഒരു പരിപാടി. തൃശ്ശൂർ പൂരത്തിന് ഇല്ലാത്ത ഗാനമേളയുണ്ട്, അതാണ് വ്യത്യാസം. അത് പിന്നെ അവിടെ അതിന് വേണമല്ലോ, ഒരു പരിപാടിയുടെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് അത് വേണം. അത് കാരണം അവരതൊരു ഇവന്റ് ആക്കി മാറ്റി. 2 ദിവസം ഫസ്റ്റ് ദിവസം ഘടകപൂരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഘോഷയാത്രയായിരുന്നു. നമ്മുടെ ഇവിടെയുള്ള എല്ലാ 8 ഭഗവതിമാരുടെയും ഒരു ഘോഷയാത്ര. അതില് ജഡ്ജ് ഞങ്ങളായിരുന്നു, അൺഫോർച്ചുനേറ്റ്ലി. അതില് ഞാനിങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞു, ഘടകപൂരമായി ഇതിനെ കൂട്ടാൻ പറ്റില്ല, ഘോഷയാത്രയാക്കി കൂട്ടാം. കാരണം വെച്ചാൽ അതിന്റെ ഇടയിൽ തെയ്യം കൊണ്ടുവന്നു, ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ടുവന്നു. അപ്പൊ അത് ഒരു പ്രൊസഷൻ ആക്കിയേ കൂട്ടാൻ പറ്റുള്ളൂ. ഘടകപൂരങ്ങൾ എന്നുള്ള ഒരു കാറ്റഗറൈസേഷനിൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഘടകപൂരങ്ങൾ എന്ന് പറഞ്ഞാൽ ഘടകപൂരങ്ങൾ കൊട്ടിക്കേറുക എന്നുള്ള, വടക്കുന്നാഥനെ തൊഴുത് തിരിച്ചു പോകാന്നുള്ളൊരു ഒറ്റ അജണ്ടയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പം അത് പിന്നെ ഞങ്ങൾ ഘടകപൂരങ്ങളിൽ നിന്ന് മാറ്റി പ്രൊസഷൻ എന്നുള്ളൊരു രീതിയിലാക്കി. നല്ല, ബട്ട് ഒരു GCC ഒരു കൺട്രിയിൽ ഇത്രയും നമ്മുടെ ഒരു കൾച്ചറിനെ എക്സ്പോസ് ചെയ്ത് കൊടയും ചന്ദനത്തിരിയും ചന്ദനവും തിടമ്പും കൊടിയേറ്റവും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്, വലിയ കാര്യം. ആ കൽവിളക്ക് എല്ലാം വടക്കുന്നാഥനും വടക്കുന്നാഥന്റെ ഫുൾ ബാക്ക് ഡ്രോപ്പ്, ഫുൾ ഒരു വലിയൊരു ഹ്യൂജ് ബാക്ക് ഡ്രോപ്പ്. എന്നിട്ട് അതൊരു ഫൈബർ ആയിരുന്നു. അതിന്റെ ഡോറ് തുറന്ന് അതിന്റെ ഉള്ളിൽ കൂടെ ആനകൾ പുറത്തേക്ക് വരുന്നു. അപ്പൊ അത്രയും ചെയ്തു അവര്. ഹാറ്റ്സ് ഓഫ്. നമ്മള് എന്താ പറയാ, നമ്മുടെ ഒരു കൾച്ചറിനെ ഒരു ഇസ്ലാമിക് കൺട്രിയിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രസ്റ്റീജ്. അത് അവിടുത്തെ ഗവൺമെന്റും അതും അവരുടെ നാഷണൽ ഡേയുടെ അന്ന്, അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാനിങ്ങനെ റേഡിയോ പോലെ അങ്ങനെ പറഞ്ഞ് തുടങ്ങിയാൽ നിർത്തില്ല, പ്രത്യേകിച്ച് തൃശ്ശൂരിനെ കുറിച്ച്. ചിലപ്പോ ബോറടിക്കും കുട്ടികൾക്ക്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മാറ്റമുണ്ടോ? പുതിയതിൽ എന്തെങ്കിലും ആഡ് ഓൺ വന്നിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ കൊല്ലം ഒരു ദിവസമായിരുന്നു, ഈ കൊല്ലം 2 ദിവസമാക്കി. ആനകളുടെ എണ്ണം കൂടി, ഒരു ആന കൂടി. പിന്നെ ബാക്കിയുള്ളൊക്കെ സെയിം തന്നെ. ഇവിടുന്ന് കിഴക്കൂട്ടനിയന്മാരാറ്, മട്ടന്നൂരുണ്ടായിരുന്നു, ജയറാമേട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ പാറമേക്കാവിലെ അഭിഷേക് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും യങ്ങസ്റ്റ് പ്രമാണി പുള്ളിക്കാരുണ്ടായിരുന്നു. ഗംഭീര മേളായിരുന്നു, നല്ല അടിപൊളി. എന്താ പറയാ, ദുബായിക്കാരങ്ങട് ഞെട്ടി മേളം കണ്ടിട്ട്. അനിയേട്ടന്റെ കൈ ചെന്ന് പിടിക്കേണ്ടി വന്നു, ഒന്ന് നിർത്തനിയേട്ടാന്ന് പറഞ്ഞിട്ട്, അത്രയും ഗംഭീരായിരുന്നു. നമ്മുടെ സുനീതി മിസ് ഒന്ന് വീഡിയോയിൽ വരായിരുന്നു, ഇന്ന് പുസ്തകം അവതരിപ്പിച്ച. നമസ്കാരം മിസ്. നമസ്കാരം. ഈ തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു, ഈ പുസ്തകത്തിൽ ഉടനീളം എവിടെ ചെന്നാലും 52 തവണ എങ്ങനെ തൃശ്ശൂരിനുണ്ട്. ബന്ധിപ്പിക്കും 52 തവണ തൃശ്ശൂരിന് എഴുതിയിട്ടുണ്ടായില്. അത് ഒരു അരോചകത്വം തോന്നു ബാക്കി കോഴിക്കോടുകാർക്കോ തിരുവനന്തപുരംകാർക്കോ തോന്നൂന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു, എന്റെ നാടിനെ കുറിച്ച് ഞാൻ തന്നെ പറയണ്ട, വേറെ വല്ലവരല്ലല്ലോ പറയാ. അത് കാരണം ഇരുന്നോട്ടെ എന്ന് വെച്ചു. അതുപോലെ ഈ പുസ്തകത്തില് ഈ യാത്രകള് കൂടുതൽ ആസ്വദിക്കുന്നത് അമ്മയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. ഡെഫിനറ്റ്ലി അമ്മയുടെ ഒരു പെർപെക്ച്വൽ വിഷനാണ് അതില് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആണ്. വൈകി കിട്ടിയ ഭാഗ്യാണ് എന്റെ. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ യാത്ര, അത് ഇവനിലൂടെ കിട്ടിയത് എന്റെ ഒരു വലിയ ഭാഗ്യം. പിന്നെ ഈ മുംബൈ യാത്രയിലെ ഒരു ബിസിനസ് മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പിന്നീടാണ് അത് എന്ത് മീറ്റിംഗ് ആണെന്ന് കുറെ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് യാത്ര ചെയ്യാൻ തോന്നിയത്? അത് അങ്ങനെ വേണ്ടി വന്നു എന്ന് പറയില്ലേ. അത് തുടക്കം തന്നെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ, ഒരു ലോസ്റ്റ് എന്നുള്ളൊരു ലുക്ക് വരുമല്ലോ. അപ്പൊ ഞാൻ അത് കാരണം അത് പിന്നത്തെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയത്. ശരിക്കും പറഞ്ഞാൽ
ആദ്യം ഞാൻ അതങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തണോന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ നമ്മളിപ്പോ ഹൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കാര് അതിനെ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളതല്ല. അങ്ങനെയും ഒരു സിറ്റുവേഷനിൽ യാത്ര ചെയ്യാന്നുള്ളതാണ് ഞാൻ അതിൽ കൊണ്ടുവന്നത്. അങ്ങനെ മറ്റുള്ളവരും ചോദിക്കണം. സമയം കുഴപ്പമില്ല, സമയമുണ്ട്, നമുക്ക് സമയമുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചത്, ഈ തൃശ്ശൂർ പൂരത്തിന്റെ ദുബായ് നടത്തിയപ്പോഴത്തേക്ക് അവിടെ എങ്ങനെയാ ആനകൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണോ അതോ അവിടെ ആനകളുണ്ടോ? റോബോട്ടിക്സാ സാറേ, റോബോട്ടിക്സ് ഓ. ആനകളാ, ഒറിജിനൽ അല്ല. ആ ആ ആ നമ്മുടെ ആനയുടെ വലിപ്പം നമ്മളൊരു ആക്ച്വൽ രാമചന്ദ്രന്റെ സൈസിൽ തന്നെ ഉണ്ടാക്കിക്കുന്നതാ. പാമ്പാടി, ശിവസുന്ദർ, രാമചന്ദ്രൻ, എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ ഒറിജിനൽ ആനയുടെ സൈസിൽ തന്നെ ഉണ്ടാക്കിക്കുന്നതാ. അത് റോബോട്ടിക്സാ. കണ്ട ഒറിജിനൽ പോലെ നിൽക്കും. അനക്കും. കണ്ണനക്കും, ചെവിയാട്ടും, തുമ്പികൈ പൊക്കും, വാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. നമ്മളൊരു ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ ആന നോളജ് ഇല്ലാത്തവനാണെങ്കിൽ മനസ്സിലാവില്ല. ഞാനൊക്കെ ഇങ്ങനെ അവിടെ വെച്ചൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയായിരുന്നു, അതായത് ഒരു 15 വർഷം കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ തൃശ്ശൂരിന്ന് അങ്ങോട്ട് പോകേണ്ട ഒരു ഗതികേട് വരും നമ്മൾക്ക്. അതിലേക്കാ നമ്മുടെ പോക്ക്. ചിലപ്പോ ദുബായിൽ പൂരം കാണാൻ എങ്ങനെ പോണേ, ദുബായിക്ക് പൂരം കാണാൻ പോവാന്ന് പറയേണ്ടി വരും. ആനകളും പിന്നെ ഈ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസും ഒക്കെ ഭയങ്കര കൂടുതലല്ലേ ഇപ്പൊ. എല്ലാ പ്രാവശ്യവും തൃശ്ശൂർ പൂരത്തിന് ഒരു 2 മാസം മുമ്പ് തുടങ്ങും, ഈ കൊല്ലം തൃശ്ശൂർ പൂരം നടക്കില്ല എന്ന് പറഞ്ഞ് ന്യൂസ് തുടങ്ങും. അപ്പൊ റെസ്ട്രിക്ഷൻസിന്റെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു അത് ഓഫ് ലൈറ്റ് ഒരു 2 വർഷമായിട്ടുള്ള ഒരു ഇടപാടാണ്. അതിന് മുമ്പ് അങ്ങനെയുള്ള ഹിസ്റ്ററി ഒന്നും നമുക്കില്ലല്ലോ. അല്ല, ഒരു ലാസ്റ്റ് ഒരു 5 years ആയിട്ട് കണ്ടിന്യൂസ് ഉണ്ടല്ലോ. എല്ലാ കൊല്ലവും ഈ കൊല്ലം നടക്കില്ല. 2017 വെടിക്കെട്ട് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റേ വന്നത്. പിന്നെ അത് ഇവിടുന്ന് എല്ലാവരും കൂടി സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി കൊടുത്ത് എല്ലാവരും കൂടി. ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റ് നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് ഇല്ല. ഫ്രം ദ ബ്ലാസ്റ്റിംഗ് ടു ആൾക്കാർ നിൽക്കുന്ന ഗ്രൗണ്ടിലേക്ക് ആ ഡിസ്റ്റൻസ് ഇല്ല. പക്ഷെ തൃശ്ശൂരത്തെ കാര്യമായിരുന്നു എല്ലാവരും ഒരു വിട്ടുവീഴ്ച നടത്താറുണ്ടായിരുന്നു. പക്ഷെ പുതിയ വരുന്ന യങ്സ്റ്റേഴ്സ് ജനറേഷനുള്ള പോലീസുകാർ, IPSകാർ, കളക്ടർ, അവർക്ക് ആർക്കും ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അതിപ്പോ പഴയ മിനിസ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ രാജൻ, സുനിൽകുമാർ, ഇവരൊക്കെ അതിന് ഓക്കെയാണ്. കാരണം കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിരുന്ന ആൾക്കാരാ. പക്ഷെ പുതിയ ഈ യങ്സ്റ്റേഴ്സ്, പുറത്തുനിന്ന് വരുന്ന കളക്ടർ, പുറത്തുനിന്ന് വരുന്ന IPSകാർ, അവർക്കൊന്നും യാതൊരു ഒന്നുമില്ല. കറക്റ്റ് എത്ര മീറ്റർ ലോ പ്രകാരം ഉണ്ടോ അതിന്റെ അപ്പുറത്തൊന്നും നിന്നാ പറ്റൂ. വേറെ ചോദ്യം ഉത്തരം ഒന്നുമില്ല. കളക്ടർ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ലാത്തൊരു പ്രകൃത. പിന്നെ ഞാൻ ലൈവ് നിന്ന് കണ്ടിട്ടുള്ളതാണ്. കളക്ടർ പറയുന്നത്, സാർ ഒരു കാര്യം ചെയ്യും, ഒരു ലെറ്റർ തന്നുള്ളൂ, ഞാൻ നിർത്താം. ലെറ്റർ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതൊരു എന്താ പറയാ, ഒരു തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരും ഓഫീസർമാരും ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു പരിപാടിയാ. നിയമം നോക്കിയിട്ടല്ല ചെയ്തിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ അത് നിയമത്തിൽ വന്നപ്പോ ഭയങ്കര റെസ്ട്രിക്ഷൻസ് കൂടി. നമ്മൾ ഈ ചർച്ച തൃശ്ശൂർ പൂരം മാത്രമായി മാറുമെന്നൊരു സംശയം ഉണ്ട് എനിക്ക്. ഇല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സബ്ജക്ട് മാറ്റി ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം. ഇത് പറയാൻ എനിക്ക് ഭയങ്കര താല്പര്യം കൂടുതല. അത് കാരണം ഞാനും അത് പറഞ്ഞോണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറി ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഒരു ആയിക്കോട്ടെ. ഒറ്റവാക്കി ചോദിച്ചാൽ യാത്ര എന്ത് സമ്മാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? യാത്ര എന്ത് സമ്മാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടി. മറ്റത് ഈ റൗണ്ടിന്റെ ഉള്ളിലിരിക്കുമ്പോ ഞാനൊരു രാജാവിന്റെ പോലത്തെ ഒരു ഫീലായിരുന്നു. നമ്മൾ കുറെ ആൾക്കാരെ കണ്ടു, നമ്മൾ കുറെ മനുഷ്യന്മാരെ കണ്ടു, നമ്മളെ പല സിറ്റുവേഷനിലും കൈ തന്ന് സഹായിച്ചും പറഞ്ഞു തന്നും കൊണ്ടുപോയും കാണിച്ചു തന്ന ആൾക്കാരെ കണ്ടപ്പോ നമ്മൾ ഇവിടെ വെറുതെ ആനയാന്ന് പറഞ്ഞ് നടക്കാല്ലേ, ഒരു കഥയില്ല. ബിഗ് സീറോ ആണ് ഒരു റിയലൈസേഷൻ വന്നു. ഒന്നുമില്ലാത്ത ആൾക്കാർ വന്ന് നമ്മളെ ഭക്ഷണം നന്നായിരിക്കും, വഴി പറഞ്ഞു തന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നപ്പോ കാണാതെ പോയ ഒരു സ്ഥലത്തെ കുറിച്ച് കാണിച്ചു തന്ന ഒരാളായിരിക്കും. പല രീതികളിൽ പല ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്റെ യാത്രകളിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തില് ചെയ്യില്ലേ, വല്ലൊരു വഴി ചോദിച്ചു വന്ന് തെറ്റിച്ചു വീട്ടിലൊക്കെ ചെയ്യില്ലേ. അപ്പൊ ചെറുപ്പത്തിലൊക്കെ കോളേജിൽ പഠിക്കുമ്പോ ഒക്കെ നമ്മൾ ചെയ്യില്ലേ, ആരെങ്കിലും വഴി ചോദിച്ചു വരുമ്പോ തെറ്റിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. അങ്ങനെ ആ ഒരു ഡൈമെൻഷൻ ഓഫ് ലൈഫിന് ഒരു ചേഞ്ച് വന്നു. അത് എന്താ പറയാ, നമ്മള് ഇവിടെ ഈ നമ്മുടെ സിറ്റിക്കകത്ത് ഇരിക്കുമ്പോഴാണ് നമ്മള് എന്തെങ്കിലും ആന്നൊക്കെ തോന്നുന്നത്. ഇതിങ്ങനെ പട്ടം പൊട്ടിയ പോലെ ആ ഒരു ഹിമാലയൻ സോണില് അവിടെയുള്ള ആൾക്കാരുടെ ഒരു കൾച്ചറും
ഒരു എക്സ്ചേഞ്ച് ഓഫ് ലവും കാണുമ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ ആവണം, നമ്മളും നമ്മുടെ ആൾക്കാരോട് അങ്ങനെ പെരുമാറണം, അവരോട് അങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു തോട്ട് വന്നു തുടങ്ങി. പിന്നെ എനിക്ക് ഈ പുസ്തക പാരായണത്തിനകത്ത് കിട്ടിയ ഒരു ഇൻസൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ മാതാപിതാക്കൾ ഭയങ്കര ഭാരമായിട്ട് കണക്കാക്കുകയും ഗുരുവായൂർ നടയിലും പള്ളി ഈ ഉത്സവപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ കൊണ്ട് ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തിട്ട് അതിന്റെ മൂർധാന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്റെ അങ്ങനത്തെ ന്യൂസിന്റെ ഇടയ്ക്ക് ഒരു മകൻ അമ്മയെ കൈപിടിച്ച് ലോകം മുഴുവൻ കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നത് ലോകത്തിന് കൊടുക്കുന്ന ഒരു വലിയൊരു വെളിപാടാണ്. അതാണ് ഈ പുസ്തകമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു, ഞാനിപ്പോ ഇതിനകത്ത് നിന്ന് വളരെ ലേറ്റ് ആയിട്ട് നിങ്ങളുടെ റീൽസ് ഒന്നും കണ്ടിട്ടില്ല, മറ്റു പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. എന്തോ ഒരൊറ്റ ബുക്ക് എഴുതിയിട്ടുള്ളൂ, വേറെ എഴുതിയിട്ടില്ല. അല്ല, ഞാൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ആ പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, അത് തരുന്ന സന്ദേശം, അത് തരുന്ന സന്ദേശമാണ്. അമ്മ ഇങ്ങനെ ചിരിച്ചിരിക്കണ കാരണം ഉള്ളൊരു വൈബാണത്. അമ്മയെ കാണാൻ ഭയങ്കര ആ അമ്മ മകന്റെ ചെവിയെ തൊടുന്നതും മേത്തിങ്ങനെ സ്പർശിക്കണതേ, അതില് വളരെ ഞങ്ങൾ ഭയങ്കര അസൂയാലുക്കളാണെന്നാ പറഞ്ഞത്. മനസ്സിലായി? അയ്യോ, കണ്ടുവയ്ക്കല്ലേ, ഇത് മാത്രമല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാനുള്ള അല്ല, ഞാന് ശരത്തെ ഞാൻ പറഞ്ഞതിന് ഈ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷനിലെ ഡോക്ടർ സുനീത ഇവിടെ പറഞ്ഞ പോലെ, ഗുരുവായപ്പോഴത്തേക്ക് ആരോ പറഞ്ഞു ഇതിനെ വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ അമ്മ അന്നെടുത്ത ഡിസിഷൻ പ്രകൃതിയുടെ ഒരു നിയതിയുണ്ട്. അപ്പൊ അത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം അതിനൊരു മറുമരുന്ന്, മീൻസ് അതിന്റെ ഒരു റിസൾട്ട് അമ്മയ്ക്ക് കൊടുത്തതെന്നുള്ളത്, അത് ദൈവനിശ്ചയല്ലേ? അതിന് അമ്മയാണ് ആൻസർ. അത് അമ്മയുടെ വായിൽ എന്തെങ്കിലും പറയണം. കറക്റ്റ്? നമ്മളൊന്നും വേറൊന്ന് കിട്ടുന്ന ആഗ്രഹിച്ചിട്ടല്ല ചെയ്യണേ. ദൈവം എനിക്ക് തന്ന ഒരു ബ്ലെസ്സിങ് ആയിരിക്കും അത്, എന്റെ ആഗ്രഹങ്ങൾ നടത്തി തന്നെ. And we are also so proud of it. താങ്ക് യു സാറേ, താങ്ക് യു. ഞാനിങ്ങനെ ചിലവര് വന്ന് ഭയങ്കര, സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഭയങ്കര പ്രൗഡ് ഓഫ് ഇറ്റ് എന്ന് പറയുമ്പോ ഞാൻ എന്നിലേക്ക് തന്നെ ഒന്നുകൂടി നോക്കും, ദൈവമേ ഇത്രയ്ക്ക് എന്താ. നമസ്കാരം ശരത് സർ. നമസ്കാരം. ഞാൻ ഹീര ടീച്ചറാണ്, SNM ട്രെയിനിങ് കോളേജ് സുനിധി സാറിന്റെ കൊളീഗാണ്. അപ്പോ ഇതുമായിട്ട് അനുവദിച്ചൊരു ചെറിയൊരു ചോദ്യം, അതായത് ഓരോ യാത്ര ഒരു ഗ്യാപ്പ് എടുക്കാറുണ്ടോ? മനഃപൂർവ്വമായിട്ട് ഇത്ര നാൾ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് അടുത്ത യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുന്നത്? ഇല്ല, ഞങ്ങള് തൃശ്ശൂർ പൂരം പോലെയാ, ഒരു ഗ്യാപ്പ് ഇല്ല, കണ്ടിന്യൂസാ. ഒരു ദിവസം രാവിലെ 5:30 തുടങ്ങിയ പൂരം പിറ്റേ ദിവസം എന്താ പറയാ 48 മണിക്കൂർ കണ്ടിന്യൂസ് നടക്കുമല്ലോ. അത് കാരണം അതിന്റെ ഇടയിൽ ഇപ്പൊ ഞങ്ങൾ ഇന്നലെ രാവിലെ ദുബായിൽ നിന്ന് എത്തിയുള്ളൂ. ഇന്നലെ രാവിലെ ഇനി അടുത്തത് എങ്ങോട്ട് എന്നുള്ള ബാഗ് അമ്മ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. അതെപ്പോഴും അങ്ങനെ വിളിച്ച ഉടനെ പോവാൻ ഞാൻ മരുന്ന് പോലെ ഒരു കവറിലിട്ട് വെക്കും, എടുക്കുക, ബാഗിൽ വെക്കുക, ഓടുക. അപ്പൊ ഒരു ചേർത്തും ചോദിച്ചോട്ടെ, കഴിഞ്ഞ ഒരു വർഷത്തില് നടത്തിയ യാത്രകളിൽ ഏറ്റവും മനോഹരമായിട്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു യാത്ര? ഈഫൽ ടവർ കണ്ട കാഴ്ച. ഈഫൽ ടവർ അമ്മയുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ലൈഫിലെ, ജീവിതത്തില് കാണില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നിരുന്ന ഒരു സ്ഥലം. അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ്സിലൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ കണ്ട ഈഫൽ ടവർ ഞാൻ കളറില്, ഗോൾഡൻ കളറിൽ ഇങ്ങനെ തൊടുകയാണ്. അതൊരു ഭയങ്കര അച്ചീവ്മെന്റ്. എനിക്ക് എല്ലാം നേടി എന്നുള്ളൊരു സന്തോഷം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു സജഷൻ പറയാനുള്ളത്, അമ്മയോട് ഇപ്പോ മകനാണ് പുസ്തകം എഴുതിയത്, അമ്മ കണ്ട ലോകങ്ങളെ കുറിച്ചും അമ്മയുടെ അനുഭവങ്ങൾ. ഇനി അമ്മ പറഞ്ഞു കൊടുത്തിട്ട് മകനൊരു പുസ്തകം എഴുതണം, അമ്മയുടെ അനുഭവങ്ങൾ. ആയിക്കോട്ടെ. സാറ് ഈ ഔസേബ് സാറിന, കൃഷ്ണകുമാർ സാറേ, ഈ നമ്മുടെ പാരീസിലെ ആ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അത് ഭയങ്കര ഒരു ന്യൂസിലൊക്കെ വന്നു ആ വീഡിയോ. അമ്മ ഈഫൽ ടവറിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് ചായ കുടിക്കുന്ന ഒരു വീഡിയോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആ വീഡിയോ. അയച്ചു സാറേ, നമ്മളെല്ലായിടത്തും ഷെയർ ചെയ്യട്ടെ. അത് ചോദിക്കാനായിരുന്നു ശരത്ത്. ഈ
ഒരു ഒരു വിഷ്വൽ സെൻസ് ധാരാളമുള്ള ഒരു മനുഷ്യനാണ്. കാഴ്ച കണ്ടാൽ മാത്രം പോരല്ലോ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലും ആ ഒരു വിഷ്വൽ സെൻസ് നല്ലോണം ഉണ്ട്. ഒരുപക്ഷെ അച്ഛന്റെ പുസ്തകങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതെ. താങ്കളുടെ പുസ്തകം കിട്ടിയപ്പോ അതിനു മുമ്പ് ഈ കാഴ്ചകൾ അതിന്റെ ഒരു സൗന്ദര്യശാസ്ത്രം ഒന്ന് പറഞ്ഞുതരാമോ? നമുക്ക് ഒന്നുമില്ല, എങ്ങനെയാണ് നല്ലൊരു ഫോൺ ഉണ്ടായാൽ മതി, വേറെ ഒന്നുമില്ല. അത് നല്ലൊരൊറ്റ ഫോൺ. എൻ്റെ കയ്യിൽ ക്യാമറ പോലും ഇല്ല, ജസ്റ്റ് ഒരു ഫോൺ, ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ഒരു 2016, 17 അന്നൊക്കെ നമ്മൾ ജസ്റ്റ് വെറുതെ പിക്ചേഴ്സ് മാത്രമായിരുന്നു. അന്നും ഞാൻ ഇതുപോലെ പിക്ചേഴ്സ് എടുക്കുമായിരുന്നു, ഫോട്ടോസ് എടുക്കുമായിരുന്നു, വീഡിയോസ് എടുക്കുമായിരുന്നു. അന്നൊക്കെ എന്റെ കുറെ അല്ല, ഒരു 3-4 ക്ലോസ് ഫ്രണ്ട്സ് ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. നീ എന്തിനീ എല്ലാം ഫോട്ടോ എടുക്കണേ, എന്തിനീ എല്ലാം ഇങ്ങനെ സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആക്കി ഇടണേന്ന് ചോദിക്കും. ഇന്ന് എൻ്റെ 42,000 അമ്മയുടെ പിക്ചേഴ്സ് ഉണ്ട്. അവരുടെ ഒരു 10 ഉണ്ടാവുള്ളൂ. അപ്പോ അത് നമ്മളിങ്ങനെ കളക്ടിങ് മെമ്മറീസ് അല്ലെങ്കിൽ കളക്ടിങ് മൊമെന്റ്സ്, അല്ലെങ്കിൽ ഒരു 25 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ പണ്ട് പോയതാ എന്ന് പറയാലോ നമുക്ക്. ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ ഇങ്ങനെ കുട്ടികൾ വന്ന് ലഡാക്കിൽ പോയി എന്നുള്ള അവരുടെ ഒരു വാവ് ഫാക്ടറിൽ പറയുമ്പോ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ 2009 പോയതാ. എന്റെ ഉള്ളിലെ ഒരു മോഹൻലാൽ എനിക്ക് നിൽക്കും അപ്പോ. അച്ഛൻ 2000 പോയതാട്ടാ. അച്ഛനും ഞാനും എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിക്കുമ്പോ ഒന്ന് പറയാമോ? അച്ഛനും ഒന്നുമില്ല, ഞാനും. വട്ടം പൂജ്യം. പൂജ്യത്തിന്റെ അടിയിലാ നിക്കണേ. ഇനി മുകളിലേക്ക് കേറാൻ ഞാൻ നോക്കിയിട്ടുമില്ല. അതിന്റെ ഒരു പ്രേരണ തന്നെയല്ലേ ഈ യാത്ര എന്നുള്ള ആണ്. മോഹൻലാൽ. എനിക്ക് ഇപ്പോഴും എൻ്റെ ഒരു ബുക്ക് ഉണ്ട്. ഇങ്ങനെ അച്ഛനിങ്ങനെ ഞാൻ ആദ്യം ലഡാക്കിൽ പോകുമ്പോ എനിക്ക് പോണ്ട സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് എഴുതി തന്ന് അവിടുന്നുള്ള ഡയറക്ഷൻസ്. അന്നൊന്നും ഈ മറ്റേ ബോർഡർ സെക്യൂരിറ്റിയുടെ ബോർഡുകളില്ല. ഞാൻ ഒരു 10-40 കിലോമീറ്റർ വഴി തെറ്റിയൊക്കെ പോയിട്ടുണ്ട് ലഡാക്കിൽ വെച്ച്. അപ്പൊ അന്ന് അച്ഛൻ ഇങ്ങനെ കറക്റ്റ് നോട്ട് ചെയ്ത് എഴുതി തന്നിട്ടുണ്ട്. ആദ്യം ഇങ്ങോട്ട് പോകണം, അവിടെ നിന്നിട്ട് ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിയണം. അച്ഛനത് തൃശ്ശൂർ പോലെ വെള്ളം പോലെയാണല്ലോ ആ ഭാഗം. അവിടുന്ന് ഇന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ത്രിലോകിനാഥ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അവിടുന്ന് താഴോട്ട് വന്നിട്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് എൻ്റെ ആ മാപ്പ്. ഐ സ്റ്റിൽ ഹാവ് ദാറ്റ്. അച്ഛൻ അങ്ങനെ ഒരു പ്രേരണ വന്നത് എങ്ങനെയാണ്? ഈ കൈലാസ യാത്രകളും ഒരിക്കൽ അത് ചുമ്മാ ഹിന്ദു പേപ്പറിൽ കണ്ടപ്പോ അച്ഛൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാ. അതൊരിക്കലും കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഒരു പബ്ലിക് ഇതുണ്ടായിരുന്നു. ഒരു ചെറിയൊരു കോളത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കൈലാസ യാത്രയുടെ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട അഡ്രസ്സും സാധനം എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് വെറുതെ അപ്ലൈ ചെയ്താ കിട്ടി. അതന്ന് എത്രയോ 1,00,000 ചില്ലറ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നിട്ട് 52 പേരെ കൊണ്ടുപോകുള്ളൂ അന്ന്. അത് മിലിറ്ററി റൂട്ടിൽ കൂടെ എത്തനിക് ഉത്തരാഖണ്ഡിൽ നിന്ന് നടന്നു പോണ റൂട്ടാ. അതായത് 290 കിലോമീറ്റർ നടക്കണം. ഞാനും അമ്മയും ചുമ്മാ മാൻസറോവറിന്റെ മുമ്പിൽ ഹെലികോപ്റ്ററിൽ ചെന്നിറങ്ങി. വെറുതെ സിമ്പിളായിട്ട് നേരെ മാൻസറോവറിന്റെ മുമ്പിൽ ഒരു ഹെലികോപ്റ്ററിൽ വന്ന് താഴെ ഇറങ്ങി കൈലാസം പോയി. മൗണ്ട് ഇങ്ങനെ അമ്മയ്ക്ക് ഇന്നും കണ്ണടച്ചാൽ ആ മൗണ്ട് ഇങ്ങനെ വിസിബിളി, എന്താ പറയാ, നമ്മള് പറയില്ലേ, ക്രിസ്റ്റൽ ക്ലിയർ ആ നമുക്ക്. അത്രയും നേരം ഞങ്ങൾ ഇങ്ങനെ കൈലാസത്തിന്റെ മുമ്പിൽ ഞാൻ ഒരു ചെയർ ഇട്ടിട്ട് അവിടെ ഇരുത്തി, ഇവിടെ ഇരുന്ന് നോക്ക്, കണ്ണടക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ വടക്കുന്നാഥനില് മുമ്പില് ഗോളകയില്ലാതെ കാണുന്ന അതേ രൂപമാണ് നോർത്ത് ഫേസ്. സെയിം നോർത്ത് ഭയങ്കര ഫേസിന്റെ കാഴ്ചയാണ്. സെയിം റിപ്ലിക്കയാ നമ്മുടെ അവിടെ വടക്കുന്നാഥനിൽ. അതായത് നെയ്യൊഴിച്ച് നെയ്മലയായി. ശിവലിംഗം കാണില്ല. 200 വർഷമായിട്ട് ശിവലിംഗം ആരും കണ്ടിട്ടില്ല, തിരുമേനിമാര് പോലും കണ്ടിട്ടില്ല. അപ്പൊ അതിങ്ങനെ അഭിഷേകം ചെയ്ത് അതൊരു മൗണ്ടൻ പോലെ അപ്പൊ നിൽക്കുന്നത്. ആ സെയിം ഷേപ്പാ ഒറിജിനൽ മൗണ്ട് കൈലാസിന്റെ നോർത്ത് ഫേസ്. ഫ്രണ്ട് എന്നുള്ള ഫേസ് അല്ല, ആദ്യത്തെ ദിവസം പരിക്രമം കഴിഞ്ഞ് എത്തി കാണുന്ന ഒരു ഫേസ് ഉണ്ട്. ആ ഫേസ് എക്സാക്ട്ലി നോർത്ത് ഫേസ് സെയിം നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിലെ പോലെ തന്നെയാ. കൈലാസ് മാൻസറോവറും ഇതേപോലെ അമ്മ ഒരിക്കലും ജീവിതത്തിൽ എത്തിപ്പെടില്ല എന്ന് വിചാരിച്ചൊരു സ്ഥലമായിരുന്നു. നെവർ എവർ ഇൻ ലൈഫ് എന്നായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ 2018 വളരെ ലാഘവത്തോടെ വളരെ സുഖമായിട്ട് അത്ര ലാഘവൊന്നുമല്ല കേട്ടോ. പറയുമ്പോ നമുക്ക് സുഖമാണ്, പക്ഷെ നല്ല
നടന്നും നല്ല സ്റ്റീപ്പ് ട്രക്കിംഗ് ഉണ്ട്. ഉണ്ട്. പക്ഷെ കുഴപ്പമുണ്ടായില്ല. പറ്റും. ഈസിയായി ഞങ്ങക്ക് പറ്റി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വടക്കുന്നായിരുന്നു പോണ ആൾക്കാരല്ലേ, ഞങ്ങളെ കൈവിടില്ല. ആ ഒരു കണക്ടിവിറ്റി അവിടെ ചെന്നപ്പോ അനുഭവപ്പെട്ടോ? ഭയങ്കര കൗതുകമുള്ള ഒരു കഥയും കൂടിയും പറഞ്ഞാൽ ആരും ചോദിച്ചിട്ടില്ല, ചോദിക്കാത്തതാണ്. അതായത് ഈ ദലൈലാമയ്ക്ക് അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസാ ടിബറ്റില്. അപ്പൊ ഈ ടിബറ്റ് ഇൻഡോ ടിബറ്റ് ബോർഡറിൽ നമുക്കൊരു എമിഗ്രേഷൻ, ഒരു കൈലാസയാത്രി പെർമിറ്റ് വിസ അടിക്കാൻ വേണ്ടിയിട്ട്, വിസയല്ല ഒരു പെർമിറ്റ്, വിസ ഇല്ല, ഒരു കൈലാസയാത്രി സീലടിക്കും. ആ സീലടിക്കുന്ന നേരത്ത് നമ്മുടെ ഗൈഡ് നമ്മുടെ അടുത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ദലൈലാമയുടെ പിക്ചറോ ഫോട്ടോ ബുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റണം, അത് കയ്യിൽ വെക്കരുത്, അത് കൊണ്ട് ഉള്ളിൽ പോകരുത്, അവിടെ പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ എനിക്ക് അറിയാൻ ദലൈലാമയുടെ പിക്ചർ ഉണ്ട്. ഞാൻ ലഡാക്കിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് ഞങ്ങളൊരു സെൽഫി ഒക്കെ എടുത്തൊരു പിക്ചർ ഉണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ സ്പോട്ടിലിരുന്ന് തപ്പി എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ആ സെക്ഷൻ ഓഫ് പിക്ചേഴ്സും ഫുള്ള് കളഞ്ഞു. അത് കളഞ്ഞു കഴിഞ്ഞ് ആ സെക്യൂരിറ്റി ഓഫീസർ വന്ന്, അന്ന് എന്റെ ഫോണിൽ 2018 18,000 ഫോട്ടോസ് അങ്ങോട്ട് ഉണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ ടോപ്പ് ടു ബോട്ടം എല്ലാ ഫോട്ടോ ഇരുന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി. കംപ്ലീറ്റ് ഒരു തറോ ചെക്കായിരുന്നു. എല്ലാവരും നോക്കി, എന്റെ ഫോണിൽ ഒന്നുമില്ല. അത് കഴിഞ്ഞ് അമ്മ വരുന്നു, അമ്മയുടെ ഫോൺ കൊടുക്കുന്നു. അമ്മ പുതിയ ഫോണല്ലേ എന്നുള്ളൊരു രീതി, അമ്മയുടെ പുതിയ ഫോണായിരുന്നു. അപ്പൊ പുതിയ ഫോണല്ലേ, കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഏതായിരുന്നു ആ സിനിമ, നമ്മുടെ ഇന്നസെന്റിന്റെ മറ്റേ മോന്തയ്ക്ക് ഒരെണ്ണം കൊടുക്കണം, അപ്പൊ കാണാൻ ESI മാർക്ക് എന്ന് പറയുന്ന മൂവിയുടെ പേരെന്തായിരുന്നു സാറേ, മറന്നുപോയി. ലാലേട്ടന്റെ ആ വാനില ബിസ്ക്കറ്റ്, ദാക്ഷായണി ബിസ്ക്കറ്റ്സ്. മിഥുനം. അന്നനട, മിഥുനം, കറക്റ്റ്. ഓക്കെ, മിഥുനത്തില് ഇന്നസെന്റ് നിൽക്കുന്നു. അന്നത. ഓക്കെ, ഞാൻ അന്നമ്മനടയാന്ന് വെച്ചു. ഓക്കെ, സോറി. അപ്പൊ അമ്മ ഇങ്ങനെ ഫോൺ കൊടുത്തിട്ട് ആ ഓഫീസർക്ക് കൊടുത്തിട്ട്, നീ നോക്ക് അതിലെന്താ, പുതിയ ഫോണായുള്ള ഒരു കോൺഫിഡൻസിൽ പറഞ്ഞതാ. പക്ഷെ കംപ്ലീറ്റ് എന്റെ ഫോണിലെ ബാക്കപ്പ് ആ ഫോണിലുണ്ടായിരുന്നു. അപ്പൊ ആ ഓഫീസർ ഫോൺ എടുത്ത വശം കാണുന്നത് മിസൈല്, കാർഗിലില് ഞങ്ങൾ പോയപ്പോ എടുത്ത മിസൈല്. അപ്പൊ തന്നെ അയാളൊന്ന് നോക്കി അമ്മയുടെ മോത്തിക്ക്, ഇതെന്താ സംഗതി. അത് കഴിഞ്ഞ് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ താഴേക്ക് വരുമ്പോ താഴെ ദലൈലാമ, അവരുടെ ടിബറ്റിയൻ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മുഴുവൻ പിക്ചേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കില്ല, അയാൾ അത് കണ്ടില്ല. ഞാൻ ലിറ്ററലി അയാൾ കാണുക, സ്ക്രോൾ ചെയ്ത് പോകുമ്പോ എനിക്ക് കാണാൻ ദലൈലാമ, പക്ഷെ പുള്ളി അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പൊ ആക്ച്വലി നമുക്കറിയാം വി ആർ ബ്ലെസ്ഡ് എന്നുള്ളത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മളെ ഡീപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ജയിലിലിടാം, അല്ലെങ്കിൽ അപ്പൊ തന്നെ ഈ യാത്ര മുടക്കി തിരിച്ചു വിടാം. അത്രയും വിദ്വേഷം അവർക്ക് ദലൈലാമോട്. അപ്പൊ അന്ന് നമ്മൾ ആലോചിച്ചു, വടക്കുന്നാഥൻ അല്ലാണ്ട് ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. അപ്പൊ ദാറ്റ്സ് എ സ്മോൾ സ്റ്റോറി. സോ സോറി ഫോർ ടേക്കിംഗ് സോ ലോങ് ടൈം. ഇല്ലില്ല, ഇനി മറ്റുള്ളവർ ചോദിക്കട്ടെ. ഇത് വളരെ അന്നനട എന്തെങ്കിലും ചോദിക്കണ്ടോ? അന്നദ ഒരു യൂണിവേഴ്സിറ്റി മിമിക്രി താരം കൂടിയാണ് കേട്ടോ. നാഷണൽ ലെവലിലെ താരാണ്. അന്നദ. ഹായ് അന്നദ. ഹായ് സാർ. ഹായ് സാറ് ജോയിൻ ആവുന്നതിന് മുമ്പ് സുനീതി ടീച്ചർ വളരെ നല്ല രീതിയിൽ ഈ പുസ്തകത്തെ കുറിച്ചൊരു വിവരണം അവതരിപ്പിച്ചു. അത് കേട്ടപ്പം ആ പുസ്തകം വായിക്കണമെന്ന് തോന്നി. ഞാൻ സോഷ്യൽ മീഡിയയിൽ സാറിനെയും അമ്മയും കണ്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുമുണ്ട്. അതൊക്കെ കാണുമ്പോൾ മനസ്സിന് വലിയ സന്തോഷമാണ്. എന്റെ അമ്മയെ കൊണ്ട് പലപ്പോഴും യാത്ര പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭാവിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട് സാർ. രണ്ടുപേരെയും കാണാൻ ചില പെൺകുട്ടികളും ചില ആൺകുട്ടികളെ ഇങ്ങനെ ട്രാവലിംഗ് വിത്ത് മദർ ഇൻസ്പയർഡ് ബൈ ശരത് കൃഷ്ണൻ MR എന്ന് പറഞ്ഞ് ടാഗ് ചെയ്തിടും. എന്റെ ദൈവമേ, നമുക്കിനി എന്തും അതിന്റെ മുകളിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പറയില്ലേ, നമ്മളൊരു ക്ലൗഡ് ലൈനിലാ ആ ഒരു പോസ്റ്റ്. ആ യാത്ര ചെയ്യുന്ന ആ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ അമ്മയായിരിക്കും. പക്ഷെ അതിന്റെ അടിയിൽ ഒരു ലൈൻ അവർ ഇങ്ങനെ എഴുതിയിട്ടിട്ട് ടാഗ് ഇടുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കും, ഓ മതി, ഡൺ. അതാണ് സാർ, രണ്ടുപേരെ അമ്മയും മകനെ രണ്ടുപേരെയും ലൈവിലാണെങ്കിലും കാണാൻ സാധിച്ചതിലും ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ നടത്താൻ സാധിച്ചതിലും ഒരുപാട് നന്ദി. താങ്ക് യു സർ. താങ്ക് യു. സാർ, അമ്മ നമസ്കാരം. നമസ്കാരം.
സുസ്മിത ടീച്ചറാണ്, കോളേജിന്റെ പ്രിൻസിപ്പലാണ്. ഞാനും ഒരു ഓ യാത്ര ഹായ് ടീച്ചർ. കഴിഞ്ഞ് വന്ന് വയ്യാണ്ട് കിടക്കുകയാണ്. ഓ ഓ ഓ ഇവിടെ ഓ അതുകൊണ്ട് മോളുടെ അടുത്താണ്. ഇതുപോലെ എന്റെ മോളും എന്നെ കൊണ്ടുപോയതാണ് UK-ലേക്ക്. എന്നെയും ഓ ഹസ്ബൻഡിന്റെയും UK-യിൽ 1 മാസം ഇഷ്ടായോ കറങ്ങിയിട്ടാ വന്നത്. ഇപ്പൊ ഇഷ്ടായോ വളരെ ഇഷ്ടമായി. ഇപ്പൊ പക്ഷെ ഇപ്പൊ നല്ല ക്ലൈമറ്റ് അല്ലാത്തതുകൊണ്ട് അധികം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. വിന്റർ ഭയങ്കര സീസൺ സ്നോ ആല്ലേ തുടങ്ങിയില്ലേ അപ്പൊ? അവിടെ. പോലെ അതെ അതെ. അതിന്റെ ഒരു ഇവിടെ ഇറങ്ങിയപ്പോ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു അസുഖവും കിട്ടി, കിടപ്പിലായി പോയി. അങ്ങനെ എന്തായാലും വളരെ സന്തോഷം ഞങ്ങളുടെ ഈ എന്ത് വായനാഴ്ച. കിടന്നാലും നമ്മള് ഞാൻ കണ്ടില്ലേ, സന്തോഷിച്ചില്ലേ? അതെ അതെ അതെ, വളരെ സന്തോഷം. ഈ യാത്രാനുഭവങ്ങൾ നേരിട്ട് ശരത് സാറിന്റെ അമ്മേനെയും കാണാൻ സാധിച്ചതിലും ഒക്കെ വളരെ സന്തോഷം. പിന്നെ ഞാനും ടീച്ചറെ ഇതുപോലെ സാർ. ശരത്ത് എന്ന് വിളിച്ചാൽ മതി. നമ്മളെ ഓക്കെ, താങ്ക് യു കാണുമ്പോഴും ശരത്. വായിക്കുമ്പോഴും ഒന്നും ആ സുഖം കിട്ടില്ല, തൊട്ടറിയുമ്പോ മാത്രമേ ആ സുഖം കിട്ടുന്നുള്ളൂ. അതെ 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 അതെ. പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ ഈ റീൽസ് ഒക്കെ കുറേ കണ്ടിട്ടുണ്ട്. അതിൽ ആ തക്കാളി ഫെസ്റ്റിവലിൽ അമ്മ അങ്ങനെ ആസ്വദിക്കുന്നത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. എന്താ പറയാ, ആ ഫിലിം കണ്ടപ്പോ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക് എത്തണമെന്നൊക്കെ. ആ ആ ആ അങ്ങനെ അതിൽ കിടന്ന് അമ്മയും മകനും കൂടി ഇങ്ങനെ ആ തക്കാളിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞ് കളിക്കണം. ആഘോഷിക്കങ്ങട്. അതെ അതെ. പിന്നെ എനിക്ക് കുറച്ചു തോന്നിയിട്ടുള്ളത് കാലം എപ്പോഴും ഒരു സന്തോഷിക്കണ്ടേ. അത്ഭുതം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ എവിടെ പോകുമ്പോഴും ഇത്രയും തണുപ്പുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ പോലും അമ്മ ഈ സാരിയിൽ തന്നെ വളരെ സുന്ദരിയായിട്ടാണ് അവിടെയൊക്കെ നടക്കുന്നത് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ ഇപ്പൊ എനിക്ക് ഇവിടുന്ന് കംഫർട്ടാണ് പോകുന്നവർ സാരി. ഈവൻ അതെ, അതെങ്ങനെ അത് പറ്റുന്നു, ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ അത് അങ്ങനെ സാധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര നമ്മുടെ കൾച്ചർ അവിടെയും കീപ്പ് ചെയ്യുന്നതിലൊക്കെ വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട് എപ്പോഴും. ഈ ഈഫൽ അത് ടവറിൽ ഞങ്ങൾ പോയപ്പോഴേ അവിടുത്തെ ഒരു അതെ. മാഗസീനിൽ നമ്മുടെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. അപ്പോ ഹൗ ഡു യു ക്യാരി യുവർ കൾച്ചർ എന്നായിരുന്നു ഒരു ചോദ്യം. അപ്പൊ അതെ ഞാൻ അതെ. പറഞ്ഞു യു ക്യാൻ സീ മൈ കൾച്ചർ ഓൺ മീ എന്ന് പറഞ്ഞു. അതെ, ശരിക്കും അത് എനിക്ക് അത്ഭുതം ആ, തോന്നിയിട്ടുണ്ട്. നമ്മള് സാധാരണ ഒരു ടൂർ പോകുമ്പോൾ ഒരു അടുത്ത സ്റ്റേറ്റിലേക്കോ അടുത്ത ജില്ലയിലേക്കോ പോകുമ്പോഴേക്കും നമ്മള് മോഡേൺ ആവാനാണ് നമ്മുടെ പലരുടെയും ഒരു ശ്രമം. പക്ഷെ ആ, അത് വളരെ കേരള തനിമയോടുകൂടി ഇത്രയധികം രാജ്യങ്ങൾ ഇങ്ങനെ കറങ്ങുന്നത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഈഫൽ ടവറിൽ ഞാനിങ്ങനെ മുണ്ടെടുത്ത് കയറിയപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, മുണ്ടെടുത്ത ആൾക്കാർ ഇതിനു മുമ്പ് പോയിണ്ടാവും, പക്ഷെ ആരും അത് ആ, പോസ്റ്റ് ചെയ്തിണ്ടാവില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ആ, ഞാനായിരിക്കില്ല ഒരിക്കലും ആദ്യമായിട്ട് അമ്മയെ യാത്ര കൊണ്ടുപോയ ഒരാള്. കഴിഞ്ഞ ദിവസം ഉം, ഒരു പരിപാടിയിൽ ഇങ്ങനെ ആദ്യമായിട്ട് അമ്മയും കൊണ്ട് ഹിമാലയം പോയ ആളെന്ന്, ഞാൻ ഒരിക്കലും അത് ഞാനല്ല. കാരണം അതിനു മുമ്പും ആൾക്കാർ ഉം, പോയിട്ടുണ്ട്, പക്ഷെ അത് അവർ അതെ. പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ, ഈ ഒരു വിസിബിലിറ്റി വന്നിട്ടുണ്ടാവില്ല എന്നുള്ളൂ. അത് ഈ ഇന്നത്തെ കാലത്ത് ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണമാണ്. ഞാൻ എപ്പോഴും പല സ്ഥലത്തും പറയാറില്ല, ഞാൻ ആക്ച്വലി ഒരു ഇൻഫ്ലുവൻസർ അല്ല, ഞാനൊരു ശിക്കാരി ശംഭുവാ, ഒരു ഫ്ലൂക്കിൽ ഇൻഫ്ലുവൻസർ ആയ ഒരാളാണ് ഞാൻ. എന്നുവെച്ചാ ഞാൻ എന്നാലും സഞ്ചാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഒരു ആ, ആ, സുഹൃത്ത് അതിരപ്പള്ളിയിലേക്ക് പോയ ഒരു ഒരു ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഷോർട്ട് നോട്ട് എഴുതിയിട്ട് കുറച്ച് ഫോട്ടോസ് ആക്കി ഇട്ടു. എന്നിട്ട് അതിന് ഉം, ഭയങ്കര വ്യൂസും ഭയങ്കര ലൈക്സ് ഒക്കെ. അപ്പൊ ഞാൻ അന്ന് ലഡാക്ക് അടിച്ച് ഞങ്ങള് ബൈക്കിലൊക്കെ പോയിട്ട് വന്നിരിക്കുന്ന സമയാ. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്നാ ഉം, പിന്നെ എനിക്ക് ഇട്ടൂടെ, ഞാനൊരെണ്ണം ഇട്ടേക്കാന്ന് വെച്ച് ഞാനൊരു ജസ്റ്റ് ഉം, ഒരു ഷോർട്ട് നോട്ടും ഒരു ഒരു 5 പടം, ഉം, ഞാനും അമ്മയും ഉം, ഉം, ബൈക്കിലിരിക്കുന്നത്, ഞങ്ങളും ഉം, ഐസിൽ ഉം, നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു 5 പടം. പിറ്റേ ദിവസം ഉം, രാവിലെ എനിക്ക് കണ്ണ് കാണാനില്ല. ഫോൺ കോൾസ്, TV ഉം, ഇന്റർവ്യൂസ്, പേപ്പറുകാര്, മീഡിയ വീടിന്റെ മുമ്പിൽ വന്ന എല്ലാവരും ഞാൻ എന്നെ ഞെട്ടിപ്പോയി, ഇത് എന്താ ഇവിടെ പറ്റിയേ. ഒരു ഒരു 10-25,000 മെസ്സേജ്, ഫേസ്ബുക്ക് ഹാങ് ആയി, എന്റെ ആകെ ഉം, തിക്കും തിരക്കായി. അപ്പൊ ഞാൻ ആക്ച്വലി അതിനു മുമ്പും ഒരുപാട് പേര് അമ്മമാരെ കൊണ്ട് ട്രിപ്പ് പോയിണ്ടാവും, എനിക്ക് ശേഷവും ഡെഫിനറ്റ്ലി ആൾക്കാർ പോകുന്നുണ്ടാവും. പക്ഷെ നമ്മളത് നേരത്തെ ഉം, കൃഷ്ണകുമാർ സാർ പറഞ്ഞ പോലെ അതെങ്ങനെ നമ്മള് പോസ്റ്റ് അതെ. ചെയ്തു, ഉം, അത്രേ ഉള്ളൂ. ഉം, അതെ. ഏതായാലും വളരെ സന്തോഷം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ നേരിട്ട് വന്നതിലും ഞങ്ങളോട് എല്ലാവരോടും. സന്തോഷം സന്തോഷം സന്തോഷം. ഓക്കെ, താങ്ക് യു. ഒരു ദിവസം താങ്ക് യു. കോളേജിൽ അതിലേ പോകുമ്പോ നമ്മുടെ കോളേജ് ഡെഫിനറ്റ്ലി അടുത്ത് തന്നെയാണ്. വരണം വരാം, എന്തായാലും ഡെഫിനറ്റ്ലി. തീർച്ചയായിട്ടും. ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറ് പറഞ്ഞു ലൈവിലെങ്കിലും വന്നാ മതി എന്ന്. ഞാൻ തെറ്റിക്കേട്ടതായിരിക്കും, ലൈവിലെങ്കിലും വന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ കോളേജിലേക്ക് വരാം, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു ഞാൻ. ഞാനും തൃശ്ശൂരുകാരി തന്നെയാണ്. തൃശ്ശൂർ പൂത്തോള് പെൻഡ പാർക്കിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ ഓ അത് താമസിക്കുന്ന ശരി, ആള്. പെൻഡാ പാർക്ക് എന്റെ ഫ്രണ്ട്സ് ഉള്ള സ്ഥലാ, ഞാൻ വരാറുണ്ട് അവിടെ. ആണല്ലേ? ഓ ഓ ഇപ്പൊ അത് ഓ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അവിടെ. ഓ അത് പിന്നെ ശരി, ഈ അത് സാറ് ശരി. നേരത്തെ പറഞ്ഞ ദുബായിലും കുറെ നാൾ താമസിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളല്ല ഓണം ആഘോഷിക്കുന്നത്, ദുബായിലും അവര് ഗൾഫ് ഡിസംബർ വരെ നാടുകളിലുള്ള ഓണം അവരാണ്. ആഘോഷിച്ചിട്ടുണ്ട്.
അതെ. അതുപോലെ ഇപ്പൊ തൃശ്ശൂർ പൂരവും നമ്മളല്ല, ഇനി അവരാണ് ആഘോഷിക്കാൻ അതെ പോകുന്നതല്ലേ. അതെ 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 അതെ. ഉം. അതെ, ഏതായാലും സന്തോഷം. സന്തോഷം താങ്ക് ടീച്ചറെ, യു. സന്തോഷം സന്തോഷം. അന്നട ഒരുപാട് അന്നട പോയിട്ടില്ല. ഇല്ല അന്നട ഒരുപാട് അവിടെ ഉണ്ട്. അന്നടെ മുമ്പിൽ കിടക്കണ്ട, അത് അന്നടയെ കാണുന്നത്. ഇപ്പൊ സുനീതി മിസ് പുസ്തകം അവതരിപ്പിക്കുമ്പോ ഒരു കാര്യം പറഞ്ഞിടയില് ആ ശരത്തും അമ്മയൊന്നും വരലൊന്നും ഉണ്ടാവില്ല, ചിലപ്പോ അടുത്ത യാത്രക്ക് പോയിണ്ടാവുന്നു. അയ്യോ ഇല്ല. ഞാൻ ഇന്നിവിടെ കാഞ്ഞാണിയിലൊരു മേള ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഇന്നൊരു സാറിന്റെ ലൈവ് ഉണ്ട്, അതിൽ കേറാതിരിക്കാൻ പറ്റില്ല, അത് കാരണാന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഞങ്ങള് വളരെ ബ്ലെസ്ഡ് ആയി. അതുപോലെ ഒരു അന്ധവിശ്വാസമല്ല, സാധാരണ സംഭവിക്കുന്നതാണ്. നമ്മുടെ കോളേജിന്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഗസ്റ്റ് ആയിട്ട് വന്നാൽ പിന്നെ അങ്ങോട്ട് ഇനി കൂടുതൽ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും. അയ്യോ മറ്റേ വേണ്ട എന്നാ ഞാൻ വരുന്നില്ല, എനിക്ക് എന്നെ പിടിച്ചാ കിട്ടണം. അല്ല വന്നു കഴിഞ്ഞല്ലോ. അപ്പൊ ഇതിപ്പോ നേരിട്ട് കണ്ട പ്രതീതിയാണ്. ഇപ്പൊ അവിടെ വീട്ടിൽ വന്നിരുന്ന് ചായ മേശയുടെ അപ്പുറം ഇപ്പുറം ഇരിക്കണ പോലത്തെ ഒരു പ്രതീതിയിലാണ് അതെ ഞങ്ങൾ അതെ ഇരിക്കുന്നത്. അതെ. അമ്മ വളരെ സന്തോഷം. ചോദിക്കണം കേട്ടോ, ഇത് വളരെ വിരളമായതാണ്. ഇനി തീരെ പിടിച്ചാൽ കിട്ടാതെ അവർ രണ്ടുപേരും. ഹലോ സാറേ, സാർ. അമ്മേ. ഹായ്. ഹലോ, ആരാണ്? രണ്ടുപേര് വന്നല്ലേ. അമ്മേ നമസ്കാരം. 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 ഓക്കെ, ഞാൻ സരിത, കോളേജിലെ ടീച്ചറാണ്. ഓ അതിനപ്പുറം തൃശ്ശൂരുകാരിയാണ്. ഓ. തൃശ്ശൂരുകാരോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷാണ്. അത് കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷം. അതെ. ആ, അപ്പോ യാത്രകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ട്. കൊച്ചു കൊച്ചു യാത്രകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മതി ചെറുതൊന്ന് ചെയ്തു തുടങ്ങിയാ മതി. അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ ചെറുതൊന്നല്ല ഇപ്പൊ കേൾക്കാം. ഇല്ല, അതെന്ന് വെച്ചാൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ നല്ലോണം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലുള്ള കുറെ സ്ഥലങ്ങളും പിന്നെ കാശ്മീരുമാണ് പോയിരുന്നത്. പിന്നെ വേറെ കുറെ സ്ഥലങ്ങൾ ആഗ്രഹം, നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോ ഞാൻ എന്റെ ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞു. ഞാൻ ലിസ്റ്റ് ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ എടുക്കുകയാണ്. കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കണപ്പോ. വെറുതെ പറയാ, ഇനിയുണ്ട്. അമ്മയ്ക്കുള്ള എനിക്കില്ല. അല്ല, ഞാനിപ്പോ അമ്മയുടെ ഭാഗത്ത് നിന്നിട്ട് ചിന്തിക്കുന്നത്, ഞാൻ ആലോചിക്കായിരുന്നു ഈ അമ്മക്ക് ഇങ്ങനെ ഒരു മോനെ കിട്ടിയതുപോലെ എനിക്കൊരു മോനുണ്ട്. എന്റെ മോനെ ഇതൊക്കെ ഒന്ന് കേൾപ്പിക്കണം, വായിപ്പിക്കണം, എന്നിട്ട് വേണം ഭാവിയിൽ അവൻ എന്നെ കൊണ്ടുപോകാന്നാണ് ഞാൻ ഈ നിമിഷം ആഗ്രഹിച്ചത് കേട്ടോ. കാരണം ഇപ്പോൾ ഞാൻ സ്വന്തം റിസ്കിലാണ് പോണത്. കുറച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ എന്റെ മോനും എന്നെ കൊണ്ടുപോകണമെന്ന് വെറുതെ ഒരു ആഗ്രഹം ഈ ഒരു പുസ്തകത്തെ പറ്റി കേട്ടപ്പോ എനിക്ക് തോന്നി. കാരണം ഇന്നത്തെ പത്രത്തില് മനോരമയില് അതൊരു കോയിൻസിഡൻസ് പോലെ രണ്ട് അമ്മമാരുടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. കണ്ണൂരുള്ള രണ്ടമ്മമാര് ചെറുപ്പത്തില് കൂട്ടുകാരികളായിരുന്നു. അവരെന്നിട്ട് ഇപ്പോ കണ്ണൂർ അവരെല്ലാ സ്ഥലങ്ങളിലും യാത്ര പോകുന്ന എന്നൊരു റൈറ്റപ്പ് വായിച്ചു. അപ്പൊ ഞാൻ വെച്ചു ഇന്ന് ഞങ്ങള് വായിക്കാൻ പോകുന്ന പുസ്തകത്തിൽ ഇതുപോലൊരു കണ്ടന്റ് ഇന്ന് പത്രത്തിൽ വന്നല്ലോ എന്നുള്ളൊരു കോയിൻസിഡൻസ്. അപ്പൊ ഞാൻ മുഴുവനും വായിച്ചു. അപ്പൊ അപ്പോഴവര് പറയുന്നതാണ് യാത്ര ചെയ്യുന്നതിന് ഒരു പ്രായമൊന്നുമില്ല. അവർക്ക് 72 വയസ്സ് കഴിഞ്ഞവരായിരുന്നു. അപ്പോ അവർ രണ്ടുപേരുടെയും ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഞങ്ങൾക്കും വയസ്സാകുമ്പോ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചിന്ത ഞാനൊരു ഉണ്ടായിരുന്നു. സജഷൻ പറഞ്ഞുതരാം. നമ്മൾ ആ പ്രായമാവാൻ വേണ്ടി നിക്കണ്ട. ഇപ്പൊ ഇല്ലില്ല. നമ്മുടെ കയ്യിലുള്ള ആരോഗ്യവും ഇതൊന്നും ആ പ്രായത്തിൽ ഉണ്ടാവില്ല. അപ്പോ അത് ഇപ്പൊ പറ്റണ ശരിയാണ്. പോലെ ലീവ് എടുക്കുക, പറ്റണ പോലെ കോളേജിൽ പോവാണ്ടിരിക്കുക, പറ്റണ പോലെ പ്രിൻസിപ്പള് കൂടെ കേൾക്കുന്നുണ്ടല്ലോ. പ്രിൻസിപ്പാള് കൂടി ഉണ്ടല്ലോ അല്ലേ? പോയ പ്രിൻസിപ്പാള് ഇല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അയ്യോ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു വയ്യാത്ത കാരണം പോയിണ്ടാവുന്നു. അല്ല, പ്രിൻസിപ്പള് അതിനേക്കാളും പോയിട്ട് വലുതാണല്ലോ. വന്നതാ. വന്നോളൂ പ്രിൻസിപ്പാളെ പോയി. അതെ അതെ. അപ്പോ അപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം ഭയങ്കര ഒരു സക്സസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ എല്ലാ വ്യാഴാഴ്ചയും ഓരോ പുസ്തകം പരിചയപ്പെടുന്നത്. ഇതിപ്പോ എന്തോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്ത ഒരു അമ്മയുടെയും മകന്റെയും ഒരു പുസ്തകം, കുറെ റിയാലിറ്റി ഉള്ള ഒരു കഥ, ഒരു പുസ്തകമായിട്ട് തന്നെ തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം നിങ്ങളെ പരിചയപ്പെട്ടതില്. ഞങ്ങൾ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ആളുകളെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് കണ്ടതിന്റെ ഒരു സന്തോഷം. പിന്നെ ഒരുപാട് കുറെ യാത്രകൾ പോകാൻ പറ്റട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സന്തോഷം സന്തോഷം. അധികം സമയം എടുക്കണ്ടാട്ടാ, പെട്ടെന്ന് തന്നെ പൊക്കോളൂ. ഓക്കെ ഓക്കെ. മോൻ കൊണ്ടോണ വരെ ഒന്നും കാത്തു നിക്കരുത്.
അല്ല അതൊരു ആഗ്രഹം ഇന്നത്തെ നിങ്ങളെ ഇന്നത്തെ കണ്ടപ്പോഴാണ് ആ അങ്ങനെ അല്ലല്ല ഇന്നത്തെ കാലത്തെ മമ്മീസ് അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ഭയങ്കര ഈസിയാ, ഒരു ബുദ്ധിമുട്ടില്ല. പണ്ടത്തെ ഇപ്പൊ എന്റെ അമ്മയ്ക്കൊക്കെ ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാനുള്ള പേടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അമ്മ ഞാനില്ലാണ്ട് പോവില്ല. അപ്പോ ആ ആ ഒരു ഇതൊന്നും ഇന്നത്തെ കാലത്തെ ലേഡീസിന് ഇല്ല. അപ്പൊ പിന്നെ കുറച്ചും കൂടി ഈ ഗാഡ്ജറ്റ് വൈസ് നമ്മൾ ഭയങ്കര ഇംപ്രവൈസ്ഡാ. അപ്പൊ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് ട്രാക്കിംഗ് നമ്മളെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഒരു അലേർട്ട്, ഒരു സാധനം, ഒരു ഇഞ്ചുറി, അല്ലെങ്കിൽ ഒരു തെഫ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റാക്ക് എന്ത് വന്നാലും ഒരൊറ്റ ക്ലിക്കില് ആ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് പോകും. അപ്പൊ നമ്മൾ പേടിച്ചിരിക്കുന്നത് നമ്മുടെ എക്സ്ക്യൂസാ. അയ്യോ ഞാൻ പോയാ എന്തെങ്കിലും സംഭവിക്കുമോ, അതൊരു എക്സ്ക്യൂസാ, നമ്മുടെ ഒരു ഒഴിഞ്ഞു മാറലാണത്. അതെ അതെ അപ്പോ ഇപ്പൊ കാശ്മീർ കൂടുതൽ പോയ ആളുടെ ആളുകളും അടുത്ത് ഇത് പറയേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ കാശ്മീരിൽ ഒതുക്കരുത്. അടുത്തത് വാരണാസി പോണം. ഫെബ്രുവരിയില് റാൺ ഓഫ് കച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അത് പോണം. അടിപൊളിയാ. ഫെബ്രുവരിയിൽ പോകുമ്പോ എന്താ വെച്ചാൽ ഈ മൂൺ ഭൂമിയോട് അടുത്തായിരിക്കും. അപ്പൊ ഈ ഉപ്പാണ് അവിടെ. റാൺ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഉപ്പാ. അപ്പൊ ആ ഉപ്പ് ഈ മൂൺ അടുത്ത് വരുമ്പോ സ്പാർക്കിൾ ചെയ്യും. രാത്രി പകലാവും. അതായത് ഒരു പ്രദേശം, ഒരു ഏരിയ ഫുള്ള്, ഒരു കടലിന്റെ ഒരു തീരം ഫുള്ള് വെളിച്ചത്തിൽ നടക്കണ പോലെ നമുക്ക് നടക്കാം. ഭയങ്കര ഭംഗിയാ അത്. ഭയങ്കര കൊതിപ്പിച്ചുവല്ലോ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നു കാണാൻ. അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് മോളോ. നമുക്ക് അജന്ത എല്ലോറ. എനിക്ക് അജന്ത എല്ലോറയുടെ മുമ്പിൽ ഹംപി താജ്മഹൽ പോയി ഒന്നും വന്നുള്ളൂ. എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഹംപി പോയി വന്നുള്ളൂ. ഹംപി നൈസാ. അടിപൊളി അടിപൊളി അടിപൊളി. ഇപ്പൊ നല്ല ക്ലൈമറ്റുവാ. അതെ അതെ അമ്മ അപ്പൊ അങ്ങനെ വളരെ ഒരു 10 പറയാവോ അമ്മ, നമ്മുടെ കുട്ടികൾക്ക് ഒന്ന് പോവാൻ പറ്റിയ, അല്ല പോകണം എന്ന് അമ്മയ്ക്ക് നിർദ്ദേശിക്കാവുന്ന? അമ്മയ്ക്ക് എപ്പോഴും ഓൾവേസ് ഒരു ഒറ്റ സ്ഥലമുള്ളോ, ലഡാക്ക്. എനിക്ക് ഏറ്റവും അധികം കൊതിപ്പിച്ചിരിക്കുന്ന സ്ഥലം, കൊതിപ്പിക്കുന്ന ജനങ്ങളും അവിടെയാണ്. അങ്ങനെ എവിടെ നോക്കിയാലും പ്രകൃതി ഭംഗി, ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. മഞ്ഞിനോട് പ്രേമുള്ളത് കൊണ്ടാ എന്താന്ന് അറിയില്ല. പിന്നെ അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹമ്പിളാണ്. എവിടെ ആരെ കണ്ടാലും നമ്മുടെ ആളോട് ഒരാള് റോട്ടിൽ കൊടുക്കുമ്പോ നമസ്തേ പറഞ്ഞാൽ അവര് തിരിഞ്ഞു നോക്കാതെ പോകും. അവര് നമ്മളെ കണ്ട ജൂലൈ ഉടനെ എന്താണ് വിറകും കെട്ട് കൊണ്ടുപോകുന്ന സ്ത്രീ ആയാലും അങ്ങനെ അവര് പെരുമാറുന്നത്. ഭയങ്കര സ്നേഹം തോന്നുന്ന ആൾക്കാർ. ഭയങ്കര കൈൻഡ് ആൾക്കാരാ ആ ഒരു ഹിമാലയം സോണിൽ മൊത്തത്തിലുള്ള ആൾക്കാർ. നമ്മൾ മലയാളികൾ ചെന്ന് കുറച്ച് നശിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ജെനുവിൻ ആൾക്കാരാ അവിടെയുള്ളവര്. നമുക്ക് ഭയങ്കര നമ്മൾ തോന്നും, എന്തൊരു കൈൻഡ് ആയിട്ട് അവര്, എന്തൊരു സ്നേഹം അവര് നമ്മളോട് കാണിക്കുന്നത്. കുറെ പഠിക്കാനുണ്ട്. നമ്മള് കൊറേ പഠിക്കാണ്ട്. അതാ ഞാൻ പറഞ്ഞ ഇപ്പോഴും പൂജ്യം എത്തിയിട്ടില്ല. വേറെ സ്ഥലങ്ങൾ ഒന്ന് നിർദ്ദേശിക്കാമോ കുട്ടികൾക്ക്? അജന്ത എല്ലോറ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ കണ്ടാലും മതി വരില്ല, അത്രയും ഭംഗിയുണ്ട്. എനിക്ക് താജ്മഹൽ അതിന്റെ മുമ്പിൽ ഒന്നും ആയി തോന്നിയില്ല കേട്ടോ. താജ്മഹലിന്റെ തുടക്കത്തിലുള്ള വ്യൂ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടിയുള്ളൂ. വേൾഡ് വണ്ടർ ഒന്നുമല്ലാന്ന് പറയണേ. കണ്ടാലും മതിയാവില്ല. ഇവരൊക്കെ പണ്ട് പോയ കാലത്ത് പറയും, മോളിൽ നിന്ന് കാർവ് ചെയ്ത് കൊണ്ടുവന്നൊക്കെന്താണ് കൈലാസ്നാഥ ടെമ്പിളിൽ. ഞാൻ പറഞ്ഞു വെറുതെ പറയാണ്. പോയി കണ്ടപ്പോഴാണ് അതിന്റെ ഭംഗി അറിഞ്ഞത്. തൊടുമ്പോ ജീവനുള്ള പ്രതിമകൾ പോലെ അത്രയും സോഫ്റ്റോ, അത്രയും മിനുസത്തിലും ഭംഗിയായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതുമാതിരി റാൺ ഓഫ് കച്ച്, രാജസ്ഥാൻ. റാൺ ഓഫ് കച്ച് ഭയങ്കര നമ്മള് എന്താ പറയാ, ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നല്ലോണം ഉണ്ട്, ബട്ട് സ്റ്റിൽ അങ്ങനെ അധികം എല്ലാവർക്കും അറിയാം ആ ഭാഗത്തുള്ളത്. നമ്മുടെ ആൾക്കാർക്ക് അധികം അങ്ങോട്ട് പോയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ആ ഒരു ഭൂമിയോട് അടുത്തിരിക്കുമ്പോഴുള്ള ആ ഒരു പ്രതിഭാസം, ആ ഒരു എന്താ പറയാ, ആ ഉപ്പിനെ ഒരു സ്പാർക്ലിംഗ് ആക്കി രാത്രി 1 മണിക്ക് ചെന്നാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. വെളിച്ചത്തിൽ നിൽക്കണ പോലെയാ നമ്മള്. ഒരു ഭയങ്കര ഒരു അത്ഭുതമുള്ള ഒരു കാഴ്ചയാ. അവിടെ നിന്ന് അപ്പുറത്ത് പാകിസ്ഥാനും കാണാം. അതിന്റെ ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്തേക്ക് പാകിസ്ഥാനായി. അതാ എൻഡിലാ, കോർണറിലാ. പിന്നെ സ്പെയിൻ ആയിരിക്കോ? തക്കാളി സ്പെയിൻ. അതെവിടെ ചെല്ലാൻ അത് ആസ്വദിക്കാന്നുള്ളല്ലേ. വീണടം വിഷ്ണു ലോകാണ്. അത് ഭയങ്കര ഒരു സിനിമയിൽ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ആസ്വദിച്ചപ്പോ ഭയങ്കര സന്തോഷം തോന്നി. നല്ല രസമായിരുന്നു. കണ്ണൊക്കെ ബൾബ് പോലെ. അയ്യോ തക്കാളി മുഖത്തൊക്കെ അറിയണം, ഇവര് നോക്കില്ലേ.
ഇവര് അതെന്താ ഇങ്ങനെ? ശ്രദ്ധിക്കില്ല. ഇവര് അതിൽ അവരുടെ ബൈലോയില് കൃത്യം എഴുതിയുണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എറിയണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ സായിപ്പന്മാരില്ല, എടുത്ത അങ്ങനെ തന്നെ അപ്പൊ വലിച്ചു വാരി എറിയും. ഒരു 7-8 ട്രക്സ് ഫുൾ ലോഡഡ് തക്കാളിയാ വരിക. അത് ഇവരെന്തോ ഏതോ 50-60 ഇയേഴ്സ് ബിഫോർ തുടങ്ങിയതാ. ഓഗസ്റ്റിലെ ലാസ്റ്റ് വെനസ്ഡേയിലായി പരിപാടി നടക്കുക. അവരുടെ ഒരു ഹാർവെസ്റ്റില് എക്സസ് വന്നു ഈ തക്കാളികൾ. അതാണ് ഇവരിങ്ങനെ ആഘോഷിച്ചതാണ്. പിന്നെ ആ ആഘോഷം അവര് തുടർന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞും കളിച്ചും. സന്തോഷിക്കുകയാണ്. നമ്മളെ വിഷുവിന്റെ വേറൊരു ഭാവം അവര് നശിപ്പിക്കണു, നമ്മള് നേദ്യം വെക്കണു, അത്രയുള്ള വ്യത്യാസം. ഉം. ആ. ഈ ഫെസ്റ്റിവൽസ് നോക്കിയിട്ടാണോ പോകാറ്? അങ്ങനെ ചാർട്ട് ചെയ്യുന്നുണ്ടോ? അല്ല ലോട്ടറി അടിച്ചതാ. ഞങ്ങള് ആക്ച്വലി എന്റെ സിസ്റ്റർ ഫിൻലൻഡിലുണ്ട്. അപ്പൊ ഫിൻലൻഡിൽ പോവാന്നുള്ളതായിരുന്നു എന്റെ ഒരു പ്ലാന്. അപ്പൊ എന്റെ ഒരു ഈ ട്രാവൽസ് ഒക്കെ ചെയ്യുന്ന ഒരു പയ്യുണ്ട്, അർജുൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യുണ്ട്. അവനിങ്ങനെ പറഞ്ഞു, സ്കൈ ഹോളിഡേയ്സ് അവരുടെ പേര്. അവരിങ്ങനെ പറഞ്ഞു, ചേട്ടാ എന്തായാലും ഈ ഡേറ്റ്സിലാ പോണേ, അങ്ങനെയാണെങ്കിൽ സ്പെയിനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ലാ ടുമാറ്റീനിയോ ഫെസ്റ്റിവല് നമ്മുടെ ഋത്തിക് റോഷന്റെ ഒക്കെ മൂവിയിൽ കണ്ടിട്ടുള്ളോ, നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ലല്ലോ, അതൊന്ന് കണ്ടുകൂടെയും ചോദിച്ചു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിച്ചത്, എന്തായാലും ഷെങ്കൻ വിസ, ഒറ്റ വിസയില് എത്ര 20 ചില്ലറ കൺട്രി പോവാം നമുക്ക്. അപ്പോ എന്തായാലും ചേച്ചിയുടെ അവിടേക്ക് പോവാന്ന് തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾ നേരെ സ്വിറ്റ്സർലൻഡ് ചെന്നു. സ്വിറ്റ്സർലൻഡിൽ നിന്ന് നേരെ സ്പെയിൻ ചെന്നു. ഭയങ്കര ഒരു 30 ദിവസം എടുത്തു ഞങ്ങളുടെ ഈ ട്രാവല്. സ്പെയിനിന്ന് വെലൻസിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ലാ ടുമാറ്റീനിയോ ഫെസ്റ്റിവൽ നടക്കുന്നത്. അവിടെ ചെന്നു, അതിൽ ആഘോഷിച്ചു, കുത്തി മറഞ്ഞു, ആ സ്ട്രീറ്റ്സിലൊക്കെ ഓടി കളിച്ച്. കുറെ മലയാളി കുട്ടികളെയും കണ്ടു. അവിടെ പഠിക്കണ കുറെ മലയാളി കുട്ടികൾ ഈ പരിപാടിക്ക് വന്നിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ സ്റ്റുട്ട്ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. സ്റ്റുട്ട്ഗാർഡിൽ ഈ മെർസിഡീസിന്റെ മ്യൂസിയം, മാനുഫാക്ചറിങ്, ജർമ്മൻ ബവേറിയൻ മോട്ടോർ വർക്ക്സ്, BMW, പോർഷെ, ഇവരൊക്കെ ആസ്ഥാന. അവിടെ പോയി. അവിടെ എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ചെന്നു, 2 ദിവസം അവിടെ നിന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പാരീസിൽ പോയി. അവിടെയാണ് ഈഫിൽ ടവർ എന്ന മഹാ വേൾഡ് വണ്ടർ കാണാൻ വേണ്ടിയിട്ട് പോയി. ഒരു 6 ദിവസം പാരീസിൽ തന്നെ താമസിച്ചു. നമ്മുടെ റൂം തുറന്നു കഴിഞ്ഞാൽ ഈഫിൽ ടവർ കാണുന്ന പോലത്തെ റൂം എടുത്തു, അവിടെ താമസിച്ചു. എവ്രി ഡേ ഞങ്ങൾ വടക്കുന്നാന്റെ അവിടെ ചെന്നിരിക്കണ പോലെ ഈഫിൽ ടവറിന്റെ മുമ്പിൽ എവ്രി ഡേ ഒരു 5:30-6 മണിയാകുമ്പോ അവിടെ ചെന്നിരിക്കും. ഒരു ദിവസം കണ്ട് അതിന്റെ മുകളിലൊക്കെ കയറി അതിന്റെ വാവൊക്കെ നമുക്ക് പോയി. പക്ഷെ സ്റ്റിൽ തെക്കേ ഗോപുരത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം പോയാലും വീണ്ടും ചെന്നിരിക്കുമല്ലോ. അതേപോലെ എവ്രി ഡേ ഒരു 6:30-7 മണിയോടുകൂടി ആ ലൈറ്റ് ഇടണ കാണാൻ വേണ്ടി ചെന്നിരിക്കും. ഈ 6 ദിവസവും ഞങ്ങൾ ഈ ലൈറ്റ് ഇടൽ പരിപാടി കണ്ടിരുന്നു. അങ്ങനെ അതിന്റെ ഇടയില് ഡുസൽഡോഫിലുള്ള കുറച്ച് മലയാളികൾ ഒരു അസോസിയേഷൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഈ പ്രാവശ്യം ഓണല്ലല്ലോ. ലൂവർ ഒന്നും വലിയ സംഭവമില്ല. ഡുസൽഡോഫിൽ ഓണം സെലിബ്രേഷൻ നടക്കുന്നുണ്ട്, ഫ്രീ ആണെങ്കിൽ അങ്ങോട്ട് വരുമോ, സദ്യ കഴിച്ച് പോവാന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് നേരെ പാരീസിൽ നിന്ന് നേരെ ഡുസൽഡോഫ് ചെന്നു. ഡുസൽഡോഫില് ആദ്യമായിട്ട് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഓണം മിസ് ചെയ്തത്. പക്ഷെ മിസ്സായില്ല. ജർമ്മനിയില് സദ്യ കിട്ടി, മാവേലി കണ്ടു, മറ്റേ വടംവലി മത്സരം, കൈകൊട്ടി കളി, തിരുവാതിര എല്ലാം ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു 1200 മലയാളികൾ ഉണ്ടായിരുന്നു ഈ പരിപാടിയിൽ മാത്രം. മലയാളി കുട്ടികൾ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ആഘോഷിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ഞങ്ങൾ ഫിൻലൻഡ് പോയി. ഫിൻലൻഡിലാണ് എന്റെ ചേച്ചി ഉള്ളത്. ചേച്ചിയുടെ അടുത്തേക്ക് പോയി. അവിടുന്ന് ഞങ്ങൾ ലാപ്ലാൻഡ് പോയി. ആർട്ടിക് സർക്കിള്, നമ്മുടെ ഗ്ലോബിന്റെ മുകളിലത്തെ 33, 64, 66, 33 എന്നുള്ള ആ ഒരു ഡയഗ്രല്ലേ, അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഒറിജിനൽ സാന്താക്ലോസിനെ കണ്ടു. അതായത് അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഓഫീസ്, അദ്ദേഹത്തിന്റെ ഓഫീസ്, ഒരു ഭയങ്കര നമ്മളൊരു എന്താ പറയാ, ഒരു ആനയെ കാണുന്ന പോലെ ഒറിജിനൽ. നമ്മൾ ഇവിടെയുള്ള നമ്മുടെ സാന്താക്ലോസിനൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു ആളെ കണ്ടു കഴിഞ്ഞാൽ. അതായത് ആ റൂം തുറന്ന് അങ്ങോട്ട് കേറി കഴിഞ്ഞാലേ ആള് ഈ താടിയുടെ ഇടയിൽ മൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ വെൽക്കം ടു ലാപ്ലാൻഡ് എന്ന് പറഞ്ഞൊരു വെൽക്കമിങ് ചെയ്യും പുള്ളി. അത് സറൗണ്ട് സ്പീക്കറിലാ. നമ്മളങ്ങനെ ഞെട്ടിപ്പോവും അത് കേൾക്കുമ്പോ. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഞാനിങ്ങനെ ഇന്ത്യന്നാ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോ പുള്ളി നമസ്കാരം പറഞ്ഞു. മലയാളികൾ ഒരുപാട് പേര് വരുന്നുണ്ടാവേ. ഇയാളാണ് ഒറിജിനൽ സാന്താക്ലോസ്. പുള്ളിക്കാരനെ അങ്ങനെ ഞങ്ങള് ലാപ്ലാൻഡിലാ അത്. അതായത് ഫിൻലൻഡിൽ നിന്നൊരു 1000 കിലോമീറ്റർ പോണം. അങ്ങനെ പ്ലാൻ ചെയ്താ ടൈമിംഗ് പ്ലാൻ ഒന്നും പ്ലാനില്ല. ഇതില് സിസ്റ്റർ മാത്രം പ്ലാനിലുള്ളോ, വേറെ ഒന്നും പ്ലാനല്ല. പാരീസിൽ ഇരിക്കുമ്പോഴാണ് ഡുസൽഡോഫ് എന്ന് വിളി വരുന്നത്. അപ്പൊ ഡുസൽഡോഫിൽ പോയി.
ശരത്തെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ശ്വാസം മുട്ടിയിരിക്കുക ഞാൻ. ഇങ്ങനെ നോൺ സ്റ്റോപ്പ് യാത്ര നടത്തുമ്പോഴത്തേക്ക് മണി മാറ്റേഴ്സ് ഡെഫിനറ്റ്ലി മണി. ഇപ്പൊ ഞാൻ പിച്ചക്കാരനായല്ലോ, ഇനി വീണ്ടും കൂലി പണി എടുക്കും. വെരി സിമ്പിൾ. ഇനി കൂലി പണി എടുക്കും. 2 മാസം കഴിഞ്ഞ് പോണെങ്കിൽ. പിന്നെ പിന്നെ സാറേ, എനിക്കുള്ള ഇതിന്റെ ഒരു ഗുണവും ദോഷവും ഞാൻ പറഞ്ഞുതരാൻ. ഈ സ്കൈ ഹോളിഡേയ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കമ്പനികളുടെ സ്പോൺസർഷിപ്പ് വരും നമുക്ക്. അപ്പോ നമുക്ക് വലിയ സ്പെൻഡ് വരുന്നില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ സോഷ്യൽ മീഡിയക്ക്. അവരൊരു ടാഗ് കൊടുത്താൽ മതി, അവർക്കൊരു സ്റ്റോറി കൊടുത്താൽ മതി, ഏതെങ്കിലും ഒരു റീലിൽ അവരൊരു ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ ദാറ്റ് ഇസ് ദെയർ കൺവേർഷൻ മെത്തേഡ്. ഇപ്പൊ എനിക്ക് എന്താ പറയാ, ഫെബ്രുവരി മാർച്ചിൽ മസൈമാര മറ്റേ ആനിമൽ മൈഗ്രേഷൻ ഉണ്ടല്ലോ, ആ ട്രിപ്പ് ഒരു കമ്പനി സ്പോൺസർ ചെയ്ത് വെച്ചേക്കുക മാർച്ചിൽ പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോ ഐ ഡോണ്ട് ഹാവ് എ സിംഗിൾ റുപ്പി സ്പെൻഡ്. ഇപ്പൊ ഈ ദുബായ് പോയത് കംപ്ലീറ്റ് ആ ദുബായ് പൂരത്തിന്റെ സംഘാടകര് ആ പരിപാടിക്ക് കൊണ്ടുപോയി. അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ്, സ്റ്റേ, ഫുഡ്, ട്രാവല് ഒക്കെ അവരുടെ സ്പെൻഡാ. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോണെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്ത് തന്നെ പോണം. എന്റെ ഈ ചോദ്യം ഒത്തിരി പേർക്ക് ഉള്ള സംശയം ദൂരീകരിച്ചെന്ന്. മൂന്നാറ് ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ എനിക്കൊരു എന്താ പറയാ, നമുക്ക് എവിടെ വേണമെങ്കിൽ താമസിക്കാം. എനിക്ക് എന്താ പറയാ, വടക്കുന്നാഥൻ തന്നൊരു പ്രിവിലേജ് അത്. എവിടെ വേണമെങ്കിൽ താമസിക്കാം. എന്താ പറയാ, മൂകാംബികയിൽ പോയി കഴിഞ്ഞാൽ ആർക്കും റൂമില്ലാത്ത സ്ഥലത്ത് എനിക്ക് റൂം കിട്ടും. അതെന്തോ ആൾക്കാരുടെ സ്നേഹമാണ് കേട്ടാ, അല്ലാണ്ട് എന്റെ കഴിവല്ല അത്. അവിടെയുള്ള ആൾക്കാർക്ക് നമുക്ക് തരുന്ന സ്നേഹം. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം അതിരപ്പള്ളിയിൽ രാത്രി ഫോറസ്റ്റ് ഓഫീസറൊക്കെ വിളിച്ച് പറഞ്ഞ് കാട്ടിക്കൂടെ പോകാൻ വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റിലെത്തി. ചെക്ക് പോസ്റ്റിൽ നിൽക്കുമ്പോ അമ്മയില്ല, ഞാൻ ആനയെ കാണാൻ പോയതാ. അപ്പോ സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റ് തുറക്കണ നേരത്ത് കാറിന്റെ ഉള്ളിൽ നോക്കിയപ്പോ താൻ അമ്മയില്ലാണ്ട് വന്നപ്പോ ഒന്ന്. അപ്പൊ അതങ്ങനെയാ, ഒരു ദൈവാനുഗ്രഹം എന്ന് പറയില്ലേ അത്. വടക്കുന്നാഥന്റെ കൂട്ട് അല്ലേ? അതെ 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 അതെ. നേരത്തെ ആരോ എന്തോ ചോദിക്കാൻ വന്നിട്ട്. അയ്യോ, സോ സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. അല്ല, സരിത മിസ് ചോദിക്കുന്നതിന്റെ കൂടെയായിരുന്നു. ചോദിക്കട്ടോ. നമസ്കാരം സാർ. ഹായ് ലൈന. ഞാൻ ശരിക്കും സാറിനെ അമ്മയെ കുറിച്ച് അറിഞ്ഞതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ സാറിന്റെ അച്ഛന്റെ ഒരു പുസ്തകമാണ് കേട്ടോ. എന്റെ ഒരു സുഹൃത്തും ഞാനും ഇങ്ങനെ ഹിമാലയത്തെ കുറിച്ചും യാത്രയെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, MK രാമചന്ദ്രൻ മാഷിന്റെ ഒരു പുസ്തകമുണ്ട്, ഉത്തർഖണ്ഡിലൂടെ കൈലാസ് മാനസ സരസ് യാത്ര എന്ന് പറഞ്ഞ. അപ്പൊ ആ പുസ്തകം നീ എന്തായാലും വായിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇതുവരെ അത് വായിച്ചില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഭാഗ്യമായി കൂട്ടിയാ മതി. കാരണം വായിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ പോണ്ടി വരും. അത് പലരും പറഞ്ഞു, എന്റെ സുഹൃത്ത് വായിച്ചോണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ആ ഒരു പുസ്തകം പക്ഷെ എന്തായാലും വായിക്കണം എന്നുള്ളൊരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പിന്നീട് അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞു തന്നതും, നിങ്ങക്ക് മനസ്സിലായോ ഒരു അമ്മയും മകനും ഇല്ലേ ഇങ്ങനെ കുറെ യാത്രയൊക്കെ ചെയ്യുന്നേ, ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കാണാറില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ഇങ്ങനെ പറയുമ്പോ അമ്മ ഞാൻ എവിടെയും പോയില്ലല്ലോ എന്ന്. ഊട്ടി മൂന്നാർ കണ്ടോടുകൂടി ഞാൻ എവിടേക്കോ പോയി. ഊട്ടി മൂന്നാറൊന്നും അമ്മയ്ക്ക് ഇപ്പൊ ഒരു യാത്രയല്ല. അതൊക്കെ വെറുതെ ഒരു ഊട്ടി മൂന്നാറ് അത്രേ ഉള്ളൂ. പിന്നെയാണ് ഈ പ്രൊഫൈലൊക്കെ കയറി നോക്കുന്നത്. അപ്പൊ പ്രൊഫൈൽ കയറി നോക്കിയപ്പം അത്രയും ചില്ലായിട്ടുള്ള 2 മനുഷ്യര് നമുക്ക് തന്നെ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയി. കാരണം ഇപ്പൊ എന്റെ അമ്മയൊന്നും അങ്ങനെ അത്രത്തോളം യാത്രകളൊന്നും ചെയ്യാത്ത ഒരാളാണ്. വിളിച്ചാലും വരില്ല. പക്ഷെ ഇപ്പൊ അമ്മക്ക് ഇങ്ങനെ കുറച്ച് ആഗ്രഹമൊക്കെ ഉണ്ട്, അന്ന് പോവാം എന്നുള്ളൊരു, എവിടെയെങ്കിലൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊക്കെ ഒരു കുഞ്ഞ് ആഗ്രഹമൊക്കെ ഉണ്ട്. ശരിക്കും അത് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ എവിടെയാ? ഞാൻ കോഴിക്കോടാ. നിങ്ങളുടെ അവിടെ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. എന്തിനാ ഇങ്ങോട്ട് വരണേ? താമരശ്ശേരി ഒന്ന് കയറ്റി ഒന്ന് മുളകി കൊണ്ടുപോയി പിന്നെ അമ്മ പറയും നീ വീട്ടിൽ പോക്കോ, ഞാൻ ഇങ്ങോട്ട് പൊക്കോളാന്ന് പറയും. അപ്പൊ അതിന് ശരിക്കൊരു കാരണം എന്ന് പറഞ്ഞാ ഇപ്പം സാറിന്റെയും അമ്മയുടെ ഒക്കെ റീൽസ് ഒക്കെ തന്നെയാ. നമ്മളിങ്ങനെ ഇത് കാണിച്ചൊക്കെ കൊടുക്കും, ഇവര് പോയ കണ്ടില്ലേ എന്നൊക്കെ കാണിച്ചെടുക്കുമ്പം അമ്മയ്ക്ക് അതൊരു സന്തോഷാണ്. എനിക്കൊപ്പം ചോദിക്കാനുള്ളത്, ഇപ്പം യാത്രകൾ ചെയ്തു, പക്ഷെ അതൊരു പുസ്തകമാക്കാന് ആരാണ് ഇൻസ്പയർ ആയത്? അത് അച്ഛനാണോ, അച്ഛന്റെ എഴുത്തുകളാണോ എന്നൊന്ന് പങ്കുവെക്കാം. ഞാൻ ഒരിക്കലും അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല.
പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചെയ്തൂടെ, എന്തിനാ ചെയ്യാതിരിക്കണേ, ട്രൈ ഡൂയിങ് എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ നമ്മൾ പറയില്ല, ഒരു സീഡ് വന്നു എനിക്ക് ചെയ്താലോ. പക്ഷെ അപ്പോഴും ഈ MK രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വൻമരം നിൽക്കുമ്പോൾ ഭയങ്കര ക്രിറ്റിസിസം വരും. സച്ചിന്റെ മോൻ സച്ചിന്റെ പോലെ തന്നെ കളിക്കണം, അമിതാഭ് ബച്ചന്റെ മോൻ അമിതാഭ് ബച്ചന്റെ പോലെ തന്നെ അഭിനയിക്കണമല്ലോ. അപ്പൊ പിന്നെ എന്റെ ലാംഗ്വേജ് എനിക്ക് തന്നെ അറിയാം, എൻ്റെ ഒരു മലയാളം ലാംഗ്വേജിന്റെ ഒരു ക്വാളിറ്റി സാധാരണ ലാംഗ്വേജാ. ഇതിനും നല്ലത് ബാലരമയാന്ന് പറയും ഞാൻ, എൻ്റെ ലാംഗ്വേജ്. കാരണം ഒരു ഭാഷാ ശുദ്ധി ഇല്ല. അത് ആ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് ആ ബുക്കിലൊരു ഒരു ബ്യൂട്ടി ഉള്ളത്. പിന്നെ ഫ്രം ദ ബിഗിനിങ് ഫ്രം ദ എൻഡ് വരെ അമ്മയുണ്ട്. അഖില എന്തോ പറയുന്നുണ്ടല്ലോ, ഇല്ല അല്ലെ? ഓക്കെ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാ ഭയങ്കരമായിട്ട് എന്നെ ഫോഴ്സ് ചെയ്തു, അത് ചെയ്യാൻ പറഞ്ഞ്, അത് ഹാവ് ടു ഡു എന്ന് പറഞ്ഞു. അത് അപ്പൊ ഞാൻ ആലോചിച്ചു, ലെറ്റ്സ് ട്രൈ, ഒന്ന് നോക്കിയേക്കാം, എന്താ ഉണ്ടാവാൻ നോക്കാം. എന്നിട്ട് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞപ്പോ സീംസ് നൈസ്, കുഴപ്പമില്ല. ഞാൻ 2020 കൊറോണയില് 252 പേജ് എഴുതി തീർത്തതാ. പിന്നെ 5 വർഷം, ഈ കഴിഞ്ഞ മെയ് 31 അത് റിലീസ് ചെയ്ത് 5 വർഷം എടുത്തു റിലീസ് ചെയ്യാൻ. ഞാനിങ്ങനെ ഒരു 2 കൊല്ലം എടുത്തു വെച്ചു. 2 കൊല്ലം എടുത്തു വെച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ എനിക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ അച്ഛനെ ആൾക്കാരെ എങ്ങനെ കാണും, MK രാമേന്ദ്രന്റെ മകൻ ഇത്രേ ഉള്ളോ എന്നുള്ളൊരു തോട്ടൊക്കെ വരുമോ, പിന്നെ അത് അച്ഛന് നാണക്കേടാവോ മോശമാവോ എന്നൊക്കെ ആലോചിച്ച് ഒരു 2 കൊല്ലം അങ്ങനെ പോയി. 2023 കരൺ ബുക്സിന്റെ പെപ്പിന്റെ മകൻ തോമസ് ഈ ബുക്കിന്റെ PDF വായിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ അത് ഞങ്ങൾ എടുക്കാം, കൊള്ളാം, നല്ലതാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കാം, ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു. 2024 വീണ്ടും അവരൊരു റീഡിംഗ് പാനൽ ഒരു ടീമുണ്ട്, അവരെല്ലാവരും വായിച്ചിട്ട്, ഇൻക്ലൂഡിങ് MTയുടെ ബുക്കൊക്കെ വായിച്ചിട്ടുള്ള പുള്ളിക്കാരൻ, എൻ്റെ അച്ഛന്റെ ബുക്കൊക്കെ പ്രൂഫ് റീഡ് ചെയ്യുന്ന ആളാ. പുള്ളിക്കാരൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ശരത്തെ, MK രാമചന്ദ്രൻ വേറെ, ശരത് കൃഷ്ണൻ വേറെ, ഇത് രണ്ടുമായിട്ട് ആരും തൂക്കി നോക്കില്ല, അത് രണ്ടും രണ്ട് ക്ലാസ്സാ. MK രാമേന്ദ്രന്റെ വായിക്കണവരെ MK രാമേന്ദ്രന്റെ എന്നും വായിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ ഒരു ജോണറൊന്നാ ഞാൻ സത്യം പറഞ്ഞ പബ്ലിഷ് ചെയ്യാം എന്നുള്ളൊരു തോട്ടിൽ എത്തിയത്. അപ്പം ദാറ്റ്സ് എ റീസൺ 2025 മെയ് 31 പബ്ലിഷ് ചെയ്തത്. ഇല്ലെങ്കിൽ ചിലപ്പോ അതിങ്ങനെ എന്റെ ഷെൽഫിൽ ഇരുന്ന് അങ്ങനെ പോയേനെ. ലാവണ്യ ലയന അല്ല, ലയന ലൈന ക്ലിയർ അല്ലേ? ഓ, ഓക്കെ അല്ലേ? താങ്ക് യു സാർ. ഞാൻ ശരിക്കും പനിച്ച് കിടക്കായിരുന്നു. പക്ഷെ ഇങ്ങനെ രണ്ടുപേര് എല്ലാവരും നമ്മുടെ ഈ പരിപാടിക്ക് ഗ്രൂപ്പിലുള്ളവർക്ക് വന്നിട്ട് ഇങ്ങനെ വയ്യല്ലോ. സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് താങ്ക് യു. അപ്പൊ എല്ലാവരും ഈ യാത്ര കൊണ്ട് വയ്യാതായവരാണ്. പക്ഷെ അതെ, പ്രിൻസിപ്പളിനും വയ്യ, ഇതിപ്പോ ലൈനയ്ക്കും വയ്യ, എന്റെ അമ്മയ്ക്കും വയ്യ. പക്ഷെ നല്ല കാരണം കൊണ്ടാണല്ലോ വയ്യാതായത്. അതെ, അത് കാരണം കുഴപ്പമില്ല. എന്നാലും വയ്യെങ്കിലും എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നല്ലോ അതാണ് ചിരിച്ചിട്ട്. അമ്മ ഇപ്പൊ പറഞ്ഞാൽ മാത്രമേ അങ്ങനെ തോന്നണുള്ളൂ കേട്ടോ, അല്ലാതെ അമ്മ നല്ല രാവിലെ മറ്റേ ഹോസ്പിറ്റലിൽ മാസ്ക് വെച്ചിട്ടാണ് കിടന്നിരുന്നത്. ആണോ? ഇന്ന് രാവിലെ. അല്ല, നമ്മുടെ ഈ പരിപാടിക്ക് ഈ വ്യാഴാഴ്ച വായനാഴ്ചക്ക് ഒരു വലിയ ഗ്രേസ് ഉണ്ട്. പുസ്തകങ്ങൾക്കൊപ്പം കുറെ മനുഷ്യരെയും കൂടെ പരിചയപ്പെടാനും, അതും ഇത്രയും നേരത്തെ പറഞ്ഞ ഒരു ചായമേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് കാണുന്ന പോലത്തെ ഒരു പ്രതീതി കിട്ടുന്നുണ്ട്. വലിയ സന്തോഷം. അതെ. പിന്നെ ശരത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കുട്ടികൾ ഇപ്പൊ സ്വാഗതം പറഞ്ഞ നമ്മുടെ ദേവികയൊക്കെ തപ്പി, എന്താ കുറെ പറയണ്ടേ, എവിടെ ജനിച്ചു എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു വിവരങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ യാത്രയ്ക്ക് മുമ്പുള്ള ശരത്തിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ യാത്രയ്ക്ക് മുന്നുള്ള ശരത്ത് എന്ന് പറഞ്ഞ മോഡൽ ബോയ്സിൽ വെറും തല്ലിപ്പുളി നടന്നിരുന്ന ഞാൻ. അല്ലട്ടോ, വെറുതെ പറയാ. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ വലിയൊരു എന്താ പറയാ, കുറെ സുഹൃത്ത് വലയങ്ങള് തൃശ്ശൂര് എന്താ പറയാ അങ്ങാടിയിൽ കിടന്ന് മോഡൽ ബോയ്സ് സ്കൂളിൽ പഠിച്ച് ജീവിതത്തിന്റെ പല വേർഷൻസ്, പല ആംഗിൾസ് കണ്ട് നടന്നിരുന്ന ഒരാള്. അല്ലാണ്ട് എടുത്തതൊക്കെ പറയാൻ ഒരു ക്വാളിഫിക്കേഷനോ അക്കാഡമിക്സോ സ്പോർട്സോ ഒന്നുമില്ല. ഒരു സാധാരണക്കാരൻ. ആകെ പറയാവുന്നത് MK രാമേന്ദ്രന്റെ മകൻ, വേറെ ഒന്നുമില്ല. എന്തൊക്കെയോ ബിസിനസ്സോ അങ്ങനെ എന്തൊക്കെയോ ബിസിനസ് ഞാൻ ബേസിക്കലി ബിസിനസ് ആയിരുന്നു. എനിക്ക് ഒരു 2007 മുതല് എന്താ പറയാ, ഈ ക്ലോത്തിങ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. റാംഗ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാ ചെയ്തിരുന്നത്. റാംഗ്ലർ, പെപ്പെ, വാനുസൈൻ, അങ്ങനെ കുറെ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു.
പിന്നെ ഒരു ഒരു എന്താ പറയാ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു തെറ്റായ ഒരു ഡിസിഷൻ ലൈഫിൽ എടുത്ത ഒരു ബിസിനസ്സിൽ ഭയങ്കര ഒരു ഫോൾ ഡൗൺ വന്നു. അതിന്റെ ഒരു ചെറിയ സാരാംശം ബുക്കിൽ വന്നിട്ടുണ്ട്, ചെറുത്, വലുതാക്കി പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഫോൾ ഡൗണിൽ പിന്നെ മൊത്തമായിട്ട് വലിയൊരു ഒരു ഫോൾ ഡൗണിലേക്ക് പോയി. ഇപ്പൊ ഞാനൊന്ന് ചെറുതായിട്ട് പടിവെച്ച് കയറി വരുന്നുള്ളൂ. അതിൽ നിന്ന് അങ്ങോട്ട് ഇൻറ്റട്ടുള്ളൂ. യാത്ര തന്നെ മതിയാവും തോന്നുന്നു, ബിസിനസ് വേണ്ടെന്ന് തോന്നുന്നു. ഇല്ല, നേരത്തെ ഔസേപ്പ് സാറ് പറഞ്ഞ പോലെ മണി മാറ്റേഴ്സ്. അമ്മയെ കൊണ്ട് പോണ കാരണേ സ്പെൻഡ് കൂടുതലാ. അമ്മയെ കൊണ്ട് പോകുമ്പോ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. തൃശ്ശൂർ എവിടെയാ സ്ഥലം? തൃശ്ശൂർ പാലസ് റോഡിലാ, സാഹിത്യ അക്കാദമിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വഴിയിലാ വീട്. വടക്കേ സ്റ്റാൻഡിൽ പോകുന്നൊരു കട്ട് റോഡ് ഉണ്ട്, ആ കട്ട് റോഡിലാ വീട്. അമ്മ എന്തെങ്കിലും സർവീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞങ്ങള് 3 പിള്ളേരെ സർവീസ് ചെയ്യണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ഇങ്ങനെ നല്ല മോനെ കിട്ടിയില്ലേ. 3 പേരും നല്ലതാണ് കേട്ടോ. എന്റെ അമ്മ ടീച്ചറായിരുന്നു, എന്നെ നന്നായി അടിച്ചു വളർത്തിയതാ. ഞാൻ ഇവരെ ആരും അടിക്കാതെ വളർത്തിയ കുട്ടികള്. അതിന്റെ ദോഷം ഉണ്ടെന്നല്ലേ പറയാൻ വന്നേ സാറേ? എന്തൊരു സ്നേഹം അമ്മയ്ക്ക്. ഇതുപോലെ ഒരു നല്ല അമ്മയും കുട്ടികൾ കണ്ടിട്ടില്ല തന്നെയാണ്. അല്ലെ? ഇതുപോലെ ഒരു അമ്മയെ കണ്ടിട്ടില്ല, ഇതുപോലെ ഒരു മോനെയും കണ്ടിട്ടില്ല. അല്ല, ഇവിടുത്തെ അമ്മേനെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. ഇപ്പൊ ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും മക്കള് കയ്യെ പിടിച്ച് കൊണ്ടുപോകണം പറഞ്ഞിരിക്കേ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ, എന്റെ കോളേജിലൊക്കെ എന്റെ ഒപ്പം പഠിച്ചിരുന്ന ഫ്രണ്ട്സ് ഒക്കെ അവരുടെ അമ്മമാരെ എന്റെ ഫേസ്ബുക്കിലൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. കാരണം അപ്പൊ പറയത്ര, അതേ കണ്ടില്ലേ ശരത്ത് പോയിക്ക് അമ്മയും കൊണ്ട്, നീ ഇവിടെ ഇരുന്നോ എന്ന് പറയുന്നു. അതെ, അവൻ എഞ്ചിനീയറിംഗിന് പോയി, മെഡിസിന് പോയി, നീ ഇങ്ങനെ ഇരുന്നു. അതെ 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 അതെ. നേരത്തെ അമ്മേനെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. ഇതുപോലെ ശരിക്കും പുസ്തകം വായിക്കുന്നേക്കാൾ എനിക്ക് തോന്നുന്നു സംസാരിച്ചപ്പോഴാണ് ഒരുപാട് യാത്രയോട് സ്നേഹം തോന്നിയത്. എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞ് കൊതിപ്പിച്ചു ഞങ്ങളെ. അപ്പൊ അമ്മേനെ മാത്രമേ കൊണ്ടുപോയുള്ളൂ എന്ന് ചോദിച്ചത് അങ്ങനെ ഒരു പോന്നോളൂ, നമുക്ക് പോവാം. ഞങ്ങൾ ആകെ കൂടി ഗ്രൂപ്പിൽ പോയത് കൈലാസ് യാത്ര മാത്രാണ്. കൈലാസ് യാത്രയായിരുന്നു നമ്മളൊരു ഗ്രൂപ്പ് ട്രിപ്പ് പോയത്. ആക്ച്വലി അത് ഗ്രൂപ്പ് വിസയാ, അത് കാരണം ഗ്രൂപ്പ് ട്രിപ്പാ പോകാൻ പറ്റുള്ളൂ. ഈ ഗ്രൂപ്പ് ട്രിപ്പിൽ പോകുമ്പോൾ ഒരു ദോഷം എന്താ വെച്ചാ അവര് വന്നിട്ട് തല്ലിപ്പൊളികളാ. ഞങ്ങളാണ് ഞങ്ങളുടെ നേരത്തിന്, ഞങ്ങളുടെ സമയത്തിന് ഒക്കെ ഞങ്ങളുടെ സൗകര്യത്തിനല്ലേ പോവുള്ളൂ. ഈ അടുത്ത് ഞങ്ങളൊരു തായ്ലൻഡ് പട്ടായ, സാറെ പറയുമ്പോ വിഷമം വിചാരിക്കരുതട്ടെ, ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ ഞാനും അമ്മയും കൂടി നടന്നു. ഞങ്ങള് തായ്ലൻഡിൽ കാണാൻ പാടില്ലാത്ത ഒക്കെ ഞങ്ങൾ കണ്ടു. ആ ട്രിപ്പ് ആക്ച്വലി ഗ്രൂപ്പ് ട്രിപ്പ് ആയിരുന്നു. അപ്പൊ അതൊരു കപ്പിൾ ഓഫ് എനിക്ക് തോന്നുന്നൊരു 18-16 പേര് അങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോ മേഖലകളിലുള്ള ഓരോ ആൾക്കാരെ അവർ ചൂസ് ചെയ്തിട്ട് കോഴിക്കോടുള്ള ഗോൾഡൻ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ട്രിപ്പ് ആയിരുന്നു അത്. അപ്പോ എവറിത്തിങ് അപ്പ് ആൻഡ് ഡൗൺ എല്ലാം സ്റ്റാർ ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടൽസ്, ഫ്ലൈറ്റ്സ്, അവിടെ ചെന്നിട്ടുള്ള എനിക്ക് സ്വന്തമായിട്ട് ഒരു 10 രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവര് വന്നിട്ട് അയ്യോ സാറിനെ കൊണ്ട് സ്പെൻഡ് ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ എനിക്കൊരു ഷർട്ട് മേടിക്കാനാ, ഞാൻ കാശ് കൊടുത്തോളാന്ന് പറയും. അപ്പൊ ഈ തായ്ലൻഡ് ട്രിപ്പിലാണ് ഞങ്ങള് ഒരു ഗ്രൂപ്പ് അതേപോലെ കുറച്ചു കാലത്തിന് ശേഷം പോകുന്നത്. അതില് രാവിലെ ഒരു 8 മണി 9 മണി ആകുമ്പോഴേക്കും എല്ലാവരും ബസ്സിൽ വന്നിരിക്കും. ഞങ്ങളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരും. അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള ഏറ്റവും വലിയ ദോഷത കാരണം വെച്ചാൽ അവര് ചിലപ്പോ നമ്മളോട് പറയാൻ പറ്റാത്തത് കൊണ്ടും ചിലപ്പോ നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും, ചിലപ്പോ പറഞ്ഞാൽ മോശമായാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരൊന്നും പറയില്ല. പക്ഷെ അതൊരു മറ്റൊരാളുടെ സമയത്തിന് വില കണക്കാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ഗ്രൂപ്പ് ട്രിപ്സ് പോവാറില്ല. പക്ഷെ ഇനിയിപ്പോ കുറച്ച് ഗ്രൂപ്പ് ട്രിപ്സ് പോണ്ടി വരും. ഞങ്ങൾ കഴിഞ്ഞ മാസം മൂകാംബികയ്ക്ക് ഇതേപോലെ ഒരു 14 അമ്മമാരെ കൊണ്ടൊരു ട്രിപ്പ് പോയി. പക്ഷെ അത് ബുദ്ധിമുട്ടുണ്ടായില്ല. അത് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടാ. കാരണം വെച്ചാൽ എല്ലാവരും നമ്മുടെ ഒരു ഫോർമാറ്റുള്ള ആൾക്കാരായിരുന്നു. നമ്മുടെ ഒരു മൂവ്മെന്റിൽ നിൽക്കണ ചേച്ചിമാരും അമ്മമാരൊക്കെ ആയിരുന്നു. അത് കാരണം കുഴപ്പമുണ്ടായില്ല. അപ്പൊ ടീച്ചർ ഞങ്ങൾ അടുത്ത ട്രിപ്പ് കാശ്മീരിലേക്ക് പോകുന്നുണ്ട് 15th. അതിന് പോന്നോളൂ. കാശ്മീർ ഒരു പ്രാവശ്യം പോയതുകൊണ്ട് കാശ്മീർ ഒരു 10 പ്രാവശ്യം കണ്ടാലും മതിയാവില്ല കേട്ടാ. കണ്ടാലും മതിയാവില്ല, അത് വേറെ കാര്യം. കാശ്മീരിന് ഓരോ കാലഘട്ടത്തിനും ഓരോ ബ്യൂട്ടിയാ കാശ്മീരിന്. ഓട്ടത്തിൽ പോയാൽ വേറെ, വിന്ററിൽ പോയാൽ വേറെ, സമ്മറിൽ പോയാൽ വേറെ, ഒക്കെ വേറെയാ. ലഡാക്കും അങ്ങനെ തന്നെ. ഞാൻ ലഡാക്കിന്റെ ഒരു 10 കാലഘട്ടം കണ്ടിട്ടുണ്ട് ലഡാക്കില്. ഞാൻ 2 പ്രാവശ്യം.
ഞാനൊരു മതി നവംബർ 2 സമയത്താ പോയത്. നവംബർ ആ ഓ നവംബർ സമയത്താ നല്ല പോയത്. തണുപ്പാ അല്ലേ? അതെ അതെ. ആ ഞങ്ങള് ഫ്ലവറിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ല നവംബറിൽ. അവിടെ ഫ്ലവറിങ് ഒന്നും ജാനുവരി ഇല്ല. ജാനുവരി 15 പോകുന്നേ. അത് ഇതേപോലെ ഒരു കമ്പനി കൊണ്ടുപോകുന്നതാ. ആരാ അതിന്റെ ഇടയിൽ എന്തോ പറഞ്ഞു കേട്ടില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാൻ യെസ് ആഗ്രഹിക്കുന്നുണ്ട്. ചോദിച്ചോളൂ. അതായത് യാത്രയിൽ പലരും പലതാണ് ഫാസിനേറ്റ് ചെയ്യുന്നത്. ചിലവർക്ക് ഓക്കെ സ്ഥലങ്ങളായിരിക്കും, ഓക്കെ ചിലർക്ക് അവിടെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം കിട്ടിയിരിക്കും. എന്നാലും ചോദിച്ച് അവസാനിപ്പിച്ചോളൂ. ചിലവർക്ക് നമ്മുടെ കൂടെയുള്ള ഓക്കെ കൂട്ടായിരിക്കാം, ചിലവർക്ക് അവിടുത്തെ ഓക്കെ ആളുകളായിരിക്കാം. മീൻസ് പീപ്പിൾ ഫാസിനേറ്റ്, പ്ലേസസ് ഓക്കെ ഫാസിനേറ്റ്, ഹിസ്റ്ററി ഓക്കെ ഫാസിനേറ്റ്. അങ്ങനെ നിങ്ങളെ ചിലർക്ക് കൾച്ചർ ആയിരിക്കും, അവിടുത്തെ ഫുഡ്, ഡ്രസ്സ്, ഓക്കെ അവിടുത്തെ കൾച്ചർ അറിയാനായിരിക്കാം. ഓക്കെ അപ്പൊ ഇത്തരം യാത്രകൾ നടത്തിയപ്പോ ഏറ്റവും കൂടുതൽ ഫാസിനേറ്റ് ചെയ്തതും അടുത്ത യാത്രയ്ക്ക് നിങ്ങളെ മാടി വിളിക്കുന്നതുമായിട്ടുള്ള ആ ഫാസിനേറ്റിംഗ് ഘടകം എന്താണ്? ഒരു ആക്ഷൻ കാണിച്ചാ കാണുമോ? ശ്രീജ കാണുമല്ലോ അല്ലെ? അല്ല ഡോക്ടർ അല്ലേ? ഡോക്ടർ പേര് കാണുന്നില്ല. ലയ ലയ. ലയ ഇതില് പേര് കാണുന്നില്ല, അത് കാരണട്ടാ. ഓക്കെ. അമ്മയാണ്. എനിക്കിതില് വേറെ ഞാൻ പോയിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ വീണ്ടും 2ാമത്തെ തവണയോ 3ാമത്തെ തവണയോ പോയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഐ ഡോണ്ട് ഹാവ് എന്താ പറയാ, എനിക്ക് അതിനോടൊരു പാഷനേറ്റ്, ഒരു ഡെസ്പിറേഷൻ ടു ഗോ ദാറ്റ് പ്ലേസ് എനിക്കില്ല. പക്ഷെ ആ സ്ഥലത്ത് പോകുമ്പോൾ അത് കാണുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു എൻജോയ്മെന്റ്, അതിൽ അമ്മ അത് ആസ്വദിക്കുന്ന ഒരു മൊമെന്റിനെയാ ഞാൻ ആസ്വദിച്ചത്. ഞാൻ ലഡാക്കില് 7 തവണ പോയിട്ട് 8ാമത്തെ തവണയാണ് ഞാൻ അമ്മയെ കൊണ്ടുപോകുന്നത്. ഞാൻ പോകുമ്പോ അമ്മ ഇങ്ങനെ ബൈക്കിന്റെ പുറകിൽ ഇരുന്നിട്ട് ഇങ്ങനെ മഞ്ഞ് ആസ്വദിക്കുന്നത്, കൈയൊക്കെ ഇങ്ങനെ ആട്ടി. അപ്പൊ ഞാനതിങ്ങനെ മിററിൽ കണ്ട്, എന്റെ ബൈക്കിന്റെ റിയർ വ്യൂ മിററിൽ ഞാനിങ്ങനെ അത് നോക്കിയാ ഞാനിരിക്കുന്നത്. ഞാൻ ഇതേപോലെ രാജസ്ഥാനിൽ പോയപ്പോ ഞാൻ മുമ്പ് പോയിട്ടുള്ളതാ. ഞാൻ അജന്ത എല്ലോറ പോയപ്പോ ഞാൻ മുമ്പ് പോയിട്ടുള്ളതാ. 2ാമത്തെ തവണ അമ്മയെ കൊണ്ടുപോയതാ. മൂന്നാമത്തെ തവണ തേർഡ് ടൈം. 2 പ്രാവശ്യം. 2 കണക്കൊക്കെ എടുത്ത് വെച്ചേക്കാ. അങ്ങനെ അങ്ങനെ അപ്പോ ദ ഓൺലി തിങ് ഐ ബീങ് ഫാസിനേറ്റഡ് ഇസ് ദാറ്റ് ഐ സീ മൈ മദർ ഇസ് എൻജോയിങ് ദാറ്റ്. അല്ലാണ്ട് ആ ആൻഡ് സ്ഥലത്തിന് വാട്ട് അബൌട്ട് യുവർ ഇമ്പോർട്ടൻസ് ഇല്ല. മദർ? അമ്മയുടെ മറുപടി എന്താണ് ഇതിനോട്? അമ്മയുടെ മറുപടി അമ്മോട് ചോദിക്കും. എനിക്ക് ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ ഞാൻ കാണുന്ന സന്തോഷത്തിന് അതിരില്ല. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതാണ് യാത്ര. പിന്നെ പേടിക്കാതെ അവന്റെ കൈ പിടിച്ച് പോകുമ്പോ ഒന്നും പേടിക്കണ്ടല്ലോ, ചീത്ത കിട്ടുന്നുള്ള പേടിയൊന്നും ഇല്ല. ഭയങ്കര സുഖമായിട്ടുള്ള യാത്രകളാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കിപ്പോ തൃശ്ശൂർ റൗണ്ട് അടിച്ചു വന്നാലും ഞാൻ ഹാപ്പിയാണ്. സാറേ ഞാൻ ആ ചുമ്മാ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരട്ടെ? കാണിച്ചോളൂ. എനിക്ക് കൃഷ്ണകുമാർ സാറ് അത് അയക്കണതിന് അത്രയും സമയം എടുക്കാൻ ക്ഷമയില്ല. അത് കാരണം ഔസേപ്പേട്ടൻ മറ്റേ ചോദിക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നല്ലോ. നോക്കൂ. That's it. ഇതിങ്ങനെ ഒരു പബ്ലിക് വേദിയിൽ ഇങ്ങനത്തെ ഒരു കോളേജിന്റെ ഫംഗ്ഷനിലൊന്നും ഇങ്ങനെ കാണിക്കാൻ പാടില്ലാത്തൊരു വീഡിയോ ആണ്. കാരണം വെച്ചാൽ നമ്മളൊരു പ്രൊഫഷണൽ മെത്തേഡ് അല്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നതൊന്നും. പിന്നെ നമ്മൾ ഇത്ര നേരം സംസാരിച്ചിരുന്നു, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയി. എന്താ പറയാ, എല്ലാവരും ഭയങ്കര ഫണ്ണിയാണ്, ഭയങ്കര ഈസിയാണ്. അത് കാരണം കാണിച്ചതാട്ടോ സാറേ. ഇതൊരു പ്രൊഫഷണൽ രീതി അല്ലാന്ന് എനിക്കറിയാം. നമ്മുടെ കോളേജ് ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു ഇതെല്ലാം. ഉണ്ടല്ലേ? ഞാനിങ്ങനെ നേരത്തെ ഔസേപ്പ് സാർ ഇങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് അതിങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം കാണിച്ചതാണ്. ഞങ്ങളുടെ ഒരു ഭാഗ്യം, അതിന്റെ ആള് തന്നെ രണ്ടുപേരും ചേർന്നിരിക്കെ തന്നെ അതൊന്നുകൂടെ കാണാൻ സാധിച്ചില്ല. അപ്പൊ ഫീല് വേറെയായി. ശരിക്കും ഇതിന്റെ പുറകിൽ ഒരു ടീമുണ്ടോ? മീഡിയ ടീം പോലെ അല്ലെങ്കിൽ അങ്ങനെ? എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ, കുറെ സുഹൃത്തുക്കൾ. ഇപ്പൊ ഈ പാരീസിൽ ചെന്നപ്പോ എന്റെ ജർമ്മനിയിൽ ബെർലിനിൽ ഉണ്ടായിരുന്ന എന്റെ ഒരു ആദർശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്ത്, അവൻ അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് വന്നു. അതേപോലെ ഞങ്ങൾ പാരീസിലുണ്ടായിരുന്നപ്പോ ലണ്ടനിലുള്ള എന്റെ ഒപ്പം പഠിച്ച പിള്ളേരൊക്കെയാ. അവര് സഹകുടുംബാന ലണ്ടനിൽ നിന്ന് പാരീസിലേക്ക് വന്നു.
ഈ ഞാൻ നേരത്തെ എവിടെയോ ഇടയിൽ പറഞ്ഞു പോയി, സുഹൃത്തുക്കളൊരു ഈ യാത്രയ്ക്ക് മുമ്പുള്ള ശരത്ത് എന്താന്ന് ചോദിച്ചപ്പോഴേ, ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഒരുപാട് പേരുണ്ട്. അത് പഴയ ഫ്രണ്ട്സ് ആട്ടാ. ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് മുമ്പുള്ള എന്റെ എന്റെ വീടൊക്കെ എന്നും ഉച്ചയ്ക്ക് ഹൗസ്ഫുൾ ആയിരിക്കും ഭക്ഷണം കഴിക്കാൻ. ഞാൻ വരുമ്പോ എനിക്ക് തന്നെ തോന്നുന്നത് എന്റെ വീടാണോ അത് അവരുടെ വീടാണോ, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവേ. എന്റെ മുറിയിൽ വരുമ്പോ എനിക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഏറ്റവും സന്തോഷം തരുന്ന കുട്ടികളോടുകൂടി നടക്കുമ്പോഴാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുട്ടികളെയാണ്. ഞാൻ ആരും എന്നാലും സ്വീകരിക്കും. അമ്മ ഒരു ഇതിൽ പറഞ്ഞായിട്ട് ഇതിലുണ്ടോ തോന്നുന്നു. അതായത് ഇങ്ങനെ സൂര്യനെ നോക്കി നിന്ന് കൊതിച്ചിട്ടുണ്ട് സൂര്യനോടൊപ്പം യാത്ര ചെയ്യാൻ. അപ്പൊ ഇപ്പൊ ഏകദേശം സൂര്യന്റെ കൂടെ പോയ പോലെ ഇല്ലേ? തീർച്ചയായിട്ടും എനിക്ക് ഇഫൽ ടവർ കണ്ടോടുകൂടി ഞാൻ ഭയങ്കര സന്തോഷത്തിലാ. ഒരിക്കലും കാണുന്നു വിചാരിച്ച ഒരു കാഴ്ചയല്ല അത്. സൂര്യന്റെ അത് നമ്മൾക്ക് ഒരിക്കലും എത്തില്ല, എന്നാലും ഞാനും നേടി. ഈ ഒരു ലൈഫിന്റെ ഫിലോസഫി അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് പറയാനുണ്ടോ? ഇപ്പൊ ഞാനിങ്ങനെ കുറെ വീഡിയോസ് കണ്ടപ്പോ ശരത്ത് ഒരു കാലത്ത് ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട്. ബിസിനസിന്റെ ഒക്കെ യാത്ര ഒരു ഹീലിംഗ് ആയി മാറിയിട്ടുണ്ടായിരിക്കും ഇല്ല, കുറെ. യാത്ര ഒരിക്കലും ഒരു ഹീലല്ല. ആക്ച്വലി ഞാനത് ഇന്ന് രാവിലെ കൂടി ഒരാളുടെ അടുത്ത് ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്തുള്ളൂ. യാത്ര ഒരിക്കലും നമ്മളെ ഹീൽ ചെയ്യുന്നില്ല. പക്ഷെ യാത്രയിൽ നമ്മൾ പല എന്താ പറയാ, പല പെർസ്പെക്റ്റീവ്സ് ഓഫ് ലൈഫിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ കാണും. നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ വളരെ കുഞ്ഞിതാണെന്ന് അവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാതെ അടിയിൽ എന്തോ ഒരു ചോദ്യം വന്ന്, എന്താ നിങ്ങൾ വല്ലാതെ കൊതിപ്പിച്ചു. ഓക്കെ, സരിത ടീച്ചറാ. ഓക്കെ, അപ്പോ ട്രാവൽ ഡസൻ ഹീൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ചിലപ്പോൾ എൻ്റെ മാത്രം കാര്യമായിരിക്കും. അത് നമ്മൾ ഹീൽ ചെയ്യേണ്ടത് സമയമെടുത്ത് അതിന് സ്പേസ് കൊടുത്ത് തന്നെ അത് ഹീലാവുള്ളൂ. പക്ഷെ യാത്ര ഇസ് ഡിഫറെന്റ്. അത് നമ്മുടെ ഒരു ഡ്രഗാണ്, അതൊരു ലഹരിയാണ്. അത് യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങള്, നമ്മളൊരു സ്ഥലത്തെത്തുമ്പോൾ ഉണ്ടാവുന്ന നമ്മളെ ഒറ്റയ്ക്ക് നമ്മൾ ചെന്ന് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഒരു കറേജ്, നമ്മുടെ ഒരു സ്ട്രെങ്ത്, നമ്മുടെ ഒരു ഇന്നർ ഒരു സോളിനെ നമുക്കൊരു ആക്ടിവേഷൻ കിട്ടും. നമ്മള് വി ക്യാൻ ഡു ദിസ്, ഐ കുഡ് ഡു ദിസ്, ഇതെനിക്ക് പറ്റൂട്ടാ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂലേ. ആ ഒരു കോൺഫിഡൻസ് നമ്മളെ പല എന്താ പറയാ, പല ജമ്പുകൾ എടുക്കാൻ സഹായിക്കും. ചിലപ്പോ അമ്മ ഈ പറഞ്ഞ പോലെ അമ്മ ഒരിക്കലും കൈലാസ് മൻസറോവർ യാത്ര നടക്കില്ല എന്ന് ആലോചിച്ചിരുന്നിരുന്ന ആളാ. നെവർ, ഒരിക്കലും പറ്റില്ല എന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് പറ്റിയല്ലോ. അത് എന്തൊരു സുഖമായിട്ട് നമുക്ക് പറ്റി. അച്ഛനൊക്കെ പോയ റൂട്ടും, അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ടി, കാഷ്വാലിറ്റീസ് ഒക്കെ സംഭവിച്ചും മരണങ്ങൾ സംഭവിച്ചും പല ബുദ്ധിമുട്ടുകളിൽ പോയി നമ്മൾക്കൊരു ഒരു എന്താ പറയാ, ഒരു കാല് പോലും പൊട്ടാതെ, ഒരു കോറൽ പോലും ഏൽക്കാതെ നമ്മൾ തിരിച്ചെത്തി. അപ്പൊ ഇതൊക്കെ ദൈവാനുഗ്രഹം എന്നുള്ളൊരു സീക്വൻസും കൂടി ഉണ്ട് അതില്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ആ പല മേഖലകളിലുള്ള ആൾക്കാരുടെ കൾച്ചറൽ എക്സ്ചേഞ്ചിൽ നമ്മൾ കുറെ പഠിക്കും. അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം, അവരുടെ കൈൻഡ്നെസ്മേ നമ്മളൊക്കെ തോറ്റു പോണത്. ഒരാളുടെ കൈൻഡ്നെസ് കാണുമ്പോൾ നമ്മള് അതുപോലെ ആവണം. അവര് സംസാരിക്കുന്നുണ്ടോ, അവര് പെരുമാറുന്നുണ്ടോ. ഞങ്ങള് ലഡാക്കിൽ ഒരു ഹോം സ്റ്റേയിൽ നിൽക്കുക. അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോ അവര് കാശൊന്നും, അതായത് റൂം റെന്റ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴുള്ള ഞങ്ങൾക്കുള്ള ആപ്പിൾ കട്ട് ചെയ്ത് ജാം ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് അതിന് കാശൊന്നും മേടിച്ചിട്ടില്ല. ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു 5 ദിവസം ഞങ്ങൾ അവിടെ നിന്നു. 2017-ലോ 18-ലോ ആണ്. ആ ഹോട്ടലിന്റെ ഓണർ ആ ചേച്ചിയെ, ആദുവിന്റെ വൈഫിനെ അമ്മ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുണ്ട്, ആ ചേച്ചിയും കരയുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്തപ്പോ സംഗതി, അവർക്ക് ഭാഷ മലയാളം അറിയില്ല, അമ്മയ്ക്ക് അവരുടെ ഭാഷ അറിയില്ല, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ആയുന്ന ലോളി. അപ്പൊ നമ്മൾ അങ്ങനത്തെ അവരുടെ ഒരു കൈൻഡ്നെസ് കാണുമ്പോഴേ നമുക്ക് തോന്നും നമ്മളൊക്കെ ഇനിയും ഒരുപാട് വളരാനുണ്ട്, ഇനിയും പഠിക്കാനുണ്ട്. നമ്മളിവിടെ ഒരുപക്ഷെ ചിലത് ഈ ഇതേപോലുള്ള വീഡിയോസ്, അതുപോലുള്ള സീനുകളുടെ വീഡിയോസ് ഇടുന്നത് ഒരുപക്ഷെ മലയാളികളുടെ മനസ്സ് മാറ്റാൻ ഉപകാരപ്പെട്ടേക്കുപോയി. തോന്നുന്നു സാറേ. ചില സ്ഥലത്ത് ചില ആൾക്കാരെങ്ങനെ കാണുമ്പോ എനിക്കും തോന്നും അവരും ചിന്തിച്ചു കൊണ്ടുപോകണം. ഇന്ന് ഇപ്പൊ ഞാന് 8 മണിക്ക് വടക്കുന്നാലില് പോയപ്പോ ഒരു ചേച്ചിയും ഒരു ഹസ്ബൻഡും പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ടാ ഞങ്ങൾ ട്രിപ്പ് പോയെന്ന് പറഞ്ഞു. അപ്പൊ തോന്നുന്നു സംവെയർ സംതിങ് ഇസ് ഹാപ്പനിങ് എന്നൊരു തോന്നൽ എനിക്കുണ്ട്.
ചിലപ്പോ ഉണ്ടാവുമായിരിക്കും, ചിലപ്പോ നമ്മുടെ തോന്നലായിരിക്കും, ചിലപ്പോ അവർക്ക് മുമ്പ് ആഗ്രഹിച്ചിരുന്നുണ്ടാവും, കണ്ടത് കൊണ്ട് പോയതായിരിക്കാം, മൈറ്റ് ബി. അല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായിട്ട് മാറുന്നുണ്ട്. രണ്ടുപേര് ഒരു മകനും അമ്മയും യാത്ര പോയി തിരിച്ച് വീട്ടിൽ വന്നിരുന്ന് വീണ്ടും യാത്ര പോവുക മാത്രമല്ല, നിങ്ങൾ ലക്ഷക്കണക്കിന് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഭാഷ ഒരു പ്രശ്നമാവുന്നില്ല, മറ്റ് ആളുകൾക്കും പ്രചോദനമാവുന്നുണ്ട് ശരിക്കും. അത് സോഷ്യൽ മീഡിയ ഉപകരിച്ചു, അതൊരു കാരണം. അതെ 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 അത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്ട്രെങ്ത് അത്. കാരണം നമ്മള് എന്ത് അങ്ങനെ പോസ്റ്റ് ചെയ്താലും, ഇപ്പൊ ഒരു സ്റ്റോറി ഇട്ടാലും, അത് കാണുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്, അവരത് ഉൾക്കൊള്ളുന്ന രീതി, ഇതെനിക്കും പോണല്ലോ അല്ലെങ്കിൽ ഇതെനിക്കും ചെയ്യണല്ലോ എന്ന് തോന്നുന്ന അവരുടെ തോട്ട്, നമ്മളത് ഇട്ടു എന്നുള്ളോ, ചെയ്യേണ്ടത് അവരാണല്ലോ. ഇപ്പൊ ഒരു മോട്ടിവേഷൻ പറയുമ്പോ ഒരു സ്പീക്കർ പറയണത് ഓക്കെ, പക്ഷെ അത് കേൾക്കണല്ലോ നമ്മള്. വലിയൊരു ധർമ്മമാണ് നിർവഹിക്കുന്നത് ശരിക്കും. അമ്മ സാറിന്റെ കൂടെ പോയിട്ടില്ലേ യാത്രകള്? പണ്ട് ഞങ്ങള് ചെറുതുകള്, അതായത് ഇപ്പൊ ഈ തിരുപ്പതി അല്ലെങ്കിൽ രാമേശ്വരം അങ്ങനത്തെ ഒക്കെ. വലിയതുകള് അച്ഛന്റെ കൂടെ പോയാൽ പെട്ടിയിൽ തിരിച്ചു വരേണ്ടി വരും. ആ റൂട്ട് ഒരിക്കലും നമ്മളൊരു സാധാരണക്കാർക്ക് പോസിബിൾ അല്ല. 290 കിലോമീറ്റർ എങ്ങനെ നടക്കും? സാറ് നടക്കൂ? ഞാൻ നടക്കില്ല. ഞാൻ ഹെലികോപ്റ്റർ പിടിക്കും. ഞാൻ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറയായിരുന്നു. അതായത് അച്ഛൻ കൈലാസ് മാനസറോവർ പോയി 52 കിലോമീറ്റർ പരിക്രമ ചെയ്യാൻ വേണ്ടിയിട്ട് 290 കിലോമീറ്റർ നടന്നു. ഞങ്ങള് 52 കിലോമീറ്റർ പരിക്രമ ചെയ്യാൻ വേണ്ടിയിട്ട് നേപ്പാളിൽ ഫ്ലൈറ്റിൽ ചെന്നിറങ്ങി. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പോലത്തെ ഹെലികോപ്റ്റർ പിടിച്ച് നേരെ മാനസറോവറിൽ ചെന്നിറങ്ങി. ഞങ്ങള് 200 കിലോമീറ്റർ കട്ട് ചെയ്തു, 52 കിലോമീറ്റർ മാത്രം നടന്നുള്ളൂ. വലിയ ഒരു പ്രചോദനമാണ്. നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ടും ഈ പറഞ്ഞ കുട്ടികളൊക്കെ ഹോസ്റ്റലിലെ ഡിന്നർ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ടും ഒക്കെ. എന്നാലും ഇതൊരു സ്വപ്നതുല്യമായിട്ടുള്ളൊരു വ്യാഴാഴ്ച വായനാഴ്ചയായിരുന്നു. സർവോപരി ഞങ്ങളുടെയൊക്കെ ആരാധന കഥാപാത്രമായിട്ടുള്ള സുനീതി മിസ്സാണ് ഈ പുസ്തകം അവതരിപ്പിച്ചതെന്നുള്ളൊരു ഇതുണ്ട്. കുട്ടികൾക്ക് പരീക്ഷാകാലമൊക്കെയാണ്, അതുകൊണ്ട് എല്ലാ വ്യാഴാഴ്ച ഒരു പുസ്തകം അവതരിപ്പിക്കുന്നുണ്ട്, ഓതേഴ്സ് ഇതുപോലെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ സുനീതി മിസ്സിന് പ്രത്യേകം സന്തോഷം പറയുകയാണ്. കുട്ടികളാണ് ഇതിന്റെ ജീവൻ. സ്മേര എന്ന് പറഞ്ഞ കുട്ടിയാണ് മോഡറേറ്റർ. വളരെ മനോഹരമായിട്ടുള്ള കുട്ടി. സംസാരിച്ചേ ഇല്ലാന്ന് തോന്നുന്നു മോഡറേറ്റർ ആയിട്ട്, അല്ലേ? അതെ അതെ. സ്മേര പോയോ? ഭയങ്കര സന്തോഷായി ഈ സാറിനെയും അമ്മയും ഇപ്പൊ കാണാൻ പറ്റിയതും. പിന്നെ സാറിപ്പോ ഓരോന്ന് പറയുമ്പോ അത് വിഷ്വലൈസ് ചെയ്യായിരുന്നു. ഞാൻ ഇങ്ങനെ ആ ഒരു യാത്രയിൽ ഇങ്ങനെ പോവായിരുന്നു സത്യം പറഞ്ഞാല്. അപ്പൊ ഒരുപാട് സന്തോഷം തോന്നി. ഞങ്ങള് തൃശ്ശൂർക്കാരുടെ യാത്ര പോണേനും ഭംഗിയാണ് കാണുമ്പോ. അതെ അതെ. ഞങ്ങളെ തൃശ്ശൂർക്കാരുടെ ഒരു വേ ഓഫ് എക്സ്പ്ലനേഷൻ ആണ് ഇങ്ങനെ. സാർ തൃശ്ശൂരിനെ പറ്റി പറയുമ്പോഴും ഞാൻ തൃശ്ശൂറും എക്സ്പ്ലോർ ചെയ്തു. ഞാനിങ്ങ് വടക്കാണ്, കണ്ണൂരാണ്. സോ തൃശ്ശൂരിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ. അടുത്ത തൃശ്ശൂർ പൂരത്തിന് വരൂ, April 26. ആഗ്രഹമുണ്ട് സാർ. ശ്രമിക്കും വരാൻ. ഞാൻ കൊണ്ടുവരാം സാർ ആളെ. വരൂ. സ്മേരയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സ്മേര ഒന്നും ചോദിച്ചില്ല. ഇപ്പൊ അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ കേട്ടിരിക്കായിരുന്നു സാർ, ആസ്വദിച്ചിരിക്കായിരുന്നു പറയാ. വളരെ സന്തോഷായി. പിന്നെ മോഡറേറ്ററായി നിൽക്കുന്ന ഒക്കെ സന്തോഷമായിട്ടിരിക്കുകയാണ്. റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരപ്പ. അങ്ങനെ ഒരാളെ നമുക്കിങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്നൊക്കെ പറയുമ്പോ അതൊരു വളരെയധികം സന്തോഷമുള്ള കാര്യമാണല്ലോ. ഞങ്ങൾ കണ്ണൂര് വരുമ്പോ സ്മേര നേരിട്ട് കാണാം കേട്ടോ. എന്റെ വീട് കണ്ണൂർ തലശ്ശേരിയാണ്. തലശ്ശേരി അല്ലേ? എന്തോ പറയുന്നുണ്ട്. ഞാനിവിടെ ഉണ്ട്. ശരത്ത്, ഗീതാമ്മ, ഞാനിങ്ങനെ കണ്ടോണ്ട് ഇരിക്കായിരുന്നേ. കാരണം എനിക്കൊന്നും ചോദിക്കാനില്ല. കാരണം നിങ്ങളുടെ ഭംഗി എന്തായാലും ഭംഗി, അമ്മയുടെ ഭംഗി, മകന്റെ ഭംഗി. പിന്നെ ഞാൻ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ഗീതാമ്മ ശരത് കൃഷ്ണൻ യൂട്യൂബ് ചാനലില് നിങ്ങളുടെ ഹിസ്റ്ററി, തറവാട് ഒക്കെ കാണിക്കണ എപ്പിസോഡുകളൊക്കെ ഇല്ലേ, അത് തുടങ്ങി മിക്കവാറും ഈ അടുത്ത് ബിസിനസ് ചില ചാനലുകളിൽ വന്ന
ഉവ്വ് ശരത്കൃഷ്ണന്റെ ഇന്റർവ്യൂ വരെയും അത്രയും വരെയും എല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒന്നും ചോദിക്കാനായിട്ട് ചോദിക്കാണ്ടാവില്ലല്ലോ അല്ലെ? ഒന്നുമില്ല. കാര്യം എല്ലാം എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ എനിക്ക് ഉവ്വ്. കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ നല്ലൊരു പിന്നെ ശരത്കൃഷ്ണന്റെ ഭാഷ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ഭാഷ, അതുപോലെ ഇപ്പൊ പറഞ്ഞില്ലേ, മറ്റു യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കൈൻഡ്നെസ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്വാധീനിച്ചെന്നുള്ളത്. മകൻ അമ്മയോട് കാണിക്കുന്ന കൈൻഡ്നെസ് ആണ് ഞങ്ങളെ സ്വാധീനിച്ച ഏറ്റവും വലിയ ഒരു കാര്യം. ചിലപ്പോ മക്കൾ അമ്മേനെയൊക്കെ കൊണ്ട് ഒരു തവണ യാത്ര പോയേക്കാം, പക്ഷെ അത് വീണ്ടും വീണ്ടും പോണെങ്കിൽ അതിനുള്ളിൽ അത്രയും വലിയ ഒരു ഒരു എന്താ പറയാ ആഗ്രഹം, അടുപ്പം, സ്നേഹം, ഇഷ്ടം ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പോണത്. എന്റെ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയ്ക്ക് യാത്ര ഒന്നും ചെയ്യാൻ ഇപ്പൊ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. 82 വയസ്സുണ്ട്. അമ്മയും ഞാനും മാത്രമായിട്ട് യാത്ര ചെയ്യാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. അച്ഛനും ഞാനും മാത്രമായിട്ട് ഒരു 4 ദിവസം ഡിണ്ടുഗൽ, തമിഴ്നാട്ടിലെ ഡിണ്ടുഗൽ എന്നൊരു സ്ഥലത്ത് അച്ഛന്റെ കസിന്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് വണ്ടി ഓടിക്കാൻ ആരില്ലാത്തതുകൊണ്ട് ഞാനാണ് അച്ഛനെയും കൊണ്ട് പോയത്. ആ ഒരു 4 ദിവസം എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട 4 ദിവസമാണ്. അച്ഛനും ഞാനും നല്ല അടുപ്പമാണ്. എന്നാലും ആ സമയത്ത് അച്ഛൻ എന്നോട് സംസാരിച്ച കാര്യങ്ങള്, ഞാൻ അച്ഛനോട് സംസാരിച്ച കാര്യങ്ങള്, 4 ദിവസം ഞാനും അച്ഛനും മാത്രമായിട്ട് യാത്ര ചെയ്ത ആ ദിവസം, അച്ഛനെ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു അച്ഛനെ എനിക്ക് കാണാനും, ചിലപ്പോ അച്ഛനും അതുപോലെ തന്നെ ഒരു അനുഭവം ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈവൻ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം വരെയും എന്നോട് ആ സമയത്ത് അച്ഛൻ സംസാരിച്ചു എന്നുള്ളതാ. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് എന്നെ അഫക്ട് ചെയ്ത ഡേയ്സ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഇത്രയും യാത്ര ചെയ്തപ്പോ അമ്മയും മകനും ഇപ്പൊ ചില സമയത്ത് ഇതുപോലെ ഒരു അമ്മയ്ക്ക് മകനോട് പെരുമാറാൻ പറ്റുമോ? ഇതുപോലെ ഒരു മകന് അമ്മേനോട് പെരുമാറാൻ പറ്റുമോ? നമുക്കറിയാം, യാത്രയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മറ്റെല്ലാ ചിന്തകളും ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മളായിട്ട് തന്നെ മറ്റുള്ളവരോട് ഇടപെടാൻ നമുക്ക് പറ്റണത് അല്ലെ? അപ്പൊ അമ്മയും മകനും കൂടെയുള്ള യാത്രയിൽ ഇത്രയും യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര അടുപ്പം ഉണ്ടായി കാണും, എത്രത്തോളം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ എന്താ പറയാ ഷെയർ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്ക് ചോദിക്കാനൊന്നുമില്ല. ഈ നമ്മളുടെ ഗ്രൂപ്പില് നമ്മളുടെ കുട്ടികളോടൊപ്പം ഞങ്ങളുടെ ഈ കുടുംബത്തില് നിങ്ങൾ വന്നതിനുള്ള ഭയങ്കര സന്തോഷം. അതിന്റെ ഇടയിൽ ഞാൻ സാറിന് ഒരു മെസ്സേജ് ഇട്ടിരുന്നു. സാർ അത് കണ്ടിട്ടില്ല. ഞാന് സാറെ നമ്മുടെ കോളേജ് ഡേക്ക് ഇപ്പോഴേ തന്നെ ഇവരെ ക്ഷണിച്ചെങ്കിലോ എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. സാർ ആ മെസ്സേജ് കണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അനൗദ്യോഗികമായിട്ടൊരു ക്ഷണം നടത്തിയ ഞങ്ങള് കോളേജ് ഡേ യൂണിയൻ അല്ലെ കോളേജ് ഡേ അല്ലെ യൂണിയൻ കോളേജ് ഡേ മാർച്ച് മാസത്തിൽ ഉണ്ടാവോ? തൃശ്ശൂർ ഉണ്ടാവോ? മാർച്ച് സാറേ, നാളത്തെ കാര്യം പോലും അറിയാത്ത എന്നോടാണോ മാർച്ചിലെ കാര്യം ചോദിക്കുന്നത്? എന്തായാലും ഒരു വിളി കൂടെ പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് മാർച്ചിൽ പ്ലാൻ ചെയ്യാതെ. മാർച്ചില് അപ്പൊ ഒന്ന് മുൻകൂർ പറയാണ്. നാളെ രാവിലെ സാറ് വിളിക്കുമ്പോ ഞാൻ എവിടെയൊന്ന് സാറിനോട് പറഞ്ഞുതരാം. അതാണിപ്പോ നേരത്തെ സുനീതി മിസ് പറഞ്ഞു, വരുമോ നമ്മുടെ പ്രോഗ്രാമിന്? വരുമോ മാത്രമല്ല, നാട്ടിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും വരാം സാറേ. പറയാൻ പറ്റില്ല. പെട്ടിയൊക്കെ റെഡി ആയിട്ടിരിക്കണല്ലേ? പെട്ടി റെഡിയാ, പെട്ടി ഫുൾ ടൈം റെഡിയാ. കാലം കുറച്ചല്ലേ ഉള്ളൂ, വേഗം പോണ്ട യാത്രകളും. വീട്ടില് ഇങ്ങനെ സംസാരിക്കുമ്പോ അതിലെ കൂടെ കിളികൾ പറന്ന് നടക്കണത്, ഒരു പാരറ്റ് ഒക്കെ വീട്ടില് ഞാനൊരു ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട്. അതൊക്കെ പട്ടികള്, ധാരാളം പെറ്റ്സ്, അതുപോലെ വിജയ് യേശുദാസ്, നൈല ഉഷ, ഇവരുടെയൊക്കെ അമ്മേനെ പോലെയുള്ള ഒരു കാണുന്ന ഒരു അമ്മ. അതെ അതെ. ഇതെല്ലാം എനിക്ക് അറിയാം. ഞാനിതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് സന്തോഷം, വളരെ സന്തോഷം. നല്ലൊരു എന്താ പറയാ അഭിമാനം, എന്താ പറയാന്നറിയില്ല. അപ്പൊ ഇങ്ങനൊരു അവസരം നമുക്ക് ഉണ്ടായതിന് ഭഗവാനോട് എല്ലാ തരത്തിലുള്ള നന്ദി. ഇതിനകത്ത് പങ്കെടുത്തവർക്കും അത്രയും ഒരു ഭാഗ്യമുള്ളവരാണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനും അതിന്റെ ആലോചന, അതിനുള്ളൊന്നും ഇല്ല ടീച്ചറെ. ഇല്ല, ഞങ്ങൾക്ക് പക്ഷെ അതിനകത്തുനിന്ന് കുറെ ഊർജം കിട്ടിയിട്ടുണ്ട്. ഞാനൊക്കെ ഈ വീഡിയോസ് ശരിക്കും ഇങ്ങനെ ഇരുന്ന് തന്നെ ഞാൻ കാണുമ്പോ എന്റെ ഹസ്ബൻഡും കൂടെ ഇരുന്ന് കാണും. ആ നീല സാരി എടുത്ത് അമ്മ മഞ്ഞിൽ നിൽക്കണ ബ്ലാക്ക് സ്വെറ്ററും നീല സാരിയും കൈ ഇങ്ങനെ വീശി മഞ്ഞിൽ നിൽക്കണ ആ പടവും അതൊക്കെ എല്ലാം ഞങ്ങളും അത്യാവശ്യം കുറച്ച് യാത്രകൾ ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ വളരെ ദൂരമൊന്നും പോകണമെന്നൊന്നുമില്ല. ഒരു ചെറിയ ദൂരമാണെങ്കിൽ വെറുതെ ഞങ്ങൾ ഊണ് കഴിഞ്ഞിട്ട് രാത്രി ഒരു ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞ് ഞാനും സാറും കൂടെ പോവാറുണ്ട്. അതുപോലും ഒരു യാത്രയായിട്ട് ആഘോഷിക്കുന്ന ആളുകളാണ് ഞാനും സാറും. അപ്പൊ നമുക്ക് ദൂരം ഒരു വലിയ പ്രശ്നമല്ല.
പക്ഷെ ആ ഒരു മൈൻഡ്, ആ ഒരു മൂഡ്, ആ ഒരു സ്നേഹം, ആ ഒരു സിറ്റുവേഷൻ എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഇതെല്ലാവരും നിങ്ങളൊക്കെ ഞങ്ങളുടെ പ്രചോദനമാണ്. ഞങ്ങൾക്ക് ഇനിയും ഇനിയും കാണാനും ഇനിയും യാത്രകൾ എന്താന്ന് അറിയാനും കാണാനും കേൾക്കാനൊക്കെ ആഗ്രഹിക്കണം. ഇനി കുറേ യാത്രകൾ ചെയ്യാനായിട്ട് രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ശരി, താങ്ക് യു. നാളെ അറ്റൻഡൻസ് കുറവാവും. പല കുട്ടികളും യാത്ര പോയിണ്ടാവും എന്ന് തോന്നുന്നു. അല്ല, നമ്മളെ കോളേജില് പരമാവധി യാത്ര, സന്തോഷം. നമ്മുടെ കോളേജിന് തന്നെ പേര് സ്മൈലിംഗ് ക്യാമ്പസ് എന്നാണ്. നമ്മള് ചിരിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പളിന്റെ പേര് തന്നെ സുസ്മിത എന്നാണ്. സുസ്മിത. വളരെ ഹാപ്പിനെസ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്വാഗതം പറഞ്ഞ ദേവിക നന്നായി സ്വാഗതം പറഞ്ഞു. ഇനിയിപ്പോ നന്ദി പറയാൻ പോകുന്ന നാസിറ, പിന്നെ ഇതിന്റെ ഒരു സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഉണ്ട് അക്ഷയ, അതുപോലെ ആരാണ് ഇന്നത്തെ ലിങ്ക് ഇട്ടുള്ളതെന്ന് അറിയില്ല. അവരും വളരെ ശ്രദ്ധാപൂർവം. ഇത് ഗേൾസ് ഓൺലി കോളേജ് ആണോ? അല്ലല്ല, അധികം ഗേൾസ് ആണ് മാത്രം. ഭൂരിപക്ഷം പെൺകുട്ടികളാണ് മാത്രം. പൊതുവെ ബി.എഡിനൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പൊ. പിന്നെ ഞങ്ങള് 2-3 മെയിൽ സ്റ്റാഫ് ഉണ്ട്. അങ്ങനെ എല്ലാം ന്യൂനപക്ഷമാണ്. ആണുങ്ങള് അത് കുറവുണ്ട്. പിന്നെ ഇതില് പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ മാത്രമല്ല, ഇതൊരു ഓപ്പൺ ഫോറാണ്. ഇപ്പൊ ദുബായിൽ നിന്നുണ്ട്, US നിന്നുണ്ട്, പല രാജ്യങ്ങളിൽ നിന്നുണ്ട്. അജിത് കുമാർ സാർ ഉണ്ട്, ദുബായിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ വൈഫും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മള് കുട്ടികളും ടീച്ചേഴ്സും പൂർവ്വ വിദ്യാർത്ഥികളും മാത്രമല്ല, എല്ലാവരും ഉണ്ട് അതില്. പിന്നെ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ കോളേജിന്റെ ചാനലിൽ ഇടും. അപ്പൊ അത് എല്ലാവർക്കും ഒരു വലിയ അനുഭവമാണ്. അപ്പൊ ശരിക്കും വളരെ സിനിമാറ്റിക് ആണ്. എഴുത്തും ജീവിതവും സംസാരവും എല്ലാം അത്രയും ഇമേജറിയാണ്. നേരത്തെ ലേന പറഞ്ഞ പോലെ ഓരോ വാക്കും ചിത്രങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതൊരു മാസ്മരികതയാണ്. അത് ഞാൻ കണക്കാക്കണ 10 ഗുണം 10 ഗുണം അത് തന്നെയാണ്. അതങ്ങനെ ആയില്ലെങ്കിലല്ല അത്ഭുതമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇമേജറി റിച്ച്നെസ് ശരിക്കും ഉണ്ട്. അതിനുപരി വാല്യൂ ഉണ്ട്. വാല്യൂ ആണല്ലോ നമ്മുടെ മൂല്യങ്ങള്, ഓർമ്മകൾ നല്ലോണം ഉണ്ടല്ലോ. കഴിഞ്ഞതൊന്നും മറക്കില്ല. അതും ഇങ്ങനെ സിനിമാറ്റിക് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു സിനിമ ചെയ്യാൻ പറ്റും തോന്നുന്നു കേട്ടോ. പറ്റും. അത്രയും സ്റ്റോറി ബോർഡ് പോലെ ഇങ്ങനെ സീക്വൻഷ്യലായിട്ട് ഇങ്ങനെ വരച്ചിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. അതിലുപരി ജീവിക്കാൻ പ്രചോദനം കൊടുക്കുന്നുണ്ട് പലർക്കും. അത് വലിയൊരു കാര്യമാണ്. എന്റെ ഒരു സുഹൃത്ത് ടെൻഷൻ വരുമ്പോ ശരത്തിന്റെ റീൽസ് ഇരുന്ന് കാണുന്നു പറഞ്ഞു. അവരുടെ പേര് രാജീവ് എന്നാണ്. ചൂണ്ടല് ഇല്ലേ, കേച്ചേരി ചൂണ്ടല്. ചെറിയൊരു തട്ടാൻ പണി, ഗോൾഡ് സ്മിത്ത് പണിയുള്ള ആളാണ്. അങ്ങനെ അത്രയും പ്രചോദനം കൊടുക്കുന്നുണ്ടല്ലോ. എല്ലാം കൊണ്ടും ഇന്ന് നല്ലൊരു രാത്രിയായി മാറി എന്നുള്ളതാണ്. ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജാ, ജീവിതം കൈമുട്ടി അറ്റമെത്തി എവിടെയും എത്തുന്നില്ല എന്ന് കാണുന്ന ഒരു സന്ദർഭമായി അവസാനിപ്പിക്കണം എന്ന് ആലോചിച്ചിരിക്കണ നേരത്താ നിങ്ങളുടെ വീഡിയോസ് കണ്ടേ, അവിടുന്ന് ജീവിക്കണം എന്നൊരു ആഗ്രഹം തോന്നി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു എനിക്ക്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ ഇത്ര ഉണ്ടാ നമ്മള്. അത് ഞാൻ എന്നിട്ട് ആ നമ്പർ ആ മെസ്സേജ് വന്ന നമ്പറിലേക്ക് വിളിച്ചൊക്കെ നോക്കി. ഇൻസ്റ്റാഗ്രാമിൽ കോൾ ഓപ്ഷൻ ഉണ്ടല്ലോ, പക്ഷെ ഫോൺ എടുത്തില്ല. പിന്നെ പുള്ളി എന്തായി ചെയ്തോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയില്ല. നമുക്ക് ആ മെസ്സേജ് കണ്ടപ്പോ ഭയങ്കര ഒരു ടെൻഷൻ വന്നു. ഒരാളങ്ങനെ ഒരു അറ്റം മുട്ടിയിരിക്കുന്ന നേരത്ത് അയച്ചൊരു മെസ്സേജാ. നമ്മള് പോസിറ്റീവായിരിക്കുക, അത് സത്യമാണ്. അതിന്റെ ഒരു തെളിവാണ് സാറേ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ പ്രോഗ്രാമിൽ എത്തുന്നുള്ളത്. കാരണം ഫോൺ വിളിച്ചാൽ എടുക്കൂല. കറണ്ട് ബുക്സിൽ വിളിച്ചപ്പോ പറഞ്ഞില്ല, അങ്ങനെ നമ്പറില്ല ആൾക്ക്, ഒന്നും തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. തൃശ്ശൂര് ഒരുവിധ മേട്ടന്മാരുടെ അടുത്തൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയും, അങ്ങനെയുള്ളവരെ കിട്ടുള്ളേ. അപ്പൊ
അപ്പൊ കയ്യില് ഞാനിങ്ങനെ ഫോൺ വെച്ച അഭിമാനിച്ചു. സമയമില്ല. എനിക്കിങ്ങനെ ഫോൺ ഭയങ്കര പാടാ എടുക്കല്. ഒന്നാമത് എവിടെയെങ്കിലുമൊക്കെ പരിപാടിയിൽ ഇരിക്കുമ്പോ ഇപ്പൊ നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ 8 കോള് വന്നിട്ടുണ്ട്. എങ്ങനെ എടുക്കും? എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അല്ല ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആരെയും തിരിച്ചു വിളിക്കാനും പറ്റില്ല. എത്ര പേര് തിരിച്ചു വിളിക്കും നമ്മള്? അതുകൊണ്ടൊക്കെ ഞങ്ങളെല്ലാവരും ബ്ലെസ്ഡ് ആയി. നിങ്ങളും ബ്ലെസ്ഡ് ആയി. എനിക്ക് തന്ന ആള് പറഞ്ഞു, എടാ അത് ഒരിക്കലും എടുക്കൂല, എടുത്താ ഞാൻ നിനക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഞാൻ ചെല്ലണത് വാങ്ങാൻ. സാറിന്റെ അടുത്ത് പറഞ്ഞില്ലേ, സാറിന്റെ നമ്പർ കാണാനുള്ള ഭംഗി കൊണ്ട് ഫോൺ എടുത്തതാ. ശരാ, എന്റെ ജന്മം ധന്യമായി. ഭയങ്കര ഫാൻസി നമ്പറാ സാറിന്റെ. ആ നമ്പർ എടുത്ത് എന്തായിരിക്കും ആലോചിച്ചിട്ട് എടുത്തതാ. സാറിന്റെ കാറിന്റെ നമ്പറും കൂടി കേട്ട് കഴിഞ്ഞാല് ഒന്നുകൂടി എത്രയാ സാറേ കാർ നമ്പർ? അല്ല, ഒന്നുമില്ല. ടീച്ചർ വെറുതെ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ 8888 എന്നാണ്, അത്രേ ഉള്ളൂ. ഓ അത് ശരി. അപ്പൊ ഫോൺ നമ്പർ അതേപോലെ തന്നെ. എന്തായാലും ഇതൊക്കെ ഒരു എന്താ പറയാ, ഇനിയൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഇത് ഈ ഒരു രാത്രി കൊണ്ട് തന്നെ എല്ലാം ധന്യായെന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ സ്മേര നമ്മുടെ മൈക്ക് കൈമാറുകയാണ്. ഞാനാണ് ഇത്ര നേരം കമ്പയർ ചെയ്തത്. അവിടെ മോഡറേറ്റർ പോയോ? ഓക്കെ സർ. ഹായ് സ്മേര. സർ. അപ്പോൾ പ്രോഗ്രാമിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മള്. ഔപചാരികമായി നന്ദി പറയുന്നതിനായി 1ാം വർഷ BEd നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥിനി നാസിറയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ആ അമ്മയോടൊപ്പമുള്ള യാത്രകൾ എന്ന ശരത് കുമാർ സാർ എഴുതിയ ഈ ഒരു പുസ്തകം ഒരു സാധാരണ യാത്രാ വിവരണം മാത്രമല്ല, ഒരു മകന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ അമ്മയോടുള്ള ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ ഒരു സമാഹാരമാണ്. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയുടെ പുസ്തക നിരൂപണത്തിന് ഔപചാരികമായിട്ട് നന്ദി പറയുന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായിട്ട് ഇന്നത്തെ പുസ്തക നിരൂപണത്തിൽ ശരത് കുമാർ സാറിന്റെ ആ അമ്മയോടൊപ്പമുള്ള യാത്രകൾ എന്ന പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടുത്തിയ SNM ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനിധി AS മിസ്സിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. സുനിധി മിസ് വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു. അതുപോലെ ഇന്ന് ഇവിടെ വെബിനാറിൽ പങ്കെടുത്ത ശരത് കൃഷ്ണ സാറിനും അതുപോലെ അദ്ദേഹത്തിന്റെ അമ്മ ഗീത രാമചന്ദ്ര അവരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമ്മുടെ വെബിനാറിൽ പങ്കെടുത്ത നമ്മെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്ന SNM ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ PS സുസ്മിത മാമിന് നന്ദി അറിയിക്കുന്നു. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന സ്റ്റാഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ KS കൃഷ്ണകുമാർ മാഷ്, അതുപോലെ ഡോക്ടർ KS ഹീര മിസ്, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള അക്ഷയ ചേച്ചി, സ്നേഹത്തിന്റെ ഭാഷയിൽ ഇവരോടൊക്കെ നന്ദി പറയുകയാണ്. അതുപോലെ സ്വാഗതം ആശംസിച്ച ദേവിക, അതുപോലെ മോഡറേറ്റർ ആയിട്ടുള്ള സ്മേര, അതുപോലെ ഇന്നത്തെ പുസ്തക നിരൂപണം വിജയകരമാക്കുന്നതിനായിട്ട് കൂടെ നിന്ന എല്ലാ പുസ്തക പ്രേമികൾക്കും പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.